ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു അടിപൊളി സ്റ്റോറി കേൾക്കാം. കൂടുതലൊന്നും പറയാനില്ല, ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് പത്രമെടുത്ത് വായിക്കാനിരുന്ന രാജീവന്റെ അടുത്തേക്ക് ചായയുമായി ലേഖ എത്തി. നിങ്ങൾ പത്രം വായിച്ചിരിക്കാനുള്ള പുറപ്പാടാണോ? മുഹൂർത്തത്തിന് മുമ്പെങ്കിലും അവിടെ എത്തണ്ടേ രാജീവേട്ടാ? എടി, നീ ചെന്ന് പുട്ടുണ്ടാക്ക്. ഒരു 5 മിനിറ്റ് പ്രധാന തലക്കെട്ടുകൾ വായിച്ച് ഞാൻ കുളിക്കാൻ പോകും. നീ ചെന്ന് കൊച്ചുങ്ങളെ വിളിച്ചുണർത്ത്. അതും പറഞ്ഞ് ലേഖ അകത്തേക്ക് പോയി. പത്രമെടുത്ത് രാജീവ് ഓരോ പേജുകൾ മറിച്ചു നോക്കി വായിക്കാൻ തുടങ്ങി. കുട്ടികളെ വിളിച്ചുണർത്തി തിരികെ വന്ന ലേഖ കണ്ടത് പത്രവും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി ആലോചിച്ചിരിക്കുന്ന രാജീവിനെയാണ്. നിങ്ങൾ ഇതെന്താ ആലോചിക്കുക? ഡി, നീ ഈ വാർത്ത നോക്കിയേ. നവവധു തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. എവിടെ? എങ്ങനെ? പാലക്കാട്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഭർത്താവും വീട്ടുകാരും പുറത്തുപോയ സമയത്ത് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നതാണ് വാർത്ത. ഓ, എന്താ അല്ലേ? സ്ത്രീധന പ്രശ്നമായിരിക്കുമല്ലേ ചേട്ടാ? ആയിരിക്കാം. അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. 24 വയസ്സ് മാത്രമേ ഉള്ളൂ പെൺകുട്ടിക്ക് പ്രായം. ഒരാഴ്ച കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാനൊക്കെയുള്ള എന്ത് പ്രശ്നമാകും അവിടെ ഉണ്ടായിട്ടുണ്ടാകുക? അതൊന്നും എനിക്കറിയാൻ മേല. അത് പിന്നീട് നോക്കാം. നീ ചെന്ന് കുളിക്ക്. കല്യാണത്തിന് പോകണ്ടേ? ശരി, ഞാനിപ്പോൾ റെഡിയാവാം. ഡേവിഡ്, താങ്കൾ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നോ? സാർ, പോയിരുന്നു. ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടവും ഇന്നലെ തന്നെ കഴിഞ്ഞു. എന്തെങ്കിലും എവിഡൻസ്? ആത്മഹത്യ തന്നെയാണോ? ആത്മഹത്യയാണെന്ന് SI വേണുഗോപാലിന്റെ പ്രാഥമിക നിഗമനം. ആ പെൺകുട്ടിയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും ചോദ്യം ചെയ്തോ? എന്തെങ്കിലും സ്ത്രീധന പീഡനമോ മറ്റോ നടന്നിട്ടുണ്ടോ എന്ന് അയൽവാസികളോടും നാട്ടുകാരോടും ചോദിച്ചറിയണം. ശരി സാർ. ഓക്കെ ഡേവിഡ് ഫോൺ വെച്ചതിന് ശേഷം അയാളുടെ സുഹൃത്തായ സൈക്കോളജിസ്റ്റും പാരസൈക്കോളജിസ്റ്റുമായ മൈക്കിളിനെ ഫോൺ വിളിച്ചു. സാർ എവിടെയുണ്ട്? സാറേ, കൊച്ചിയിലുണ്ട് സാറേ. എന്താ കാര്യം? മൈക്കിൾ ന്യൂസ് ശ്രദ്ധിച്ചിരുന്നോ? പാലക്കാട് നവവധുവിന്റെ ആത്മഹത്യ. ഞാൻ കണ്ടിരുന്നു ഡേവിഡ്. എന്തായി അന്വേഷണമൊക്കെ? അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് മൈക്കിൾ. പക്ഷെ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്തു ദുരൂഹത? അത് വിശദമായി വന്നിട്ട് പറയാം. എന്നാലും പറയടോ, വരേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. മൈക്കിൾ, ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഒരു പ്രശ്നവും ഭർത്താവിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് കിട്ടിയ വിവരം. മറ്റൊന്ന്, ഈ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഡേവിഡ് ദുരൂഹത? മൈക്കിൾ, വിവാഹം കഴിഞ്ഞ 2ാമത്തെ ദിവസം രാത്രി ഈ കുട്ടി അലറി വിളിച്ച് കരഞ്ഞു എന്ന് വീട്ടുകാർ പറഞ്ഞു. ഞെട്ടിയുണർന്ന ഭർത്താവ് എന്താ എന്ന് ചോദിച്ചപ്പോൾ ജനാല ചൂണ്ടിക്കാണിച്ച് അവിടെ ആരോ എന്ന് പറഞ്ഞ് പേടിച്ചൊരവസ്ഥയായിരുന്നു പെൺകുട്ടിക്ക് എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അടുത്ത ദിവസം പകൽ ഒരു പ്രശ്നവുമില്ല, അവൾ ഹാപ്പിയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസവും പിന്നെയുള്ള 3 രാത്രികളിലും അവൾ ജനാല നോക്കി പേടിച്ച് നിലവിളിച്ചു എന്നത് വീട്ടുകാർ പറഞ്ഞു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് മുറിക്കുള്ളിൽ കൂടി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നും അവർ പറഞ്ഞു. പിന്നെ എന്തുണ്ടായി? വിശ്വാസികളായിരുന്ന ആ കുടുംബം ഏതോ ഒരു ജോത്സ്യനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തോ ദോഷമുണ്ട്, പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ജോത്സ്യൻ അവരോട് എല്ലാവരോടും വരാൻ പറഞ്ഞു. അടുത്ത ദിവസം അവൾ വളരെ സന്തോഷവതിയായിരുന്നു. രാവിലെ കളിയും ചിരിയുമായി നിന്ന അവളെ അവിടെ നിർത്തിയിട്ട് വീട്ടുകാർ ജോത്സ്യനെ കാണാൻ പോയി. അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. മൈക്കിളിന് എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? ഞാൻ വരാൻ ഡേവിഡ്, വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ദിവസം പകൽ 10 മണിയോടുകൂടി മൈക്കിൾ ഡേവിഡിന്റെ ഫ്ലാറ്റിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കാറിൽ അവർ പാലക്കാട്ടേക്ക് തിരിച്ചു. ഉച്ചയോടെ അവർ പാലക്കാട് നവവധു ആത്മഹത്യ ചെയ്ത വീടിന്റെ മുന്നിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ മൈക്കിൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന പകൽ. പാലക്കാടൻ വശ്യതയാർന്ന കാറ്റ് വീശിയടിച്ചെത്തുമ്പോൾ ഒരു ചോരയുടെ മണം പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വീട് പോലീസ് സീൽ ചെയ്ത് പൂട്ടിയിരുന്നു. ആ വീടിന് ഇത്തിരി പുറകിലായി അവരുടെ തറവാട്ടിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. മൈക്കിൾ അപ്പോഴും വീടിന്റെ മേൽക്കൂരയും വീടിന്റെ ചുറ്റുപാടുമാണ് ശ്രദ്ധിച്ചത്. ഇത് കണ്ടു നിന്ന ഒരാൾ മൈക്കിളിന്റെ അടുത്തെത്തി. സാർ എന്താ നോക്കുന്നേ? നിങ്ങളാരാണ്? ഞാനിവിടെ അടുത്തുള്ള ആളാണ് സാർ. സാറന്മാർ വരുമെന്ന് മെമ്പർ റഷീദ് വിളിച്ചു പറഞ്ഞിരുന്നു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാനും പറഞ്ഞിരുന്നു. എന്താ പേര്? സുദേവൻ. സുദേവ, ഇവരെത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു? സാർ, ഇത് ഇവരുടെ വീടല്ല. ഇവർ 4 വർഷം മുമ്പ് വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്. പിന്നെ ശ്രീജിത്ത് ഗൾഫിലേക്ക് പോയി കാശ് സമ്പാദിച്ചപ്പോൾ ഇത് സ്വന്തമാക്കിയതാണ്. ആരാണ് ശ്രീജിത്ത്? മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ്. ഓ, ശരി. അപ്പോൾ ഇതിന് പുറകിലുള്ള അവർ താമസിക്കുന്ന തറവാടോ? ഈ ശ്രീജിത്തും കുടുംബവും കൊല്ലത്തുള്ളവരാണ് സാറേ. ഇവരുടെ വല്യച്ഛൻ്റെ വീടായിരുന്നു ആ തറവാട്. പുള്ളിക്ക് മക്കളില്ല, ഭാര്യ നേരത്തെ മരിച്ചു. അവസാന കാലം പുള്ളിക്ക് ഒരു കൂട്ടാവണമെന്ന് കരുതിയാണ് ഈ വീട്ടിൽ ശ്രീജിത്തും കുടുംബവും താമസമാക്കിയത്.
പുള്ളി 2 വർഷം മുമ്പ് മരണപ്പെട്ടപ്പോൾ ആ വീടും ഇവർക്ക് സ്വന്തമായി. ശരി സുദേവ, വളരെ നന്ദി. കാണാട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുദേവനോട് പറയാം. തീർച്ചയായും സാർ. ഡേവിഡ്, വാ വീട് കാണാം. ദൂരെ നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്ന ഡേവിഡിന്റെ അടുത്തേക്ക് മൈക്കിൾ നടന്നു വന്നു. അവർ വീടിന്റെ വരാന്തയിൽ കയറി പൂട്ട് തുറന്ന് അകത്തേക്ക് കയറി. ഹാളിൽ കരിയോ തീ കത്തിയ പാടുകളോ ഒന്നും കാണാതെയായപ്പോൾ മൈക്കിൾ ഡേവിഡിനെ വിളിച്ചു. ഡേവിഡ്, ഇവിടെ വെച്ചല്ലേ സംഭവം നടന്നത്? ഓ മൈക്കിൾ, സോറി. ഇവിടെയല്ല, ഈ വീടിന്റെ വടക്ക് വശത്തൊരു ചായ്പുണ്ട്. പുറത്തു നിന്നും കാണാൻ പറ്റാത്ത തരത്തിലാണ് അതിരിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് കത്തിക്കരിഞ്ഞ ബോഡി ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങോട്ട് പോവാം. വീടിന്റെ മുൻവശത്ത് നിന്നോ റോഡിൽ നിന്നോ ഒന്നും കാണാൻ പറ്റാത്ത ഇടത്തായിരുന്നു ആ ചായ്പുണ്ടായിരുന്നത്. മൈക്കിൾ ചായ്പിന്റെ മുന്നിലെത്തി കതക് തുറന്നു. അകത്ത് ടയർ കത്തിയതിന്റെ മണവും ടയർ കത്തിയ കരികളും കാണപ്പെട്ടു. കൂടുതലും വണ്ടിയുടെ പാർട്സും ടയറും പഴയ ഫർണിച്ചറുകളുമാണ് അവിടെ കിടന്നിരുന്നത്. ഡേവിഡ്, അപ്പോൾ ഇവിടെയാണ് ആത്മഹത്യ ചെയ്ത സ്ഥലം. എന്തുകൊണ്ടായിരിക്കും വീടിന്റെ ഉള്ളിൽ നിന്നും ഈ ചായ്പിൽ വന്ന് ആത്മഹത്യ ചെയ്യാൻ കാരണം? മൈക്കിൾ, അത് വേണുഗോപാൽ സാർ പറയുന്നത്, ഈ ശ്രീജിത്തിന്റെ അച്ഛന് ഒരു ലോറിയുണ്ട്. ശ്രീജിത്തിനും ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുണ്ട്. അത് വേറെ ഒരാളാണ് ഓടിക്കുന്നത്. വണ്ടിയുടെ ടയറും സാധനങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത്ര പെട്ടെന്ന് ആരും കാണില്ല എന്നൊക്കെ കരുതിയിട്ടാവണം ഇതിന്റെ ഉള്ളിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ കാരണം. എന്നിട്ട് പരിസരത്തുള്ളവർ എങ്ങനെ അറിഞ്ഞു? അവള് തീ കൊളുത്തിയപ്പോൾ അവിടെ കൂട്ടിയിട്ടിരുന്ന ടയറുകളും കത്തിയിരുന്നു. അതിന്റെ പുക, കറുത്ത പുക കണ്ടിട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. അവർ ഓടിയെത്തിയപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. എന്നാലും ഒരാൾ സ്വന്തം ശരീരത്തിൽ പൊള്ളലേൽക്കുമ്പോൾ നിലവിളിക്കുകയും വെപ്രാളം കൊണ്ട് ഓടുകയും ചെയ്യില്ലേ? അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ. മൈക്കിൾ, ആ ചായ്പിൽ നിന്ന് എത്ര ശബ്ദമെടുത്താലും പുറത്ത് റോഡിലേക്കോ ഈ തെക്ക് ഭാഗത്തേക്കോ കേൾക്കില്ല. പിന്നെ വെപ്രാളപ്പെട്ട് ഓടാത്ത എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്. ഓക്കെ, നമുക്ക് താമസിച്ച വീടിന്റെ ഉള്ളൊന്ന് കാണാം. ചായ്പിൽ നിന്നും പുറത്തേക്ക് വന്ന് അവരെയും കാത്ത് നാട്ടുകാരിൽ ചിലർ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. സാറേ, ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഡേവിഡിന്റെയും മൈക്കിളിന്റെയും അടുത്തേക്ക് നാട്ടുകാരിൽ ചിലർ നടന്നു വന്നു. അതിലൊരാൾ പറഞ്ഞു, സാർ, ഈ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സാറേ. അങ്ങനെ തോന്നാൻ കാരണം? ഒരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കണ്ടില്ലേ സാറേ? ഇത് പുതിയ സംഭവമല്ല. ഇതിനു മുമ്പും ഒരു പെൺകുട്ടി ഇതേപോലെ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു ഞെട്ടലോടെയാണ് ഡേവിഡും മൈക്കിളും അത് കേട്ടത്. ഇതിനു മുമ്പോ? ആര്? സാറേ, ഒരു 4 വർഷം മുമ്പ് ഇവർ താമസിക്കുന്നതിന് മുമ്പ് മറ്റൊരു കുടുംബം ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നു. മുംബൈയിൽ ജോലിയുള്ളൊരു സാറും അദ്ദേഹത്തിന്റെ കുടുംബവും. അച്ഛനും അമ്മയും സാറും മാത്രമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഒരിക്കൽ ലീവിന് വന്നപ്പോൾ സാർ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, ഇവിടെ വെച്ച് തന്നെ. കുറച്ചു ദിവസം കഴിഞ്ഞ് സാറ് പോയപ്പോൾ രാത്രി ആ പെൺകുട്ടി പേടിച്ച് നിലവിളിച്ചു. ഞങ്ങളൊക്കെ ഓടിക്കൂടി വീട്ടിലെത്തി. മുകളിലത്തെ മുറിയിൽ പെൺകുട്ടി മാത്രമായിരുന്നു കിടന്നിരുന്നത്. അച്ഛനും അമ്മയും താഴത്തെ മുറിയിലായിരുന്നു. എന്താ എന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ ജനാലയുടെ അരികിൽ ആരോ വന്ന് പതിഞ്ഞിരുന്നു എന്നും ഒരു ചോര പുരണ്ട മുറിവേറ്റ കൈ ജനാലയിൽ കൂടെ അകത്തേക്ക് ഇട്ടെന്നുമാണ് അവൾ പറഞ്ഞത്. അവൾ എഴുന്നേറ്റ് ലൈറ്റിടാൻ നേരം ജനാലയുടെ അടുത്തുള്ള ചുവരിന്റെ കോണിൽ എന്തോ കണ്ടെന്നും ലൈറ്റിട്ടപ്പോൾ ദൂരെ ഒരു കുഞ്ഞിന്റെയും തള്ളയുടെയും നിലവിളി കേട്ടുമെന്നാണ് അവൾ പറഞ്ഞത്. ആ നിലവിളി ചായ്പിൽ നിന്ന് കേട്ടതുപോലെയാണത്രേ അവൾക്ക് തോന്നിയത്. ഞങ്ങളത് തള്ളിക്കളഞ്ഞു സാറേ. പുതിയ വീട്ടിൽ വന്ന കൊച്ചല്ലേ, എന്തേലും പേടിച്ചിട്ടായിരിക്കുമെന്ന് ഞങ്ങളും കരുതി. അവൾ പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിക്കാൻ പോയില്ല. എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രാത്രി പെൺകുട്ടിയുടെ നിലവിളി കേട്ടു. പിന്നെയുള്ള 2 ദിവസവും അവൾ പേടിച്ച് നിലവിളിച്ചതായി എൻ്റെ ഭാര്യയോട് അവൾ പറഞ്ഞിരുന്നു. അങ്ങനെ 3-ാം നാൾ അവളോട് താഴെ കിടക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ അന്ന് രാത്രി അവൾ താഴെ കിടന്നു. ആ രാത്രി അച്ഛൻ്റെയും അമ്മയുടെയും നിലവിളി കേട്ടാണ് ഞങ്ങൾ ഞെട്ടിയുണർന്നത്. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ കണ്ടത് പെൺകുട്ടി ഒരു കയറിൽ തൂങ്ങിക്കിടക്കുന്നതാണ്. അവൾ തൂങ്ങി മരിച്ച മുറിയുടെ ജനാല ഒരിക്കലും തുറക്കാത്തതായിരുന്നു. അന്ന് അത് തുറന്നു വച്ചിട്ടാണ് അവൾ തൂങ്ങിയത്. ആ ജനാലയിൽ കൂടെ നോക്കുമ്പോൾ ചായ്പാണ് സാറേ കാണുക. അവളുടെ പുറത്തേക്ക് തള്ളിയ കണ്ണുകൾ ആ ചായ്പിലേക്ക് നോക്കിയ തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പാവം അച്ഛനും അമ്മയും, അവർ ഭയന്നിട്ട് വല്ലാതെയായിരുന്നു. പിന്നെ എന്തുണ്ടായി? ഒരാഴ്ച പോലും എടുത്തില്ല. സാറും കുടുംബവും വീട് പൂട്ടി താക്കോലേൽപ്പിച്ച് എങ്ങോട്ടേക്കോ പോയി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞാണ് ഇവർ താമസിക്കാൻ വരുന്നത്. ഈ കഥകളൊക്കെ അവരോട് പറഞ്ഞിരുന്നു. ശ്രീജിത്തിന് ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും ഏതോ സ്വാമിയെ കണ്ട് തകിടൊക്കെ കെട്ടിയിട്ടാണ് താമസം തുടങ്ങിയത്. താമസിക്കേണ്ട എന്ന് ഞങ്ങൾ കുറെ പറഞ്ഞു നോക്കി, അവർ കേട്ടില്ല. താമസിക്കണ്ട എന്ന് നിങ്ങൾ പറയാൻ എന്താ കാരണം? ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച വീടായതുകൊണ്ടാണോ? അതല്ല സാർ, ആ പെൺകുട്ടിക്ക് തോന്നിയ പോലെ രാത്രിയിൽ ഈ വീടിന്റെ വടക്ക് വശത്തെ ചായ്പിൽ നിന്നും നിലവിളിയും കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേട്ടവരുണ്ട് സാർ. ഡേവിഡ് ഒന്ന് ചിരിച്ച് മൈക്കിളും കൂടി ഒന്ന് പുഞ്ചിരിച്ചു. എടോ, ഈ കാലത്ത് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങളെല്ലാറ്റിനെയും തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്ത് റിമാൻഡിടും ഞാൻ. എന്തിനാണെന്നറിയാമോ? കേസ് വഴി തെറ്റിക്കുന്നതിന്. കേട്ടോടാ, സാർ എന്ത് പറഞ്ഞാലെന്താ? സാറിന് ധൈര്യമുണ്ടോ ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ?
സാറിനൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ. അത് കേട്ടപ്പോൾ ഡേവിഡ് ഒന്ന് ഒരുങ്ങി. ഡേവിഡ് നാട്ടുകാരുമായി സംസാരത്തിലായ വേളയിൽ മുൻവശത്തെ വാതിൽ തുറന്ന് മൈക്കിൾ വീടിൻ്റെ ഉള്ളിൽ കയറി. എല്ലാം പെർഫെക്റ്റ്. അടുക്കും ചിട്ടയോടും കൂടിയായിരുന്നു ആ വീടിൻ്റെ ഹാളും മുറികളും കിടന്നിരുന്നത്. ഡേവിഡും പുറകെ തന്നെ എത്തി. ഹാളിലെ സോഫയിൽ TV റിമോട്ടും ഒരു ടോപ്പും കിടന്നത് കണ്ടു. താഴത്തെ മുറിയിലെ ബെഡ്റൂമിലേക്ക് കയറിയ മൈക്കിൾ ആ ബെഡും അതിന് താഴെയും വിശദമായി ഒന്ന് നോക്കി. ഡേവിഡ്, ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്തായിരുന്നു? പ്രത്യേകിച്ചൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെട്രോളിൻ്റെ ഒഴിഞ്ഞ കുപ്പി, പിന്നെ അവൾ ധരിച്ചിരുന്ന ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്നും അവളുടെ തന്നെ തലമുടിയും അതൊക്കെയായിരുന്നു അവർ കണ്ടെത്തിയത്. മൈക്കിൾ നേരെ നടന്നത് അടുക്കളയിലേക്കായിരുന്നു. അവിടെ ഒരു പാത്രത്തിൽ പച്ചക്കറികളും അതിൻ്റെ അടുത്തായി കറിക്കത്തിയും ഉണ്ടായിരുന്നു. മറ്റൊരു വശത്ത് കുറച്ച് ബേക്കറി പലഹാരങ്ങളും 2 ചായക്കപ്പും അയാൾ ശ്രദ്ധിച്ചു. അടുക്കളയിൽ സാധാരണ ഗ്ലാസുകളാണ് വച്ചിരിക്കുന്നതെങ്കിലും മുകളിലത്തെ ഷെൽഫിൽ നിന്നും പുതിയ മനോഹരമായ 2 കപ്പുകൾ എടുത്തതായി അയാൾ ശ്രദ്ധിച്ചു. ആ 2 കപ്പുകൾ കഴുകി വച്ചിരിക്കുന്നു. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ ഒരു പ്രത്യേക തരത്തിൽ പാദമുദ്രകൾ അയാൾ ശ്രദ്ധിച്ചു. അതിൽ ഇടതുകാലിന് 4 വിരലുകൾ മാത്രമായി കാണപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചു. തുടർന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ അയാൾക്ക് മറ്റൊരു സുപ്രധാനമായ തെളിവും കിട്ടി. പുറകുവശത്തെ പഴയ പൊട്ടിയ ജനൽ കമ്പികളിൽ നിന്നും ഒരു തുണിയുടെ ചെറിയ ഭാഗം അയാൾക്ക് കിട്ടി. അയാൾ ഡേവിഡിനെ വിളിച്ചു പറഞ്ഞു, ഡേവിഡ്, മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും ചോദ്യം ചെയ്യണം. 2 3 ചെറിയ ചോദ്യങ്ങൾ. ഓക്കെ മൈക്കിൾ, അവരെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം. മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവും അയാളുടെ അച്ഛനുമായിരുന്നു വന്നത്. മൈക്കിൾ അവളുടെ ഭർത്താവിനോട് ചോദിച്ചു, ഈ കപ്പിലാണോ നിങ്ങൾ ചായ കുടിക്കാറ്? സംഭവം നടന്ന ദിവസം ഇതിൽ ചായ കുടിച്ചിരുന്നോ നിങ്ങൾ? ഇല്ല എന്ന ഉത്തരം മാത്രമല്ല, അന്നേ ദിവസം പോകുന്ന വഴിക്കാണ് അവർ ചായ കുടിച്ചതെന്നും അവർ പറഞ്ഞു. മാത്രവുമല്ല, ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ മാത്രമാണ് ആ കപ്പ് ഉപയോഗിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ആത്മഹത്യയാണോ അതോ? അവൾ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലായിരുന്നു സാർ. നിലവിളിയും രാത്രി ഒറ്റയ്ക്ക് പുറത്തു നോക്കി കുറേ നേരം നിൽക്കും. ചിലപ്പോൾ പിച്ചും പേയും പറയും. അതിൻ്റെ കാരണം എന്താണെന്നും എനിക്കറിയില്ല സാർ. ഈ വീട്ടിൽ എനിക്കിതുവരെ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് ഞങ്ങൾ പോയപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു ഈ വീടിന് കുഴപ്പമുണ്ടെന്നും അകാല മൃത്യു വരെ സംഭവിക്കുമെന്നും ദുഷ്ടശക്തികളുടെ വിഹാര കേന്ദ്രമാണെന്നും പറഞ്ഞു കാണുമല്ലേ. അത് കേട്ടതോടെ ശ്രീജിത്തും അയാളുടെ അച്ഛനും ഞെട്ടിത്തെരിച്ചുപോയി. സാറിന് ഇതെങ്ങനെ മനസ്സിലായി? ജ്യോത്സ്യൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അത് കേട്ടതോടെ ഡേവിഡും ഞെട്ടി. നിങ്ങൾ പോയിക്കോളൂ. ആ ഡേവിഡ്, എനിക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയ ആ സർജനെ ഒന്ന് കാണണം. പിന്നെ നിന്റെ ഭാര്യ നാൻസിയോട് ഇങ്ങോട്ട് വരാൻ പറയണം. അവളെന്തിന്? അവൾക്ക് പിടിപ്പത് പണിയാണിപ്പോൾ. സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും നടക്കുന്ന ടൈമാണ്. മീഡിയ വിട്ട് അവൾ വരില്ല. ആ ജേർണലിസ്റ്റിനോട് ഒരു ഡേ ലീവ് എടുക്കാൻ പറയടോ. ഒരു നൈറ്റ് മതി. എന്തിനു മൈക്കിൾ? അവളെ കൊണ്ട് എന്ത് കാര്യം? ഇന്ന് രാത്രി നമ്മൾ ഈ വീട്ടിൽ കഴിയുന്നു. ഞാനും നീയും പിന്നെ നിന്റെ ഭാര്യ നാൻസിയും. നാൻസി മുകളിലത്തെ ആ മുറിയിൽ, നമ്മളിവിടെ താഴെ. നമുക്ക് നോക്കാലോ പുറത്തു നിന്നുള്ള സ്ത്രീ വാഴുമോ ഇല്ലയോ എന്ന്. എന്ത്? എന്നെ കൊലക്ക് കൊടുക്കാനുള്ള പുറപ്പാടാണോ? എൻ്റെ ജീവിതം ബലി നൽകിയിട്ടാണോ മൈക്കിൾ പരീക്ഷണം? പറ്റില്ല. ഞാൻ എസ് പറഞ്ഞാലും അവള് നിൽക്കില്ല. നീ ചോദിച്ചു നോക്ക്. എടാ, ഞാനില്ല കൂടെ, ഒന്നും ഉണ്ടാവില്ല, പ്രോമിസ് എന്ന് നമുക്ക് വിശ്വസിക്കാം. നീ വിളിക്കേ. ഡേവിഡ് നാൻസിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും മൈക്കിളിൻ്റെ നിർബന്ധത്തിൽ അവൾ എസ് മൂളി. അവർ സർജൻ്റെ അടുത്തെത്തി. ആ വരൂ ഡേവിഡ്, മൈക്കിളും ഉണ്ടല്ലോ. അപ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ ഡേവിഡ്. ഞാൻ വിശദമായി പരിശോധിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് മൈക്കിൾ. ഡെഡ് ബോഡിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും തലമുടി അടക്കം എല്ലാം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലായിരുന്നു കിടന്നിരുന്നത്. ആത്മഹത്യയാണെന്ന് ശരിവെക്കുന്ന എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിരുന്നു. ഫോറൻസിക് റിപ്പോർട്ടിലും അതെ. സാർ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സാറ് നെഞ്ചു കീറി ശ്വാസകോശവും വയറ് കീറി ആമാശയവും പരിശോധിച്ചിരുന്നു. മൈക്കിൾ അത് പ്രാഥമിക തെളിവുകളും കണ്ടെത്തലുകളും എല്ലാം ആത്മഹത്യ ചെയ്തതിനെ സാധൂകരിക്കുന്നതായിരുന്നു. പിന്നെ അതൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട് സാർ. കഴിവുള്ള ഒരു സർജനായ സാറിനെ ഞാനത് ബോധിപ്പിക്കണോ? ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെന്ന് പറയപ്പെടുന്ന ചായ്പിൽ അവൾക്കൊപ്പം തന്നെ ടയറുകളും കത്തിയിരുന്നു. സ്വാഭാവികമായും ജീവനോടെ അവൾ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അവളുടെ ശ്വാസക്കുഴലുകളിലും ശ്വാസകോശത്തിലും കരിയുടെയും പുകയുടെയും അംശം കാണും. മറിച്ച് കൊന്നതിന് ശേഷം കത്തിച്ചതാണെങ്കിൽ ശ്വാസകോശത്തിൽ ഒന്നും കാണില്ല. മുൻപ് എത്രയോ കേസുകൾ സമാനമായി നടന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണ് മൈക്കിൾ. പക്ഷെ ഇവിടെ അങ്ങനെ പരിശോധിക്കേണ്ട തെളിവുകളോ ഒന്നുമില്ലായിരുന്നു. മാത്രവുമല്ല, നാട്ടുകാർക്കും പോലീസിനും എല്ലാം ആത്മഹത്യയാണെന്ന് തന്നെയാണ് നിഗമനവും. സാറേ, ഞങ്ങൾ ഇറങ്ങുന്നു. പിന്നൊരു കാര്യം, മൃതശരീരം കുഴിച്ചെടുത്ത് വീണ്ടും പരിശോധിക്കേണ്ടി വരും. മറ്റൊരു സർജനെ വെച്ച് ചെയ്യുന്നതാവും നല്ലത്. ഇത് ആത്മഹത്യയല്ല സാർ. ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ അസ്വാഭാവികമായ മരണം. ഈ അസ്വാഭാവികത എന്തെന്നറിയണമെങ്കിൽ ഈ രാത്രി വെളുക്കണം സാർ. അതിനുശേഷം മനസ്സിലാവും പെൺകുട്ടി മരിച്ചത് എങ്ങനെയാണെന്ന്. മൈക്കിൾ, ശരിക്കും എന്താണ് നടക്കാൻ പോകുന്നത്? ഡേവിഡ്, ഒന്നു മാത്രം ഞാൻ പറയാം. ഇത് ആത്മഹത്യയല്ല.
എന്താണെന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിൽ നോക്കാം. വൈകുന്നേരത്തെ MGR ചെന്നൈ സെൻട്രൽ എക്സ്പ്രസിൽ പാലക്കാട് സ്റ്റേഷനിൽ വന്നിറങ്ങിയ നാൻസിയെ കൂട്ടി മൈക്കിളും ഡേവിഡും ഒരു കോഫി ഷോപ്പിൽ കയറി. നാൻസിയുടെ കാര്യങ്ങളെല്ലാം വിശദമാക്കിയതിനു ശേഷം മൈക്കിൾ ചോദിച്ചു, എടോ താൻ കിടക്കുമോ ആ മുറിയിൽ? നാൻസി ഒന്ന് പരിങ്ങി നിന്നു. തൊട്ടടുത്ത ചെയറിലിരുന്ന് ഡേവിഡിനെ അവൾ നോക്കി. ഡേവിഡ് കണ്ണുകൊണ്ടും മുഖം കൊണ്ടും ഗോഷ്ടി കാണിച്ചു. പറ്റില്ല എന്ന് പറയാൻ അവളോട് ആവശ്യപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ മൈക്കിൾ ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം തൻ്റെ മുന്നിലിരിക്കുന്ന കോഫി എടുത്ത് കുടിച്ചു. മൈക്കിൾ, കേട്ടിട്ട് ഇതൊരു മർഡറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നാൻസി പറഞ്ഞു നിർത്തിയപ്പോൾ മൈക്കിൾ കോഫി കപ്പ് താഴെ വെച്ചതിന് ശേഷം ചോദിച്ചു, എന്താ പക്ഷേ? അല്ല സോറി, ആത്മഹത്യ തന്നെയായിരിക്കും. ബട്ട് മറ്റൊരാളുടെ സാന്നിധ്യം സംഭവ ദിവസം ആ വീട്ടിലും പരിസരത്തും ഉള്ളതായി മൈക്കിളിന് തോന്നിയത് കൊണ്ട് മർഡർ ആവാനാണ് സാധ്യത. നാൻസി ഓരോ കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും പറയുന്നത് കേട്ട ഡേവിഡ് അവളോട് പറഞ്ഞു, നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കടി. നിന്നോടിപ്പോൾ കേസ് അന്വേഷിക്കാനോ പ്രതിയെ പിടിക്കാനോ അല്ലല്ലോ മൈക്കിൾ പറഞ്ഞത്. ആ പേടിക്കുന്ന മുറിയിൽ കിടക്കാനല്ലേ. നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറ. രാത്രിയുള്ള ശബരി എക്സ്പ്രസിൽ കയറ്റിവിടാം. എടാ, നീ അവളെ കൺഫ്യൂഷനാക്കാതെ അവൾ പറയട്ടെ. നിനക്ക് എന്നും ഇവൾ കൂടെ ഉണ്ടാവും. എൻ്റെ ഉറപ്പാണ്, ഒന്നും സംഭവിക്കില്ല. ഞാൻ റെഡിയാണ് മൈക്കിൾ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഡേവിഡ് കൈകൊണ്ട് നാൻസി ഒന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും എന്തേലും ആവട്ടെ എന്ന ഭാവത്തിൽ എഴുന്നേറ്റ് അവർ 3 പേരും കാറിൽ കയറി ആത്മഹത്യ നടന്ന ആ വലിയ വീട്ടിലേക്ക് പോയി. നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു. അവർ ആ വീട്ടിലെത്തുമ്പോൾ വീടിന്റെ വരാന്തയിൽ കയറി മുറി തുറന്ന് അവർ 3 പേരും അകത്തേക്ക് കയറി. ഡേവിഡിന്റെയും നാൻസിയുടെയും മുഖത്ത് ഭയമുണ്ടായിരുന്നു. നാൻസി തന്റെ കഴുത്തിലെ കുരിശുമാലയിൽ മുറുകെ പിടിച്ചു. കുറച്ചു സമയം അവർ തമ്മിൽ ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കി നിന്നു. പുറത്ത് ചീവീടിന്റെ ശബ്ദം, അകലെ ഏതോ ഒരു അമ്പലത്തിൽ ചെണ്ടമേള ശബ്ദവും മാത്രം കേൾക്കാമായിരുന്നു. ചുറ്റുപാടും പരിസരവും നിശബ്ദം. തൊട്ടടുത്ത് കുന്നിൻമുകളിൽ നിന്നും പട്ടികളുടെ ഊരിയിടലും കേൾക്കുന്നുണ്ടായിരുന്നു. മൈക്കിളും ഡേവിഡും മുറ്റത്തേക്ക് ഇറങ്ങി. നാൻസി ഒന്ന് മുഖം കഴുകാനായി അടുക്കള ഭാഗത്ത് വാഷ് ബേസിന് അടുത്തേക്ക് നടന്നു. മുഖം കഴുകി മുന്നിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടി പിറകിലേക്ക് നോക്കി. കണ്ണാടിയിൽ ഒരു നിഴൽ പോലെ എന്തോ ഒന്ന് വേഗത്തിൽ മിന്നിമായുന്നതായി അവൾ കണ്ടു. മനസ്സിലെ ഭയം കൊണ്ട് തോന്നിയതായിരിക്കുമെന്ന ധാരണയിൽ അവൾ വീണ്ടും മുഖം കഴുകി കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു കറുത്ത നിഴൽ പോലെയുള്ള രൂപത്തെ ശരവേഗത്തിൽ തൊട്ടുപുറകിൽ കൂടി തെന്നിമാഞ്ഞത് അവൾ കണ്ടു. അവൾ തിരിഞ്ഞു നോക്കി. അമ്മേ എന്ന് നിലവിളിച്ചു. അവളുടെ നിലവിളി കേട്ട് പുറത്ത് മുറ്റത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന മൈക്കിളും ഡേവിഡും മൂടി അകത്തേക്ക് വന്നു. എന്തു പറ്റി? അത് എന്തോ പുറകിലുള്ള പോലെ തോന്നി, ഒരു നിഴൽ പോലെ എന്തോ. നീ വെറുതെ പേടിച്ചിട്ടാണ്. കൂളായിരിക്കും, ഒന്നും ഉണ്ടാവില്ല, മൈക്കിൾ നാൻസിയോട് പറഞ്ഞു. നീ അടുക്കളയിൽ പോയി ഒരു കോഫി ഇട്. അവളെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഡേവിഡ് മൈക്കിളിനോട് പറഞ്ഞു, മൈക്കിൾ, മരിച്ച പെൺകുട്ടിയുടെ ബോഡി കുഴിച്ചെടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. നാളെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ ഡേവിഡ്. എക്സ്ഹ്യൂമേഷന് ശേഷം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്നതോടെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. സമയം ഏകദേശം 11 മണിയോടടുത്തു. പട്ടികളുടെ ഓരിയിടൽ അപ്പോഴും നിർത്തിയിട്ടില്ലായിരുന്നു. ആ പരിസരത്ത് എവിടെയോ കൂമൻ മൂളുകയും ചെയ്യുന്നു. പകലിൽ നിന്നും വ്യത്യസ്തമായി രാത്രിയിൽ ഇളം പാലക്കാടൻ കാറ്റ് ഒരു കുളിര് പോലെ നാൻസിക്ക് അനുഭവപ്പെട്ടു. മൈക്കിൾ നാൻസിയോട് മുകളിലത്തെ മുറിയിൽ പോയി കിടക്കാൻ ആവശ്യപ്പെട്ടു. ഡേവിഡിന്റെ മുഖത്തൊരു സങ്കടവും ഒപ്പം ഭയവും കലർന്നൊരു ഭാവമായിരുന്നു. അവൾ ഡേവിഡിനെ ഒന്ന് നോക്കിയതിനു ശേഷം മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറവേ മൈക്കിൾ അവളെ വീണ്ടും വിളിച്ചു. നാൻസി, സാധാരണ ചെയ്യുന്ന പോലെ ആയിരിക്കണം നിന്റെ കാര്യങ്ങൾ. ഫോണിലൊക്കെ നോക്കി എന്തെങ്കിലും അർജന്റ് മീറ്റിങ്ങോ അതോ മെയിൽ അയക്കാനോ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം കിടന്നാൽ മതി. ഞങ്ങളിതാ ഇവിടെ ഹാളിലുണ്ടാവും. കുറച്ചു നേരം കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം നാൻസി കുരിശു വരച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ കിടന്നു. ബെഡ് കണ്ടപാടെ കിടന്നുറങ്ങുന്ന നാൻസിക്ക് ഉറക്കം എവിടെയോ നഷ്ടപ്പെട്ട പോലെ തോന്നി. ഏറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ ഒന്നുകൂടി ഫോണിൽ സമയം നോക്കി. 12 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ മനസ്സുകൊണ്ട് ഒന്നുകൂടി പ്രാർത്ഥിച്ച് മുന്നിലുള്ള ചുവരിൽ നോക്കി കിടന്നു. പുറത്ത് കത്തി നിൽക്കുന്ന CFL ബൾബിന്റെ വെളിച്ചത്തിൽ മുറിയിലെ ജനൽ കമ്പികളുടെ കറുത്ത നിഴൽ ആ ചുവരിൽ വ്യക്തമായി കാണാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ മയങ്ങിപ്പോയി. കുറച്ചു സമയത്തിന് ശേഷം താഴത്തെ ഹാളിലെ ചെയറിൽ ചെറിയ മയക്കത്തിൽ ഇരുന്നുറങ്ങുന്ന മൈക്കിളും ഡേവിഡും നിലവിളി കേട്ടാണ് ഞെട്ടി എഴുന്നേറ്റത്. ഡേവിഡ് അപ്പോൾ തന്നെ അയ്യോ നാൻസി എന്ന് പറഞ്ഞ് ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. എടാ, അത് ഇവിടെ നിന്നല്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് നിലവിളി. നീ വാതിൽ തുറക്ക്, മൈക്കിൾ ഡേവിഡിനോട് പറഞ്ഞു. മൈക്കിളും ഡേവിഡും മുൻവശത്തെ കതക് തുറന്ന് പുറത്തിറങ്ങി. പരിസരവാസികൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓടിക്കൂടുന്നു. മൈക്കിളും ഡേവിഡും കൂടെ ഓടി. സാറന്മാരെ, ഒരാൾ ദാ അങ്ങോട്ടോടി. അത് മനുഷ്യനൊന്നുമല്ല എന്ന് തോന്നുന്നു. ഒരു കറുത്ത രൂപം പോലെയാണ് എനിക്ക് തോന്നിയത്. കള്ളനാണെന്ന് തോന്നുന്നു സാറേ. കണ്ടു നിന്നവരും കൂടി നിന്നവരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ഡേവിഡ് കൂടി നിന്നവരിൽ നിന്നും ആളെ കണ്ട് പേടിച്ച് കരയുകയായിരുന്ന പെൺകുട്ടിയെ മാറ്റി നിർത്തി ചോദിച്ചു, എന്താ ഉണ്ടായത്? കരയാതെ പറയൂ. ഡേവിഡിന്റെ അടുത്ത് വന്ന് നിന്ന് ആ പെൺകുട്ടി പറഞ്ഞു, സാറേ, നാളെ എക്സാം ഉള്ളത് കൊണ്ട് ഏറെ നേരം മുറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു ഞാൻ.
സമയം 12 കഴിഞ്ഞതോടെ പുസ്തകമെല്ലാം മാറ്റിവെച്ച് കിടക്കാൻ ഒരുങ്ങുകയായിരുന്നു ഞാൻ. വെള്ളം കുടിക്കാനായി ഹാളിൽ വന്നപ്പോഴാണ് ജനാലയിൽ കൂടെ നോക്കിയപ്പോൾ അപ്പുറത്തെ ആ മതിലിന്മേൽ കറുത്ത ഗൗൺ പോലെ എന്തോ ധരിച്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടത്. അയാൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ രൂപത്തെ കണ്ടതോടെ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. പിന്നാലെ അമ്മയും എഴുന്നേറ്റു. അമ്മയും നിലവിളിച്ചു. എന്നിട്ട് അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലേക്ക് ലൈറ്റ് ഇട്ടു. ഇതോടെ ആ രൂപം മതിലിന്മേൽ നിന്നും ചാടി നിങ്ങളുടെ വീട്ടിലെ ആ പറമ്പ് വഴി വടക്കോട്ട് ഓടിപ്പോയി. മൈക്കിളും ഡേവിഡും അവരെയെല്ലാം സമാധാനിപ്പിച്ചു. അപ്പോഴാണ് നാൻസിയുടെ നിലവിളി അവർ കേട്ടത്. മൈക്കിളും ഡേവിഡും വീട്ടിലേക്ക് ഓടി. ഡേവിഡ് അകത്ത് കയറി മുകളിലത്തെ മുറിയിലെത്തിയപ്പോൾ നാൻസി ഇല്ല. മൈക്കിൾ, നാൻസി ഇവിടെ ഇല്ല. ഇല്ലേ, പിന്നെ എവിടെ നിന്നാണ് നിലവിളി കേട്ടത്? ഡേവിഡ് വാ. അവർ വീട്ടിലെ എല്ലാ മുറിയിലും നോക്കി. അപ്പോഴാണ് നാട്ടുകാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞത്, സാറന്മാരെ, ദാ വടക്കുവശത്തെ ചായ്പിൽ നിന്നും ഒരു ഞെരുക്കം കേൾക്കുന്നു. ഓടി വാ സാറേ. ചായ്പിലോ? മൈക്കിളും ഡേവിഡും ചായ്പിന് മുന്നിലെത്തിയപ്പോൾ ചായ്പിന്റെ ഉള്ളിലെ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു നാൻസി. ഡേവിഡ് ഓടിച്ചെന്ന് നാൻസിയെ കയ്യിലെടുത്ത് മടിയിൽ കിടത്തി. അയാൾ നാൻസിയെ വിളിച്ചു. കണ്ണു തുറക്കാതെ ഒരു ഞെരുക്കം മാത്രമേ അവളിൽ നിന്നുമുള്ളൂ. മൈക്കിൾ അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവർ നാൻസിയെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടർ, നാൻസിക്ക് പേടിക്കാനൊന്നുമില്ല. ആ ഉറക്കത്തിൽ നിന്നും പേടിച്ചെഴുന്നേറ്റപ്പോൾ ഉള്ള ഷോക്കായിരുന്നു. ആ വീഴ്ചയിൽ തല നിലത്തിടിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ല, കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം. താങ്ക് യു ഡോക്ടർ. നാൻസിയെ കൂട്ടി അവർ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തുമ്പോൾ നേരം പുലരാറായിരുന്നു. നാൻസി ഇവിടെ ഹാളിലെ മുറിയിൽ കുറച്ചു നേരം കിടന്നോളൂ. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, റെസ്റ്റ് എടുക്ക്. നാൻസി അകത്ത് പോകാൻ ഒരുങ്ങവേ ഡേവിഡ് അവളുടെ കൈ പിടിച്ചു ചോദിച്ചു, എന്താ ഇത് നാൻസി? കൈകളിൽ ചുവന്ന പാടുകൾ. മൈക്കിൾ, ഇത് നോക്ക്, ആരോ മാന്തിയതുപോലെ. ഏയ്, നീ വെറുതെ അവളെ. നാൻസി, നീ ചെന്ന് റെസ്റ്റ് എടുക്ക്, കിടന്നോളൂ. നാൻസി പോയി കഴിഞ്ഞതിന് ശേഷം ഡേവിഡ് മൈക്കിളിനോട് ചോദിച്ചു, മൈക്കിൾ, എന്തായിരിക്കും സംഭവിച്ചത്? ആരായിരിക്കും രാത്രി മതിലിന്റെ മുകളിൽ വന്നത്? ഡേവിഡ്, നാൻസിക്ക് സംഭവിച്ചത് അവൾ ഉണർന്നാൽ നമുക്ക് ചോദിക്കാം. പിന്നെ മതിലിന്മേൽ വന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ പെൺകുട്ടി മരിക്കുന്ന ദിവസം മറ്റൊരാളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്. ഇവിടെ വന്ന് അവൾക്ക് പരിചയമുള്ള പുതിയ കപ്പിൽ ചായ കൊടുത്ത ആ ഗസ്റ്റ്, അത് ആരാണെന്ന് അറിയണം ഡേവിഡ്. ഈ വന്നയാൾ അയാൾ ആയിക്കൂടുന്നില്ലല്ലോ. അന്നു പകൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. നാട്ടുകാരും മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാരും സ്ഥലത്തെ പ്രധാനികളും എല്ലാവരും പെൺകുട്ടിയുടെ വീട്ടിലെത്തി. മനസ്സില്ലാ മനസ്സോടെയാണ് അവളുടെ അച്ഛനും അമ്മയും അതിന് സമ്മതിച്ചത്. എന്നാലും തൻ്റെ മക്കൾക്കുണ്ടായ ദാരുണമായ സംഭവത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ, അവൾക്ക് നീതി കിട്ടാൻ അവർ സമ്മതിക്കുകയായിരുന്നു. എക്സ്ഹ്യൂമേഷനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. RDOയുടെ സാന്നിധ്യത്തിലാണ് എക്സ്ഹ്യൂമേഷൻ തുടങ്ങിയത്. പോലീസ് ഫോറൻസിക് സർജനും സംഭവ സ്ഥലത്തുണ്ട്. എറണാകുളത്തുള്ള മൈക്കിളിന്റെ സുഹൃത്തും സീനിയർ ഫോറൻസിക് മെഡിക്കൽ സർജനുമായ രാധാകൃഷ്ണനാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. തടിച്ചുകൂടി നിന്ന നാട്ടുകാരിലും ഡേവിഡിനും മൈക്കിളിനും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായിരിക്കും ഫൈനൽ റിപ്പോർട്ടെന്ന് എല്ലാവരിലും സന്ദേഹമുണർത്തി. പോസ്റ്റ്മോർട്ടം ജോലി പൂർത്തിയായതിനു ശേഷം രാധാകൃഷ്ണൻ മൈക്കിളിനെയും ഡേവിഡിനെയും വിളിപ്പിച്ചു. മൈക്കിൾ, ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് എത്ര വയസ്സായിരുന്നു? 24 വയസ്സ്. ഈ മരിച്ച വ്യക്തിക്ക് 35-നും 45-നും ഇടയിൽ പ്രായം കാണും. അത് കേട്ടതോടെ എല്ലാവരും ഞെട്ടി. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ഡേവിഡ് സർജനോട് ചോദിച്ചു, ഡോക്ടർ, ആർ യു ഷുവർ? യെസ്, ഈ വ്യക്തിക്ക് അത്രയും പ്രായം കാണും. മാത്രവുമല്ല, ശാരീരിക പീഡനങ്ങൾ ഈ യുവതി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇവരുടെ ആമാശയം പരിശോധിച്ചപ്പോൾ രൂക്ഷഗന്ധമുള്ളൊരു ദ്രാവകം, അതായത് ഓർഗാനിക് ഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെട്ട ഒരു കീടനാശിനി ഉപയോഗിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ബലം പ്രയോഗിച്ചോ ആഹാരത്തിൽ കലർത്തിയോ ആയിരിക്കും ഇത് നൽകിയിട്ടുണ്ടാവുക. അങ്ങനെ മരിച്ചതിന് ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. മറ്റൊരു സംശയമുള്ളത്, ഈ വ്യക്തിയെ മറ്റൊരിടത്തു നിന്നും കൊന്നതിന് ശേഷം ആ വീട്ടിൽ കൊണ്ടിട്ട് കത്തിച്ചതാകാം. അപ്പോൾ ശരിക്കും അവൾ എവിടെ? അവൾക്കെന്ത് സംഭവിച്ചു? ഡേവിഡ് മൈക്കിളിനോട് ചോദിച്ചു. മൈക്കിൾ വീണ്ടും ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, ഈ വ്യക്തി ആരാണെന്നറിയാൻ ഇനി എന്താണൊരു വഴി? മൈക്കിൾ, സൂപ്പർ ഇമ്പോസിഷൻ ചെയ്ത് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ മിസ്സിംഗ് കേസുകൾ നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. പോലീസിലും നാട്ടുകാരിലും വീട്ടുകാരിലും എല്ലാം ആശയക്കുഴപ്പമുണ്ടാക്കിയ ദിവസമായിരുന്നു അത്. എൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ അച്ഛൻ്റെ തോളിൽ കൈവച്ച് മൈക്കിൾ വണ്ടിക്ക് അരികിലെത്തി. അപ്പോഴായിരുന്നു നാൻസിയുടെ ഫോൺ കോൾ. മൈക്കിൾ, വേഗം വാ, വേഗം ഈ വീട്ടിലേക്ക് വാ, രണ്ടാളും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡേവിഡ്, നാൻസി ഉണർന്നു, വീട്ടിലേക്ക് ചെല്ലാൻ വിളിക്കുന്നു, പെട്ടെന്ന് വേണം. മൈക്കിൾ, ഇനി ആ വീട്ടിൽ വീണ്ടും എന്തെങ്കിലും? ഏയ്, അവളുടെ കൂടെ ഒരു സ്ത്രീയെ നിർത്തിയിട്ടുണ്ട്, ഇത് മറ്റെന്തോ കാര്യമാണ്. അവർ വണ്ടിയെടുത്ത് അതിവേഗം പുറപ്പെട്ടു. പോകുന്ന വേളയിൽ വീണ്ടും നാൻസി വിളിച്ചു, വേഗം വാ ഡേവിഡ്, വേഗം, എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നു, എനിക്കിത് പറയാതെ വയ്യ, പെട്ടെന്ന് വാ. ഡേവിഡ് അതിവേഗത്തിൽ വണ്ടി ആ വലിയ വീടിന്റെ പോർച്ചിൽ കൊണ്ടുചെന്ന് നിർത്തി. വണ്ടിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തിറങ്ങി. നാൻസി, നാൻസി! മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഡേവിഡ് ഹാളിൽ കയറി നാൻസിയെ വിളിച്ചു. അവൾ അടുക്കള ഭാഗത്ത് നിന്നും ഹാളിലേക്ക് കിതച്ചുകൊണ്ടുവന്നു.
അപ്പോഴേക്കും മൈക്കിളും ഹാളിലെത്തി. എന്താ ഉണ്ടായത്? വാ പറയാം. എൻ്റെ കൂടെ ആ ചായ്പിലേക്ക് വാ. ചായ്പിലോ? ആ വേഗം വാ. അവളുടെ പുറകെ തന്നെ ഡേവിഡും മൈക്കിളും ചായ്പിലേക്ക് വേഗത്തിൽ നടന്നു. ചായ്പിൻ്റെ ഉള്ളിൽ കയറിയ നാൻസി ചായ്പിൻ്റെ ഉള്ളിൽ ഒരു വശത്ത് തറയിൽ നിലത്ത് വിരിച്ചിട്ടിരുന്ന ചാക്കിൽ ചൂണ്ടിക്കാണിച്ചു. എന്നതാടി? ഡേവിഡ്, അത് മാറ്റി നോക്ക്. ഡേവിഡ് അടുത്തുപോയി ചാക്ക് മാറ്റി. തറയിൽ തുരുമ്പ് പിടിച്ചൊരു ഇരുമ്പ് വാതിൽ. ഡേവിഡ് മൈക്കിളിനെയും നാൻസിയെയും ഒന്ന് നോക്കി. താഴെ രഹസ്യറ പോലെ എന്തോ ഉണ്ട് മൈക്കിൾ, നീ തുറക്ക്. ഡേവിഡ് പതുക്കെ ആ ഡോറ് മേലോട്ട് കുറച്ച് തുറന്നു. അത് തുറന്നതോടെ ഡേവിഡ് മൂക്കും വായും പൊത്തി ദൂരേക്ക് തെന്നി മാറിയിരുന്നു. അതിരൂക്ഷമായ ദുർഗന്ധം സഹിക്കവയ്യാതെ പുറത്തേക്ക് ഓടിയ നാൻസി ഓക്കാനിച്ചു. മൂക്കുപൊത്തിയ മൈക്കിൾ ഡേവിഡിനോട് പറഞ്ഞു, പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വിളിക്ക്. സർജനെയും ഫോറൻസിക് ടീമിനെയും RDOയെയും വിളിക്ക്. ഡേവിഡ് ഉടൻ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു. അല്പസമയത്തിനകം ആ നിശബ്ദമായ വീടിന് ചുറ്റും ജനം തടിച്ചുകൂടി. ശ്രീജിത്തും കുടുംബവും നാട്ടുകാരും പൗരപ്രമാണിമാരും തുടങ്ങി ഒരു വലിയ ജനക്കൂട്ടം തന്നെ ആ വീടിനും പരിസരത്തും തടിച്ചുകൂടി നിന്നു. ഫോറൻസിക് മെഡിക്കൽ സർജനായ രാധാകൃഷ്ണൻ സാറും RDOയും ഫോറൻസിക് വിദഗ്ധരും സ്ഥലം DYSPയും SP-യും തുടങ്ങി വൻ പോലീസ് സംഘം അവിടെ എത്തി. ചായ്പിൽ കയറി ഡോർ പൂർണ്ണമായും തുറന്നതോടെ രൂക്ഷമായ ദുർഗന്ധം സഹിക്കവയ്യാതെ ചുറ്റുമുള്ള പോലീസുകാരും തടിച്ചുകൂടിയ നാട്ടുകാരും ദൂരോട്ട് മാറി നിന്നു. മൂക്കും പൊത്തി ഗ്ലാസും ഉപയോഗിച്ച് 3-4 പേര് സ്റ്റെപ്പ് വഴി അറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി. ചാക്കിൽ പൊതിഞ്ഞ രീതിയിൽ അഴുകിയ നിലയിൽ പുഴുക്കളിരിച്ച ഒരു മൃതദേഹവുമായിട്ടാണ് അവർ മുകളിലേക്ക് കയറിയത്. അതിരൂക്ഷമായ ദുർഗന്ധം വമിക്കുന്ന ആ ബോഡി അപ്പോൾ തന്നെ ആ വീടിന്റെ പരിസരത്ത് തന്നെ ഒരു ടെന്റ് കെട്ടി മെഡിക്കൽ സർജൻ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുവാൻ തുടങ്ങി. മൈക്കിളും ഡേവിഡും നാൻസിയും ദൂരെ മാറി നിന്നു. മൈക്കിൾ അവരോട് 2 പേരോടും പറഞ്ഞു, അതാണ് ആ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടി. ഇനി അവൾ എങ്ങനെ മരിച്ചു എന്നുകൂടെ അറിഞ്ഞാൽ മതി. മൈക്കിൾ അപ്പോൾ മറ്റേ ആ കത്തി നശിച്ച സ്ത്രീ ഏതാണ്? ഇതൊക്കെ ആരാണ് ചെയ്തത്? അറിയില്ല ഡേവിഡ്. ശരിക്കും എന്താണ് ഉണ്ടായത് നാൻസി? നിനക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു? മൈക്കിൾ, ഇന്നലെ രാത്രിയത്തെ സംഭവം ഓർക്കുന്നില്ലേ? യെസ്. എന്താണ് ഇന്നലെ രാത്രി ഉണ്ടായത്? ഇന്നലെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ കിടന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നതേയില്ല. ആ മുറിയിൽ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്തു. മാത്രവുമല്ല, ഒരാളുടെ സാന്നിധ്യമുള്ളതുപോലെ. ഞാൻ കണ്ണടച്ച് പില്ലോയും മുറുകെ പിടിച്ചു കിടന്നു. അപ്പോൾ ആരോ മുറിക്കുള്ളിലൂടെ നടക്കുന്ന പോലെ തോന്നി. ചെരുപ്പിടാത്ത കാല് തറയിൽ ചവിട്ടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം. ഞാൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു. കുറേ നേരം കണ്ണു തുറന്നു കിടന്നു. പിന്നെ ശബ്ദമോ ഒന്നുമില്ലാതായപ്പോൾ വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. എങ്ങനെയോ ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് പുറത്തെന്തൊക്കെയോ ബഹളം കേട്ടത്. ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരാൻ നിന്നപ്പോൾ മുകളിലേക്ക് ആരോ സ്റ്റെപ്പ് കയറി വരുന്ന ശബ്ദം കേട്ടു. ഡേവിഡ് ആയിരിക്കുമെന്ന് കരുതി ഞാൻ വാതിൽ തുറക്കാതെ ഡേവിഡ്, ഡേവിഡ് എന്ന് വിളിച്ചു. ആരും വിളി കേട്ടില്ല. സ്റ്റെപ്പ് കയറി വന്ന ആ കാൽപാദത്തിന്റെ ശബ്ദം എൻ്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ നിന്നു. പേടിച്ച് കണ്ണടച്ചുകൊണ്ട് എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ വാതിൽ തുറന്നു. പുറത്തൊന്നുമില്ല. മുറിയുടെ വാതിൽ പകുതി അടച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ പാതി അടച്ച മുറിയുടെ വാതിലിൽ അകത്തു നിന്നും ആരോ തട്ടി വിളിക്കുന്ന ശബ്ദമാണ് പിന്നെ ഞാൻ കേട്ടത്. ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ പകുതി ചാരിയിരുന്ന ആ വാതിൽ ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതായി കണ്ടു. അതോടെ ഞാൻ നിലവിളിച്ചു. പക്ഷേ പുറത്തെ ബഹളം കാരണം ആരും എൻ്റെ നിലവിളി കേട്ടില്ല. വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് എനിക്ക് കൈയും കാലും തളർന്ന പോലെയായി. മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാനോ ഉച്ചത്തിൽ വിളിക്കാനോ ഉള്ള ശേഷി എനിക്ക് നഷ്ടപ്പെട്ട പോലെ തോന്നി. ഏറെ നേരം വാതിലിൽ തട്ടി വിളിക്കുന്ന ശബ്ദമുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നിശബ്ദത. ഒന്നും കേൾക്കാതെ ആയപ്പോൾ ഞാൻ മെല്ലെ താഴോട്ടിറങ്ങി. അപ്പോഴാണ് അടച്ചിട്ട മുറി അതിശക്തമായി തുറന്നതും അതിൽ നിന്നും ഒരു കറുത്ത നിഴൽ പോലെ എന്തോ ഒന്ന് എൻ്റെ പുറകെ വന്നത്. ഞാൻ നിലവിളിച്ചുകൊണ്ട് അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. പുറകുവശത്തെ മുറ്റത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ ഓടിക്കയറിയത് വടക്ക് വശത്തെ ആ ചായ്പിലായിരുന്നു. ആ ചായ്പ് വരെ ആ കറുത്ത നിഴൽ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അതത്ര അടുത്ത് വന്നിട്ട് നിഴൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആളെ കാണാൻ പറ്റുന്നില്ല. ഒരു അവ്യക്തമായ രൂപം. പിന്നെ എങ്ങനെ നിനക്ക് അറിയുള്ള കാര്യം മനസ്സിലായി? രാവിലെ എഴുന്നേറ്റ് കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ ഇന്നലെ ചായ്പിൽ കയറിയതും അവിടെ വീണതൊക്കെ എനിക്ക് ചെറുതായി ഓർമ്മ വന്നു. ആ വെപ്രാളത്തിൻ്റെ ഇടയിലാണ് ഞാൻ ആ അറ കണ്ടത്. രാവിലെ ഞാൻ എഴുന്നേറ്റ് ചായ്പിൽ പോയി നോക്കി. എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഞാനത് പതിയെ കുറച്ചു തുറന്നപ്പോൾ സ്മെല്ല്. അപ്പോഴാണ് നിങ്ങളെ വിളിച്ചത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഡോക്ടർ രാധാകൃഷ്ണൻ മൈക്കിളിനെ സമീപിച്ചു. യെസ്, ഇത് അവൾ തന്നെ. ഡോക്ടർ, എന്താണ് മരണകാരണം? മൈക്കിൾ, മൃതദേഹം അധികം ചീഞ്ഞിട്ടില്ലായിരുന്നു. അടച്ചിട്ട് ഒരു അറയ്ക്കുള്ളിൽ നിന്നും എടുത്തതുകൊണ്ടാണ് ഇത്രയധികം ദുർഗന്ധം വമിച്ചത്. മരണകാരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ്. പെൺകുട്ടി ലൈംഗിക പീഡനത്തിനും ഇരയായിട്ടുണ്ട്. ശരീരത്തിൽ ബലപ്രയോഗം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണാനുണ്ട്. കഴുത്തിൽ ഒരു അടയാളം കണ്ടിരുന്നു. തുണി കൊണ്ട് കഴുത്തിൽ മുറുക്കിയതിൻ്റെ പാടുകൾ. അത് നന്നായി പരിശോധിച്ചപ്പോൾ അകത്ത് രക്തം കട്ട പിടിച്ചതായി കണ്ടു. തുണി കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. മറ്റൊന്ന്, വലത് കൈയുടെ എല്ലുകൾക്ക് പൊട്ടുണ്ട്. അത് കൈ പിടിച്ചൊടിച്ചപ്പോൾ സംഭവിച്ചതാകാം.
കൂടാതെ നെറ്റിയിലെ ഒരു വശത്ത് ചുറ്റുക പോലുള്ള ആയുധം കൊണ്ട് ഇടിച്ച പാടുകളുമുണ്ട്. പിന്നെ ആമാശയം പരിശോധിച്ചപ്പോൾ സയനൈഡിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വിഷം കൊടുത്തിട്ട് മരിച്ചിട്ടില്ല എന്ന് കരുതി കഴുത്ത് ഞെരിച്ച് കൊന്നതാവാം. ആൻഡ് ഫൈനലി മരിച്ച പെൺകുട്ടി 3 മാസം ഗർഭിണിയായിരുന്നു. 3 മാസം ഗർഭിണിയോ? വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച മാത്രമേ ആയിരുന്നുള്ളൂ. യെസ്, ഫോറൻസിക് റിപ്പോർട്ട് കൂടി വന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ഈസി ആയിരിക്കും. അവർ ചായ്പിൻ്റെ ഉള്ളിലെ ആ അറയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഉടൻ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴിയെടുക്കണം. ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ഉടൻ ഡേവിഡ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയി. ആ സമയം മൈക്കിൾ ഡോക്ടർ രാധാകൃഷ്ണനുമായി വിശദമായ ചർച്ചയിലായിരുന്നു. 2 ദുരൂഹ കൊലപാതകങ്ങൾ നടന്ന വീടിൻ്റെ ചിത്രങ്ങളും വാർത്തകളും മീഡിയയിലും പത്രങ്ങളിലും വലിയ ചർച്ചാ വിഷയമായി. നാട്ടുകാരിലും വീട്ടുകാരിലും അനാവശ്യ ചിന്തകളും ഭീതിയും ഉടലെടുത്തു. അച്ഛൻ്റെയും അമ്മയുടെയും മൊഴിയെടുത്ത ശേഷം തിരിച്ചു വന്ന ഡേവിഡ് മൈക്കിളിനോട് പറഞ്ഞു, നമ്മൾ സംശയിച്ചത് ശരിയാണ്. ഈ കൊല്ലപ്പെട്ട വീണ എന്ന പേരുള്ള പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഒരാളുമായി അടുപ്പമുണ്ടായിരുന്നു. അവൻ്റെ പേര് ജിഷ്ണു, തൃശ്ശൂരാണ് സ്വദേശം. വീണ അവളുടെ ഇഷ്ടം വീട്ടുകാരോട് പറഞ്ഞെങ്കിലും അവർ എതിർത്തു. ഈ ശ്രീജിത്തുമായി വിവാഹം ഉറപ്പിച്ച വേളയിൽ അവൾ ഒരു തവണ ഒളിച്ചോടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ശ്രീജിത്തുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന്. അവൾ കൂട്ടാക്കിയില്ല. എന്നാൽ വിവാഹത്തിന് 2 ദിവസം മുമ്പ് അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അത്രേ. നിസ്സഹായ അവസ്ഥയിലായ അവൾ മനസ്സില്ലാ മനസ്സോടെ ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. ഇതാണ് അവരുടെ മൊഴി. ആ കാബുവിനെ അറസ്റ്റ് ചെയ്യണം. അവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ഡേവിഡ് ഈ പറഞ്ഞ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കാമുകൻ ജിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം അയാളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം. അയാളുടെ ജോലി എന്താണെന്നും അയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നും ആ സുഹൃത്തുക്കളുടെ ജോലി ഇതൊക്കെ അറിയേണ്ടതുണ്ട്. പിന്നെ മൊബൈൽ ടവർ ലൊക്കേഷൻ, എസ്പെഷ്യലി സംഭവം നടന്ന ദിവസം അവൻ ഏത് ടവർ ലൊക്കേഷൻ പരിധിയിലായിരുന്നു എന്നും അന്വേഷിക്കണം. ശരി മൈക്കിൾ, അന്വേഷിക്കാം. പിന്നെ പ്രധാനമായും അവന് സ്വർണ്ണപ്പണിക്കാരായ സുഹൃത്തുക്കളുണ്ടോ എന്ന് നോക്കണം. കൂടാതെ ഈ ലോറിയും കരിങ്കൽ കോറിയും ഒക്കെ ജോലി ചെയ്യുന്നവരും ഉണ്ടോ എന്ന് നോക്കണം. അതെന്തിനാണ് മൈക്കിൾ സ്വർണ്ണപ്പണിക്കാരനും കോറിക്കാരൊക്കെ? ഈ സാധാരണക്കാർക്ക് എളുപ്പം കിട്ടുന്ന ഒന്നല്ല സയനൈഡ്. സ്വർണ്ണപ്പണിക്കാർക്കും ചില വ്യവസായങ്ങൾക്കും ലബോറട്ടറികൾക്കുമാണ് സയനൈഡ് കിട്ടുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണപ്പണിക്കാരായ സുഹൃത്തുക്കളുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞത്. മറ്റൊന്ന്, പെൺകുട്ടിയുടെ നെറ്റിക്ക് ഒരു വശത്തുള്ള ചുറ്റുക കൊണ്ടിടിച്ച അടയാളത്തിൻ്റെ വലുപ്പവും വ്യാപ്തിയും വെച്ച് അളന്നു നോക്കിയപ്പോൾ അത് സാധാരണ ചുവരിൽ ആണിയടിക്കാൻ ഉപയോഗിക്കുന്ന ചുറ്റിക കൊണ്ട് ഇടിച്ച പാടുകളല്ല. കോറിക്കാരുടെ ലോറിക്കാരുടെ കൈകളിൽ കാണുന്ന വലിയ ചുറ്റിക പോലുള്ള ഒന്നാണ്. ശരി മൈക്കിൾ, അന്വേഷിക്കാം. ഡേവിഡ്, നാൻസി, ഒരു സെക്കൻഡ് വരൂ. ഈ വീണ കൊല ചെയ്യപ്പെട്ട എൻ്റെ ഒരു ഊഹം ഞാനൊന്ന് പറയാം. എൻ്റെ സംശയം മാത്രമാണ്, തെറ്റാവാം ശരിയാവാം. അതായത് സംഭവ ദിവസം ശ്രീജിത്തും കുടുംബവും ജോൽസിനെ കാണാൻ പോയതിനു ശേഷം അവൾക്ക് വളരെയേറെ പരിചയമുള്ള ഒരാളും അയാളുടെ സുഹൃത്തും ഒരു കാറിലോ മറ്റോ ആ വീട്ടിലേക്ക് വന്നു. കോളിംഗ് ബെല്ലടിച്ചു. വീണ വാതിൽ തുറന്നു. അവൻ കൂട്ടുകാരനെ പരിചയപ്പെടുത്തി. അവൾ അടുക്കളയിൽ പോയി ഷെൽഫിൽ നിന്നും പുതിയ 2 കപ്പെടുക്കുന്നു. അതിൽ ചായയും ബേക്കറി പലഹാരങ്ങളുമായി ഹാളിൽ വന്ന് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നു. കഴിച്ചതിന് ശേഷം അവൾ അടുക്കളയിലേക്ക് പോയി. ഈ സമയം അടുക്കളയിൽ പോയ സുഹൃത്തുക്കൾ പുറകിൽ കൂടെ ഷാൾ കൊണ്ട് അവളുടെ കഴുത്തിൽ മുറുകെ പിടിക്കുന്നു. അവൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു. അടുക്കളവാതിൽ തുറന്ന് വടക്ക് വശത്തേക്ക് ഓടുന്നു. ഈ സമയം മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ നിന്ന് ചുറ്റിക പോലുള്ള ആയുധമെടുത്ത് വടക്ക് വശത്തേക്ക് വന്ന മറ്റേ സുഹൃത്ത് അവളുടെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. അവിടെ ചായ്പിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയതിനു ശേഷം ചായ്പിനുള്ളിൽ വെച്ച് അതിലൊരാൾ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. പീഡനത്തിന് ശേഷം സയനൈഡ് കൊടുക്കുന്നു. മരണമുറപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഷാൾ കഴുത്തിൽ മുറുക്കി പിടിക്കുന്നു. പീഡിപ്പിക്കുമ്പോഴാണ് ആ രഹസ്യാറ ശ്രദ്ധയിൽപ്പെട്ടവർ ബോഡി ചാക്കിൽ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിടുന്നു. തുടർന്ന് ചാക്ക് കൊണ്ട് മൂടിയ ശേഷം തിരിച്ചു പോകുന്നു. അതിനുശേഷമാവാം നമ്മളെ കൺഫ്യൂഷനാക്കുന്ന മറ്റേ സ്ത്രീയെ ആ ചായ്പിൽ കൊണ്ടിട്ട് കത്തിച്ചത്. മൈക്കിൾ, കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. അപ്പോൾ അവർ തന്നെയാവാം മറ്റേ സ്ത്രീയെയും ചായ്പിൽ കൊണ്ടിട്ട് കത്തിച്ചത്. ഡേവിഡ്, അതിനു മുമ്പ് മറ്റൊരു ചുരുൾ കൂടി അഴിയാനുണ്ട്. അതെന്താണ് മൈക്കിൾ? ഇന്ന് രാവിലെ ഇവിടുത്തെ ഇടവകപ്പള്ളിയിലെ അച്ഛൻ ഫാദർ ജോർജ് പള്ളിമറ്റത്തിനെ ഞാൻ കണ്ടിരുന്നു. ഫാദറിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെയാണ് കാണാൻ പോയത്. ഫാദർ കുറേ വർഷമായി ഈ ഇടവകപ്പള്ളിയിലെ വികാരിയാണ്. ഫാദറിനോട് ഞാൻ ഈ വീട്ടിൽ നടന്നതും നാൻസിക്കുണ്ടായ അനുഭവങ്ങളും വിശദീകരിച്ചു. അപ്പോഴാണ് ഫാദർ ഇതിനു മുമ്പ് ഇവിടെ താമസിച്ച ആൾക്കാരെക്കുറിച്ചും ആ തൂങ്ങി മരിച്ച പെൺകുട്ടിയുടെയും വിവരങ്ങൾ എനിക്ക് നൽകിയത്. ഇടുക്കിയിലെ ഒരു എസ്റ്റേറ്റിനടുത്ത് അവർ താമസിക്കുന്നുണ്ട്. അവർ ഫാദറുമായി ഫോണിലിടയ്ക്ക് ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഭയക്കരുത്. കർത്താവേ, ഇനി എന്താണ് മൈക്കിൾ? ആ മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ, ആ കാരണവർ, ഇന്നലെ പുലർച്ചെ 2 മണിക്ക് ഫാദറിനെ വിളിച്ചിരുന്നു അത്രേ. ആ കിളവൻ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞത്, ഫാദർ, ഞാൻ ഡാനിയൽ ബെഞ്ചമിനാണ്. അവർക്കും അപകടം സംഭവിക്കുന്നു. അവളും മരിക്കും. അവളെ രക്ഷപ്പെടുത്തൂ ഫാദർ. ഡാനിയൽ കിളവൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കോൾ കട്ട് ചെയ്തു.
ഇതിനു മുൻപ് ആ കിളവൻ വിളിച്ചത് വീണ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു. അന്ന് അയാൾ പറഞ്ഞത് ഫാദർ ഡാനിയൽ ബെഞ്ചമിനാണ്. തലയ്ക്കുമീതെ കഴുകൻ കണ്ണുകൾ പറക്കുന്നു, ശവന്തേനി പക്ഷികൾ മണത്തു വരുന്നു, നാളത്തെ പകൽ അവരുടേതാണ്. ഇതാണ് ഫാദർ എന്നോട് പങ്കുവച്ചത്. ഈ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ ഇതിനു മുമ്പ് ഇവിടുത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ എബ്രഹാം ബെനഡിക്കുമായി ബന്ധപ്പെടണമെന്ന് ഫാദർ പറഞ്ഞു. എബ്രഹാം ഫാദറിനെ നേരിട്ട് കാണാൻ പറ്റില്ല. ഫാദർ ഇപ്പോൾ വത്തിക്കാനിലാണ്. നമ്മളിനി എന്തു ചെയ്യും? നമ്മളിപ്പോൾ ഇടുക്കിയിലെ എസ്റ്റേറ്റിൽ പോയി ആ കിളവനെയും കുടുംബത്തെയും കാണുന്നു. ഡാനിയൽ ബെഞ്ചമിനെ. അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. അയാൾക്ക് വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് മൈക്കിൾ. ഉച്ച കഴിഞ്ഞ് അവർ ഇടുക്കിയിലേക്ക് പുറപ്പെടാനൊരുങ്ങി. മൈക്കിൾ കാറെടുത്തു. നാൻസിയും ഡേവിഡും കയറി. ആ വലിയ വീടിന്റെ ഗേറ്റ് കടന്ന് കാർ പോകുമ്പോൾ നാൻസി വീട് നോക്കിയിട്ട് പറഞ്ഞു, ഗോസ്റ്റ് ഹൗസ്. എന്താ നാൻസി? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മൈക്കിൾ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നു? ഈ വീട് ശരിക്കും ആരുടേതാണെന്നറിയണം. ഇതിന്റെ യഥാർത്ഥ അവകാശിയും കുടുംബവും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദുരൂഹത നിറഞ്ഞ വീടും കൊലപാതകങ്ങളും അല്ലേ? വണ്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വഴിയിൽ വെച്ച് അവർ സുദേവനെ കണ്ടു. എങ്ങോട്ടേക്കാ സാറേ? ആ സുദേവൻ, ഞങ്ങൾ ഇടുക്കി വരെ കേസിന്റെ കാര്യവുമായി പോവാണ്, വന്നിട്ട് കാണാം. ശരി സാറേ. ഞാൻ ഷോപ്പടച്ച് ഊണ് കഴിക്കാൻ പോവായിരുന്നു വീട്ടിൽ. ശരി സുദേവൻ, കാണാം. രാത്രി 7 മണിയോടെ അവർ ഇടുക്കിയിലെത്തി. വഴിയരികിലുള്ള കടകളിൽ നാട്ടുകാരോടും ചോദിച്ച് ഡാനിയലിന്റെ വീട് അന്വേഷിച്ച് അവർ യാത്ര തുടർന്നു. ഇടുക്കിയുടെ വനാന്തരങ്ങളിലൂടെ രാത്രിയാത്ര അവർ മൂവരും നന്നായി ആസ്വദിച്ചു. എസ്റ്റേറ്റിന് ഇടയിലുള്ള തേയിലത്തോട്ടത്തിന് കുറുകെയുള്ള പാതയിൽ കൂടെ ഡാനിയലിന്റെ വീട് ലക്ഷ്യമാക്കി അവരുടെ വണ്ടി പാഞ്ഞു. അകലെ തേയിലക്കാടുകളും കഴിഞ്ഞ് കുറെ മുന്നോട്ട് പോയപ്പോൾ ദേവദാരു വൃക്ഷങ്ങൾ നിറഞ്ഞ പാരലൽ ഫോറസ്റ്റിന്റെ ഉൾവശം പോലെ എന്തൊക്കെയോ ഇടതൂർന്ന മരങ്ങൾക്കിടയിലെ ഇരുട്ടിൽ ഒരു പഴയ ബംഗ്ലാവും ഒരു ചെറിയ വെളിച്ചവും. വീടിന്റെ 200 മീറ്റർ അകലെ വണ്ടി നിർത്തി മൈക്കിൾ വണ്ടിയുടെ ഗ്ലാസ് തുറന്നു. അതിശക്തമായി അടിക്കുന്ന തണുത്ത കാറ്റും കൂരിരുട്ടും വണ്ടി മെല്ലെ ബംഗ്ലാവിന്റെ മുറ്റത്ത് കൊണ്ടുചെന്ന് നിർത്തി. മൊത്തത്തിൽ ഒരു ശ്മശാന മൂകതയല്ലേ മൈക്കിൾ? വീടിന്റെ വരാന്തയിൽ കയറി അവർ മണി മുഴക്കി. ആരാണ് പുറത്ത്? അകത്തു നിന്നും ഒരു വൃദ്ധന്റെ ശബ്ദം മാത്രം. ഞങ്ങൾ പാലക്കാട് നിന്നും വരികയാണ്. ഫാദർ ജോർജ് പള്ളിമറ്റം പറഞ്ഞിട്ട് വരുന്നവരാണ്. അകത്തേക്ക് വരാം. ഒരു കനത്തിലാണ് ആ വൃദ്ധൻ അത് പറഞ്ഞത്. അവർ വാതിൽ തുറന്നതും ചെറുതാ എന്ന് പേടിച്ചു. അകത്തൊരു ചാരുകസാരയിൽ ഇരുന്ന് തീ കൂട്ടിയിട്ട് ചൂടുകായുന്ന കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു കിളവൻ. പേടിച്ചോ നിങ്ങൾ? ഇരിക്കൂ. വെറ്റില ചവച്ച് ചുവന്ന പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ആ കിളവൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു. മൈക്കിൾ ചുവരിലേക്ക് നോക്കി. ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ പടം കണ്ടു. അയാൾ ചോദിക്കാനൊരുങ്ങവേ ആ കിളവൻ അവരോട് പറഞ്ഞു, എൻ്റെ മോളാണ്. നിങ്ങൾ ഇന്നലെ വരെ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൂങ്ങി മരിച്ച എൻ്റെ മകൻ്റെ ഭാര്യ. ചേട്ടൻ്റെ ഭാര്യയും മകനും? ഭാര്യയില്ല, അവള് പോയി. മകൻ അകത്തെ ബെഡിൽ കിടക്കുന്നുണ്ട്. അവന് എഴുന്നേൽക്കാൻ പറ്റില്ല. ഡേവിഡ് അകത്ത് പോയി നോക്കി. അയാളും ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച് കിടക്കുന്നു. തിരിച്ചു വന്ന ഡേവിഡ് ഡാനിയൽ ബെഞ്ചമിനോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ രണ്ടാളും ഗ്ലാസ് വെച്ചിരിക്കുന്നത്, അതും ഈ രാത്രി? ഡേവിഡ് പറഞ്ഞു തീരും മുമ്പ് ബെഞ്ചമിൻ കണ്ണടയൂരി. 2 കണ്ണും ചൂഴ്ന്നെടുത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാഴ്ച കണ്ട നാൻസി കൈകൊണ്ട് മുഖം പൊത്തിക്കളഞ്ഞു. ഞങ്ങൾക്ക് രണ്ടാൾക്കും കണ്ണില്ല. കണ്ണുകൾ ഞങ്ങൾ തന്നെ പരസ്പരം ചൂഴ്ന്നെടുത്ത് കളഞ്ഞു, ഒന്നും കാണാതിരിക്കാൻ വേണ്ടി. ഡേവിഡും മൈക്കിളും നാൻസിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ബെഞ്ചമിൻ ചെയറിൽ നിന്നും എഴുന്നേറ്റ് അവരോട് പറഞ്ഞു, ഇനി കൂടുതലായി നാളെ പകൽ സംസാരിക്കാം. എനിക്ക് ഉറങ്ങണം. നിങ്ങൾക്ക് 2 മുറികൾ മുകളിലുണ്ട്, പോയി കിടന്നോളൂ. അല്ല, ഞങ്ങൾ പുറത്ത് താമസിച്ചോളാം എവിടെയെങ്കിലും. ഡേവിഡ് അത് പറഞ്ഞപ്പോൾ ഡാനിയൽ വീണ്ടും അട്ടഹസിച്ചു. കാട്ടാനകളും പുലികളും ക്ഷുദ്രജീവികളും ഉറങ്ങുന്ന കാടാണ്. രാത്രി പോവാൻ കഴിയില്ല, പോയി കിടന്നോളൂ. ചോദ്യങ്ങളും ഉത്തരങ്ങളും രാവിലെ ആവാം. വേറൊരു കാര്യം, സ്ത്രീക്കൊപ്പം ഈ വീട്ടിൽ പുരുഷന്മാർക്ക് കഴിയാൻ പറ്റില്ല. കൂട്ടത്തിൽ കൊച്ചിന് വേറെ മുറി കൊടുക്ക്. മൈക്കിളും ഡേവിഡും നാൻസിയും മുകളിലത്തെ നിലയിലേക്ക് പോയി. ഇയാൾക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ? ഒരുമിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവാനാണ്? നീ എൻ്റെ കൂടെ കിടന്നോളൂ നാൻസി. ഡേവിഡ് പറഞ്ഞതിന് ശേഷം താഴെ ഹാളിൽ നിന്നും ബെഞ്ചമിൻ വിളിച്ചു പറഞ്ഞു, ഒരുമിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇരുട്ടി വെളുക്കും മുമ്പ് നീ ചോര തുപ്പി ചത്തുപോകും. അയാൾ പറഞ്ഞ പോലെ അവർ 2 മുറികളിലായി കിടന്നു. നാൻസി ഒരു മുറിയിലും മൈക്കിളും ഡേവിഡും മറ്റൊരു മുറിയിലും. അടുത്തടുത്ത മുറി ആയതുകൊണ്ട് തന്നെ നാൻസിക്ക് അത്ര ഭയമില്ലായിരുന്നു. രാത്രി ഏറെ വൈകും വരെ മൈക്കിൾ ഒരു ഡോക്ടറുമായി സംഭാഷണത്തിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് മൈക്കിൾ വന്ന് കിടന്നപ്പോൾ ഡേവിഡ് ചോദിച്ചു, ആരായിരുന്നു? അത് എറണാകുളത്തെ ഒരു ഡോക്ടറാണ്. ഈ ബെഞ്ചമിനെ ഡോക്ടർക്ക് അറിയാം. ഇയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാൻ വിളിച്ചതാണ്. ബാക്കി രാവിലെ പറയാം, കിടന്നോളൂ. അർദ്ധരാത്രി കഴിഞ്ഞു കാണും. ആരോ വിളിക്കുന്ന പോലെ തോന്നിയിട്ട് നാൻസി ഉണർന്നു. നാൻസി കണ്ണു തുറന്ന് മൊബൈൽ ഫ്ലാഷ് ഓൺ ചെയ്തപ്പോൾ അവളുടെ കണ്ണിന് മുന്നിൽ ഒരാളുടെ കൈ. അവൾ ഫ്ലാഷ് മുഖത്തേക്ക് തിരിച്ചു. ആരാ എന്ന് ചോദിച്ചതും നാൻസി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് മൈക്കിളും ഡേവിഡും കിടന്ന മുറിയിലേക്ക് കിതച്ചുകൊണ്ട് ഓടിക്കേറി. എന്താ നാൻസി, എന്തുണ്ടായി?
അവൾ ആ താഴെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിലുള്ള അവൾ എൻ്റെ മുറിയിൽ, വർഷങ്ങൾക്ക് മുമ്പ് തൂങ്ങി മരിച്ച അവൾ എൻ്റെ മുറിയിലുണ്ട്, ചെന്ന് നോക്ക്. മൈക്കിളും ഡേവിഡും അവരുടെ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്നു. നാൻസി കിടന്ന മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ ആ ഡോറിന് താഴെ ഒരു നിഴൽ മുന്നോട്ട് നടന്നു വരുന്നത് അവർ 3 പേരും കണ്ടു. പാതിയടച്ച മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന നിഴലിൻ്റെ യഥാർത്ഥ രൂപത്തെ കണ്ടപ്പോൾ മൈക്കിളും ഡേവിഡും ഞെട്ടി. നാൻസി പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് തൂങ്ങി മരിച്ച പെൺകുട്ടി തന്നെ. പേടിക്കണ്ട, ഞാൻ പ്രേതമോ ഭൂതമോ ഒന്നുമല്ല. പിന്നെ നീ ആരാ? നീയല്ലേ ആത്മഹത്യ ചെയ്ത ആള്? നിന്റെ പടമാണല്ലോ പുറത്ത് മെഴുകുതിരി കത്തിച്ച് വച്ചിരിക്കുന്നത്, ഡേവിഡ് അവളോട് ചോദിച്ചു. അതെൻ്റെ സിസ്റ്ററാണ് സ്റ്റെല്ല, ഞങ്ങൾ ട്വിൻസാണ്. ചേച്ചിയാണ് ആത്മഹത്യ ചെയ്തത്. ചേച്ചിയോ? ആ അത് പോട്ടെ, ഞങ്ങൾ ഈ വീട്ടിൽ വന്നു കയറി കുറേ നേരമായി നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഞാൻ കുറച്ചു മുമ്പാണ് ഇവിടെ വന്നത്. കണ്ണു കാണാതെ ഇവർക്കൊരു കൂട്ടിന് വരുന്നതാണ്. എൻ്റെ വീട് ഇതിൻ്റെ താഴെ അടിവാരത്താണ്. നീ എന്തിനാ പിന്നെ മിണ്ടാതെ മുറിക്കുള്ളിൽ കയറിയത്? നിങ്ങൾ ഉറങ്ങുകയല്ലേ, ശല്യപ്പെടുത്തണ്ട, രാവിലെ പരിചയപ്പെടാമെന്ന് വെച്ചു. ബെഡ്ഷീറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ മുറിയിൽ വന്നത്. അതെടുക്കാൻ നേരം ഈ പെൺകുട്ടി നിലവിളിച്ചു. ശരി ശരി, ബെഡ്ഷീറ്റ് എടുത്ത് നിങ്ങൾ പോയിക്കോളൂ. ഡേവിഡ് പറഞ്ഞപ്പോൾ അവൾ മുറിക്കുള്ളിലേക്ക് തന്നെ പോയി ബെഡ്ഷീറ്റ് എടുത്ത് താഴെ ഇറങ്ങിപ്പോയി. നീ പോയി കിടന്നോളൂ നാൻസി, എനിക്കിനി ഉറക്കം വരില്ല. ഒന്നും ഉണ്ടാവില്ല, ചുമ്മാ പേടിക്കാതെ പോയി കിടക്ക്. അവരെല്ലാവരും മുറിയിൽ പോയി കിടന്നു. നേരം പുലരുന്ന വേളയിൽ തന്നെ നാൻസി എഴുന്നേറ്റു. കാടിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും തണുപ്പും. അവൾ കർട്ടൻ നീക്കി ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കി. സുവർണ ശോഭയോടെ പ്രകാശിക്കുന്ന സൂര്യകിരണങ്ങളും അലസമായി പാറിക്കളിക്കുന്ന മഞ്ഞുപാളികളും തൊട്ടുമുന്നിലെ തേയിലക്കാടുകളും മൂടിപ്പുതച്ചു നിൽക്കുന്ന പച്ച പരവതാനി കണക്കുള്ള വൻമര ശിഖരങ്ങളും പലതരം പേരറിയാത്ത കിളികളുടെ മനോഹരമായ ശബ്ദങ്ങളും. അത്രയേറെ മനോഹരമായിരുന്നു കാടും കാടിന് നടുവിലെ ആ വീടും. നാൻസി ഒരു ഷാളെടുത്ത് കഴുത്തിലൂടെ ഇട്ട് ഡേവിഡിൻ്റെയും മൈക്കിളിൻ്റെയും മുറിയിലേക്ക് നടന്നു. രണ്ടുപേരും നല്ല ഉറക്കം. കുറച്ചു കഴിഞ്ഞ് വിളിക്കാം, അകത്ത് പോയി ഒരു കോഫി ഇടാം എന്ന് മനസ്സിൽ കരുതി അവൾ സ്റ്റോപ്പ് ഇറങ്ങി താഴെ ഹാളിലെത്തി. എല്ലാ മുറികളും അടച്ചിരുന്നു. ആരും എഴുന്നേറ്റില്ല എന്ന് തോന്നുന്നു. അവൾ അടുക്കള എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിച്ച് അടുക്കളയിലേക്ക് പോയി. പാതിചാരി അടുക്കള വാതിൽ അവൾ തുറന്നു. അകത്ത് പാത്രങ്ങളോ ഗ്യാസോ ചായപ്പൊടിയോ പഞ്ചസാരയോ അങ്ങനെ ഒന്നുമില്ല. ഇവരൊന്നും വച്ചുണ്ടാക്കി കഴിക്കാറില്ലേ? അടുക്കള മൊത്തം നിരീക്ഷിച്ച് അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഓ, ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ താഴെ അടിവാരത്തുള്ള വീട്ടിൽ നിന്നാവും ഇവർക്ക് ഫുഡ് കൊണ്ടുവരുന്നത്. എന്നാലൊരു കോഫി ഇടാൻ പറ്റിയില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് അവൾ ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ നിറയെ പൊടിയും മാറാലേ. അവൾ ടാപ്പ് തുറന്ന് വെള്ളം വരുന്നുണ്ട്. ഇനി ഇതും ഇവൾക്ക് പതിവില്ലയാവോ എന്നവൾ ചിന്തിച്ചു. അവൾ പുറത്തിറങ്ങി അടുക്കള ഭാഗത്ത് നിന്നും പുറത്തേക്കുള്ള അടച്ചിട്ട വാതിൽ തുറന്നു. ഇത്തിരി കഷ്ടപ്പെട്ടാണ് അവളത് തുറന്നത്. വാതിൽ തുറന്നതോടെ അവളുടെ കണ്ണിലും തലയിലും പൊടിയായി. അവൾ കണ്ണിലെയും മുഖത്തെയും പൊടി തുടച്ചു. കണ്ണ് തിരുമ്പി നോക്കുമ്പോൾ ഒരു കീറിയ ബനിയനും ഒരു നിക്കറുമിട്ട് വെറ്റില ചവച്ച് കറയുള്ള പല്ലുകൊണ്ട് ഇളിച്ചു നിൽക്കുന്ന ഒരാളെ മുന്നിൽ കണ്ടു. അയ്യോ! നാൻസി പെട്ടെന്ന് ഞെട്ടി നിലവിളിച്ചു. അയ്യോ അമ്മ, ആരാണ് നീ? നീങ്ക യാര്? വെളിയിൽ കാറ് കിടക്കണ പാത്തേ, യാര് നീങ്ക? അയാളുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവളുടെ കയ്യിലും ചൂലും ഒരു ബക്കറ്റും ഉണ്ടായിരുന്നു. ചുവന്ന മുടിയുള്ള അവൾ അയാളുടെ ഭാര്യയാണെന്ന് അവൾക്ക് തോന്നി. മുറുക്കാൻ ചവച്ചുകൊണ്ട് അവളും അടുത്തു വന്ന് നാൻസിയെ നോക്കി. നാൻസി അടുക്കളവാതിൽ അടച്ചു. മുകളിലേക്ക് കയറി ഡേവിഡിനെയും മൈക്കിളിനെയും വിളിച്ചു. അവർ എഴുന്നേറ്റു. അപ്പോഴേക്കും മുറ്റത്ത് കുറച്ചു പേർ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവർ വാതിൽ തട്ടിയും മണിയടിച്ചും അവരെ വിളിച്ചു. നാൻസി, ആ കണ്ണുപൊട്ടൻ, ആ കിളവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? നീ ചെന്ന് അവളെ വിളിക്ക്, ആ ട്വിൻ സിസ്റ്ററെ. അവളോട് വാതിൽ തുറന്ന് എന്താ എന്ന് നോക്കാൻ പറ. ശരി, ഞാൻ വിളിക്കാം. നാൻസി സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഹാളിലെത്തി. കിളവൻ കിടക്കുന്ന മുറിയിൽ മെല്ലെ തട്ടി. അങ്കിൾ, അങ്കിൾ. അവൾ തട്ടി വിളിച്ചിട്ടും വിളി കേട്ടില്ല. അവൾ മെല്ലെ വാതിൽ തുറന്നു നോക്കി. അകത്ത് ബെഡിലോ മുറിയിലോ ആരുമില്ല. നാൻസി അടുത്ത മുറിയിൽ കിടപ്പിലായ അയാളുടെ മകൻ്റെ അടുത്ത് പോയി. വാതിൽ മെല്ലെ തുറന്നു. ആ മുറിയിലും ആരുമില്ല. നാൻസി ഹാളിൽ നിന്നും ഡേവിഡിനെയും മൈക്കിളിനെയും വിളിച്ചു. ഡേവിഡ്, മൈക്കിൾ, പെട്ടെന്നിറങ്ങി വാ. അവര് രണ്ടുപേരും താഴേക്ക് ഓടി വന്നു. എന്താ നാൻസി? ഇവിടെ ആരുമില്ല. ആരുമില്ലേ? എല്ലാവരും എവിടെ പോയി? ആരുമില്ല. എല്ലാ മുറിയിലും നോക്കി. ആ കിളവനും അയാളും ആ പെണ്ണുമില്ല. ഓ, നീ ബഹളം വയ്ക്കാതെ. അവർ മൂവരും താഴെ അടിവാരത്തുള്ള ആ പെണ്ണിൻ്റെ വീട്ടിലോ എസ്റ്റേറ്റിലോ എങ്ങോട്ടെങ്കിലും പോയി കാണും. അല്ല, പുറത്തെന്താ ഇത്ര ബഹളം? ഡേവിഡ് ചോദിച്ചു. അറിയില്ല, നീ പോയി വാതിൽ തുറന്ന് ചോദിക്ക്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഏത് നശിച്ച നേരത്താണാവോ നിങ്ങളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? നീ ടെൻഷനാവില്ലേ നാൻസി? ഡേവിഡേ, നീ ചെന്ന് വാതിൽ തുറന്ന് ചോദിക്കടാ എന്താ കാര്യമെന്ന് മൈക്കിൾ ഡേവിഡിനോട് പറഞ്ഞു. ഡേവിഡ് പോയി വാതിൽ തുറന്നു. പുറത്തു കുറെ എസ്റ്റേറ്റിലെ തൊഴിലാളികളും ഒരു രാഷ്ട്രീയ നേതാവിനെയും കണ്ടു. ആൾക്കൂട്ടത്തിൽ നിന്നും മുന്നോട്ട് വന്ന അയാൾ ചോദിച്ചു, ആരാണ് നിങ്ങളൊക്കെ? എന്തിനിവിടെ കയറി താമസിക്കുന്നു? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ്? ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതപ്രകാരമാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. മൈക്കിൾ പുറത്തു വന്ന് എല്ലാവരോടും അത് പറഞ്ഞപ്പോൾ കൂടി നിന്നവരൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ആ രാഷ്ട്രീയ നേതാവ് വളരെ പതിഞ്ഞ സ്വരത്തിൽ അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു,
ഉടമസ്ഥനോ? ഏതുടമസ്ഥൻ? ബെഞ്ചമിൻ ഡാനിയൽ. അത് കേട്ടതോടെ വരാന്തയിൽ കയറി നിന്ന ആൾക്കാർ മുറ്റത്തേക്ക് ഇറങ്ങി. കൂടി നിന്ന സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ട മൈക്കിൾ അവരോട് ചോദിച്ചു, എന്താണ് കാര്യം? പറയടോ, ഇവിടെയുള്ള ആ കിളവനും അയാളും ആ പെണ്ണും എവിടെ? അവരെ രാവിലെ മുതൽ കാണാനില്ല. സത്യം പറഞ്ഞോ, ഞാൻ പോലീസാണ്. എല്ലാറ്റിനെയും പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും ഞാൻ. ഡേവിഡ് അതും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. ആ സാർ, ഇത് എന്തോന്നാ ഈ പറയുന്നത്? ഈ ബെഞ്ചമിനും അയാളുടെ ഭാര്യയും മകനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരൊക്കെ ചത്തിട്ട് 2 വർഷമായി. അത് കേട്ടതോടെ അവർ 3 പേരും ഞെട്ടി. ഡേവിഡ് വീണ്ടും അവരോട് തർക്കിക്കാൻ നിന്നപ്പോൾ നാൻസി പറഞ്ഞു, വേണ്ട വാ, അകത്തോട്ട് പോകാം. ഡേവിഡിനെ കൂട്ടി നാൻസി അകത്തേക്ക് പോയി. അടുക്കളയിലെ അവസ്ഥയും ബാത്റൂമിലെ പൊടികളും വർഷങ്ങളായി തുറക്കാത്ത അടുക്കളവാതിലൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. മുറ്റത്തേക്ക് ഇറങ്ങിയ മൈക്കിൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളൊരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്ന് വരികയാണ്. ഇന്നലെ രാത്രി വൈകിയാണ് ഞങ്ങളിവിടെ എത്തിയത്. ആരെയും കാണാത്തത് കൊണ്ടാണ് ഇവിടെ കയറി താമസിച്ചത്. അങ്ങനെ പറ സാറേ. രാത്രി വൈകി ഒരു കാർ ഇങ്ങോട്ട് വരുന്നത് പോലെ തോന്നിയിരുന്നുവെന്ന് ചോവൻ പറഞ്ഞു. ആരാണ് ഈ ചോവൻ? നാന്താ സാറേ ചോവൻ. ഇതൻ പൊണ്ടാട്ടി ജാനകി. ബെഞ്ചമിനും കുടുംബവും മരിച്ചത് മുതൽ ഈ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് ചോവനും ഭാര്യയുമാണ്. ബെഞ്ചമിൻ സാറിന്റെ വിശ്വസ്തനായിരുന്നു ഇവർ. ഇവിടെ കാറ് കണ്ടിട്ടാണ് ചോവൻ നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്നത്. ബെഞ്ചമിനും കുടുംബവും എങ്ങനെയാ മരിച്ചത്? അറിയില്ല സാറേ. പാലക്കാട് വീടെടുത്ത് താമസിച്ചപ്പോൾ മകന്റെ ഭാര്യ എങ്ങനെയോ മരിച്ചു. അതിനുശേഷം ഇവിടേക്ക് തിരിച്ചു വന്ന അവർ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാനോ ആരോടും സംസാരിക്കാനോ കൂട്ടാക്കാറില്ലായിരുന്നു. ചോവന് മാത്രമേ അവരെ കാണാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാത്രി കുറെ ബഹളം ഈ വീട്ടിൽ കേട്ടു സാറേ. അന്ന് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി വൈകിയാണ് ഞാൻ വന്നത്. വീടിന്റെ ഉള്ളിൽ ഭയങ്കര ബഹളമായിരുന്നു. അന്ന് രാത്രി കറണ്ടുമില്ല. ഇരുട്ടത്ത് ബഹളം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. കൂടെ ഒരു പെൺകുട്ടിയുടെ ശബ്ദവും കേട്ടു സാറേ. അടുത്ത ദിവസം അവരെ കാണാനില്ല. ചോവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സാറും ഭാര്യയും മകനും കോയമ്പത്തൂർക്ക് പോയി എന്ന്. പിന്നെ മരിച്ചത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? 1 മിനിറ്റ് സാറേ. ഡേയ് ചോവ, വാടയെങ്കേ അന്ത പത്രം എടുത്തു വാ. ആ നേതാവ് ചോവനെ പത്രം എടുക്കാനായി അയാളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞ് പത്രം എടുത്തു വന്ന് മൈക്കിളിനെ കാണിച്ചു കൊടുത്തു. അത് 2 വർഷം മുമ്പത്തെ പത്രമായിരുന്നു. അതിൽ ഡാനിയൽ ബെഞ്ചമിനും കുടുംബവും മരണപ്പെട്ട വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തമിഴ് പത്രമായിരുന്നു അത്. തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് വെച്ചാണ് സംഭവം നടന്നത്. അതിനുശേഷം ആ വീടാരും നോക്കാതെയായി. ചോവനും ഭാര്യയും പകൽ വന്ന് വൃത്തിയാക്കും. വൈകുന്നേരം വന്ന് ലൈറ്റിട്ട് അവർ തിരിച്ചു പോകും. മൈക്കിൾ പത്രമെടുത്ത് അകത്തേക്ക് പോയി. കൂടി നിന്നവർ ഓരോരുത്തരായി അവിടെ നിന്ന് തിരിച്ചും പോയി. പത്രം ഡേവിഡിന് കാണിച്ചു കൊടുത്തു. മൈക്കിൾ സോഫയിലേക്ക് ഇരുന്നു. പത്രം നോക്കിയ ഡേവിഡും നാൻസിയും പേടിച്ച് വിളറിയ മുഖത്തോടെ ആ വീടിന് ചുറ്റും നോക്കി. ഡേവിഡ്, നമുക്ക് പോകാം. മതിയാകാം ഇത്. എനിക്കെന്തോ പേടിയാകുന്നു. നമുക്ക് പുറപ്പെടാം അല്ലേ മൈക്കിൾ? പുറപ്പെടാം. പുറത്തു കൂടി നിന്നവരൊക്കെ പോയ വേളയിൽ അവർ ഇരുന്നിരുന്ന ഹാളിന്റെ വടക്കുവശത്ത് ജനാലയിൽ കൂടെ ചോവന്റെ നോട്ടം അവരെ മൂവരെയും ഭയപ്പെടുത്തി. ചോവൻ ജനാലയിൽ കൂടെ മുറുക്കാൻ ചവച്ച് അവരെ മൂവരെയും നോക്കിയ ശേഷം നടന്നുപോയി. ബാഗൊക്കെ എടുത്ത് അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചു. നാൻസി ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി പുതച്ചായിരുന്നു. അത് കണ്ടതോടെ മൈക്കിൾ ചോദിച്ചു, എന്തു പറ്റി ഇവൾക്ക്? പനി. പേടിച്ച് പനി അവൾക്ക്. അവർ വണ്ടിയിൽ കയറി ആ വലിയ വീടിന്റെ മുന്നിലെ കൂറ്റം മരങ്ങൾക്കിടയിൽ കൂടെ തേയിലത്തോട്ടവും എല്ലാം കഴിഞ്ഞ് വണ്ടി ചോവന്റെ വീടിന്റെ അടുത്തെത്തി. മൈക്കിൾ ഡേവിഡിനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ മൈക്കിൾ ചോവന്റെ വീട്ടിലേക്ക് നടന്നു. ഒരു ഓലമേഞ്ഞ ചെറിയ കൂരയിലായിരുന്നു ചോവനും ഭാര്യയും താമസിച്ചിരുന്നത്. അടുത്തടുത്തായി ചെറുതും വലുതുമായ വീടുകളുണ്ടായിരുന്നു. ചോവാ, ഇങ്ക വാ. മൈക്കിൾ ചോവനെ അടുത്തേക്ക് വിളിച്ചു. അയാളോട് കൈ കാണിക്കാൻ ആവശ്യപ്പെട്ടു. കൈ നീട്ടിയ ചോവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മൈക്കിൾ ചോദിച്ചു, ബെഞ്ചമിൻ സാർ എങ്കേ? അവർ പോയിട്ടേ സാർ, സത്ത് പോയിട്ടേ. 2 വർഷമാച്ച്. വരമാട്ടെ സാർ. ചോവൻ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അകത്തേക്ക് പോയി. മൈക്കിൾ ചുറ്റുമൊന്ന് നോക്കിയതിനു ശേഷം തിരിച്ചു വണ്ടിയിലേക്ക് കയറി. അടിവാരം കഴിഞ്ഞപ്പോൾ മൈക്കിളിന് ഒരു ഫോൺ കോൾ വന്നു. ട്രൂ കോളറിൽ പേര് കാണിച്ചത് ഡാനിയൽ ബെഞ്ചമിൻ എന്നായിരുന്നു. ഡേവിഡ് അത് കണ്ടതോടുകൂടി വണ്ടി നിർത്തി. മൈക്കിൾ കോൾ എടുത്ത് ലൗഡ് സ്പീക്കറിലിട്ടപ്പോൾ അപ്പുറത്തു നിന്നും ഒരു ചിരി. ഒരു സൈക്കോയെ പോലെ അയാൾ വിളിച്ചു, മൈക്കിളേ, മൈക്കിളേ, മൈക്കിളേ. ആ കിളവന്റെ ചിരിയും സംസാരവും കേട്ടപ്പോൾ നാൻസിയും ഡേവിഡും ഒന്ന് പേടിച്ചു. ഹലോ ബെഞ്ചമിൻ, നിങ്ങൾ എവിടെയാണ്? നിങ്ങളെ ആരെയാണ് ഈ പറ്റിക്കുന്നത്? പറ്റിക്കുന്നോ? ദാ ഞാനും മോനും ദേ മോളും ഇവിടെ ബംഗ്ലാവിൽ തന്നെ ഉണ്ടല്ലോ. അകത്ത് കിടന്നുറങ്ങുന്ന ഞങ്ങളോട് യാത്ര പോലും പറയാതെ നിങ്ങൾ പോയി അല്ലേ? ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും സംസാരിക്കുന്ന ബെഞ്ചമിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഡേവിഡ് പറഞ്ഞു, ഡോ കരുട കണ്ണുപൊട്ട, താൻ എവിടെയായാലും തൻ്റെ കളി എന്തായാലും തന്നെ ഞാൻ പൂട്ടും. നോക്കിക്കോ താൻ. ചത്തുമലച്ച് പരലോകത്തുള്ള എന്നെ പൂട്ടുമെന്നോ? മൈക്കിൾ, നീ ഫോൺ കട്ടാക്കിയേ. ഈ ഭ്രാന്തന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ഭ്രാന്താവുന്നു. ഡേവിഡ് മൈക്കിളിനോട് പറഞ്ഞു. വണ്ടിയെടുത്തു. അയാൾ ഇന്ന് പുലർച്ചെ സ്ഥലം വിട്ട് കാണും. എന്നിട്ട് ജീവിച്ചിരിപ്പില്ല. പത്രവാർത്ത, നേതാവ്, ചോവൻ, ചേന എല്ലാം മൂടായ്പാണ്.
ഡേവിഡ് ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് വണ്ടി വേഗത്തിൽ മുന്നോട്ട് വിട്ടു. അപ്പോഴാണ് മൈക്കിളിൻ്റെ വാട്സപ്പിൽ ഒരു ഫോട്ടോ വന്നത്. ബെഞ്ചമിൻ അയച്ച ആ ഫോട്ടോ കണ്ട് എല്ലാവരും ഞെട്ടി. അവർ കുറച്ചു മുമ്പ് പുറപ്പെട്ട ആ ബംഗ്ലാവിലെ സോഫയിൽ ബെഞ്ചമിനും മകനും ആ പെൺകുട്ടിയും ഇരിക്കുന്നു. പഴയ ഫോട്ടോ ആയിരിക്കുമെന്ന് പറയാൻ വന്ന ഡേവിഡിനെ തടഞ്ഞ് നാൻസി പറഞ്ഞു, ദാ ഞാൻ രാവിലെ സോഫയിൽ വെച്ച ആ ഫ്ലവർ, ദാ ആ പത്രവും ദാ ഇരിക്കുന്നു. ഒന്നും ചോദിക്കാൻ നിന്നില്ല. വണ്ടി തിരിച്ച് അതിവേഗത്തിൽ ഡേവിഡ് ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ആ വണ്ടി അതിവേഗത്തിൽ പാഞ്ഞ് ആ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കൊണ്ടുചെന്ന് നിർത്തി. പുറകെ തന്നെ ആ രാഷ്ട്രീയ നേതാവും ചോവനും ഓടി വന്നു. ഡേവിഡ് ആ വീടിൻ്റെ വാതിൽ ചവിട്ടി തുറന്നു. അകത്ത് കയറി നോക്കിയപ്പോൾ ആരുമില്ല. മൈക്കിളും നാൻസിയും അകത്ത് കയറി നോക്കി. പത്രവും ആ സോഫയിലെ ഫ്ലവറും അതേപോലെ ഇരിക്കുന്നു. ഡേവിഡും മൈക്കിളും വീടിൻ്റെ എല്ലാ മുറിയും വീടിന് ചുറ്റും ഒന്ന് നോക്കി. ആരുമില്ല. എന്താ സാറേ, എന്ത് പറ്റി? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? മാറി നിൽക്കടാ. ഞങ്ങൾ പോയതിനു ശേഷം ഇവിടേക്ക് വന്നവരെവിടെ? എവിടെയാണോ? എവിടെ കൊണ്ടുചെന്ന് ഒളിപ്പിച്ചത്? ആരെ സാറേ? ഇവിടെ ആരും വന്നില്ല. വണ്ടിയുടെ ബോണറ്റിൽ കൈകൊണ്ട് ഇടിച്ചതിന് ശേഷം അവർ ആരോടും ഒന്നും പറയാതെ വണ്ടിയിൽ കയറിപ്പോയി. വണ്ടി അടിവാരത്തിലെത്തിയപ്പോൾ നിറയെ ചെടികളുള്ള ഒരു വീടിൻ്റെ മുന്നിൽ അവർ വണ്ടി നിർത്തി. അതായിരുന്നു പാലക്കാട് ആ വീട്ടിൽ വെച്ച് ആദ്യം തൂങ്ങി മരിച്ച പെൺകുട്ടിയുടെ വീട്, ഡാനിയൽ ബെഞ്ചമിൻ്റെ മകൻ്റെ ഭാര്യയുടെ വീട്. വണ്ടിയിൽ നിന്നും ഇറങ്ങി അവർ ചെടികൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ അടുത്തേക്ക് പോയി. അവർ കാര്യം സംസാരിച്ചു. അവർ അകത്തേക്ക് ക്ഷണിച്ചു. എനിക്കൊരു മകളേ ഉള്ളൂ. അവളുടെ പേരാണ് സ്റ്റെല്ല. ഡാനിയൽ ബെഞ്ചമിൻ്റെ മകൻ വിദേശത്ത് നിന്ന് നാട്ടിൽ വന്ന് കണ്ടിഷ്ടമായി. ഞങ്ങളും അപ്പോൾ പാലക്കാടായിരുന്നു. അവൾ ആ വീട്ടിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ഡാനിയൽ ബെഞ്ചമിൻ ഈ സ്ഥലവും വീടും ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഇന്ന് മകളുമില്ല, ഡാനിയലും കുടുംബവുമില്ല. കൂടുതൽ കേൾക്കാൻ നിന്നില്ല. നാൻസി വണ്ടിയിൽ കയറിയിരുന്നു. ഇറങ്ങാൻ നേരം മൈക്കിൾ ആ സ്ത്രീയോട് ചോദിച്ചു, അവളെ അടക്കം ചെയ്ത ഏത് പള്ളിയിലാണ്? ഇവിടുത്തെ പള്ളിയിൽ. ഞങ്ങളിവിടെ ആയതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നു അന്ന് രാത്രി. ശരി. അവർ തിരിച്ച് യാത്ര തുടങ്ങി. വൈകുന്നേരത്തോടെ എറണാകുളത്തെത്തിയ അവർ ഡേവിഡിൻ്റെ ഫ്ലാറ്റിൽ പോയി. ഫ്ലാറ്റിൽ കയറി ബാഗ് വലിച്ചെറിഞ്ഞ് ഡേവിഡ് ഷെൽഫിൽ നിന്നും ഒരു ബോട്ടിൽ മദ്യം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് 2 ഐസ് ക്യൂബും ഇട്ട് ഒറ്റ വലിക്ക് അകത്താക്കി. അതിൽ നിന്ന് ഒരു പെഗൊഴിച്ച മൈക്കിൾ ഒരു സിപ്പ് അകത്താക്കി. എൻ്റെ ലൈഫിൽ ഇത്രയും തലവേദന പിടിച്ചൊരു കേസില്ല. ഡേവിഡ്, ഒന്നുകൂടി ഇടുക്കിക്ക് പോകണം. അവിടുത്തെ ഇടവകപ്പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച സ്റ്റെല്ലയുടെ ശവക്കല്ലറ കുഴിക്കണം. എന്തിന്? പറയാം. അടുത്ത ദിവസം പകൽ തൃശൂർ CI അരവിന്ദ് ഡേവിഡിനെ വിളിച്ച് വീണയുടെ കാമുകനായ ജിഷ്ണുവിൻ്റെ വീടും അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. ജിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ ജിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാനിറങ്ങി. മൈക്കിളും കൂടെ ഉണ്ടായിരുന്നു. നാൻസി പനിയായിട്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഫ്ലാറ്റ് പൂട്ടി അവർ കാറിൽ തൃശ്ശൂർക്ക് പുറപ്പെട്ടു. ഡേവിഡ്, വീണ മരിച്ചതൊക്കെ ഈ ജിഷ്ണു അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. പത്രത്തിലൊക്കെ വാർത്തയായതല്ലേ. അയാളാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അയാൾ എപ്പോഴേ മുങ്ങിയിട്ടുണ്ടാവും. ഇതാണ് നിങ്ങൾ പോലീസുകാർ ഈ ഇടയായിട്ട് ട്യൂബ് ലൈറ്റ് പോലെയാണെന്ന് ജനങ്ങൾ പറയുന്നത്. അവൻ തെറ്റുപറ്റി കുറ്റം സമ്മതിച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചതാണെങ്കിലോ? അങ്ങനെയും ചിന്തിച്ചുകൂടായ്മയില്ല. ജിഷ്ണുവിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ മൈക്കിൾ ശ്രദ്ധിച്ചൊരു കാര്യം. അവൻ്റെ വീടിനടുത്ത് നിറയെ കരിങ്കല്ല് കയറ്റിയ ലോറികൾ പോകുന്നതായിരുന്നു. ജിഷ്ണുവിൻ്റെ വീടിൻ്റെ 500 മീറ്റർ അകലെ വണ്ടി നിർത്തിയ വഴിയാത്രക്കാരനോട് മൈക്കിൾ ചോദിച്ചു, ഇവിടെ അടുത്ത് കരിങ്കൽ കോറി ഉണ്ടോ? ദാ ഈ റോഡ് കോറിയിലേക്കുള്ള റോഡാണ് സാറേ. വണ്ടി വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി. ജിഷ്ണുവിൻ്റെ വീടിൻ്റെ അടുത്ത് വണ്ടി നിർത്തി. ഡേവിഡും മൈക്കിളും വണ്ടിയിൽ നിന്നിറങ്ങി. കതകിൽ തട്ടി വിളിച്ചപ്പോൾ ജിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ജിഷ്ണു ഇല്ലേ? അവൻ ഇപ്പോൾ പുറത്തോട്ട് പോയല്ലോ. നിങ്ങളൊക്കെ ആരാണ്? അവൻ്റെ സുഹൃത്തുക്കളാണ്. എറണാകുളത്ത് നിന്നും വരികയാണ്. നീ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. മൈക്കിൾ വീടിൻ്റെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. അപ്പോഴാണ് ആ വീടിൻ്റെ പുറകുവശത്ത് അയാളുടെ പഴയ ബൈക്കിന് മേലെ ഒരു യെല്ലോ കളർ ഷർട്ട് കണ്ടത്. മൈക്കിൾ വണ്ടിയിൽ പോയി ശ്രീജിത്തിൻ്റെ വീടിൻ്റെ പുറകുവശത്തെ ജനൽ കമ്പികളിൽ നിന്നും അയാൾക്ക് കിട്ടിയ തുണിയുടെ ഭാഗം എടുത്തുകൊണ്ട് വന്നു. അയാൾ ആ ഷർട്ട് നിവർത്തി നോക്കി. കൃത്യമായ ആ തെളിവ് കിട്ടിയതോടെ ഡേവിഡിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ആ തുണിഭാഗം ആ ഷർട്ടിൻ്റെ ആയിരുന്നു. മോളെ, അവനെ വിളിച്ചിട്ട് കിട്ടിയോ? ജിഷ്ണുവിൻ്റെ അമ്മ മകളോട് ചോദിച്ചു. ആ കിട്ടിയമ്മ. ചേട്ടൻ ശോഭിച്ചായൻ്റെ കടയിലുണ്ട്. മക്കളെ, അവൻ്റെ സുഹൃത്തിൻ്റെ കടയിലുണ്ട്. എപ്പോഴും അവിടെയാണ് അവൻ്റെ താവളം. സാരമില്ല അമ്മേ, ഞങ്ങൾ പോയി കണ്ടോളാം. ഷോപ്പ് എവിടെയാണമ്മ? നിങ്ങൾ വന്ന വഴി 1 കിലോമീറ്റർ മുന്നോട്ട് പോയി ഇടതുവശത്തേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് കയറിയാൽ കാണാൻ കട. മക്കൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട അമ്മ. ആ അമ്മ, എന്താണ് ആ ഷോപ്പ്? അതൊരു ചെറിയ സ്വർണ്ണക്കടയാണ്. ഡേവിഡ് മൈക്കിളിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു. താങ്ക്സ് അളിയ. നീ പറഞ്ഞ പോലെ കരിങ്കൽ കോറി, സ്വർണ്ണക്കട, ദാ പിന്നെ ഈ ഷർട്ടും എല്ലാ തെളിവുകളുമായി. കൊന്നത് ഇവൻ തന്നെ. ഡേവിഡ് അത് പറഞ്ഞതും മൈക്കിളിൻ്റെ മുഖത്ത് എന്തൊക്കെയോ മറ്റുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ജിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞ ഷോപ്പിലെത്തി അവർ ജിഷ്ണുവിനെ കണ്ടു. മൈക്കിൾ ജിഷ്ണുവിൻ്റെ കാലാണ് ശ്രദ്ധിച്ചത്. കൊലയാളിക്ക് ഇടതുകാലിൻ്റെ 4 വിരലുകൾ മാത്രമാണെന്നത് മറ്റൊരു പ്രധാന തെളിവായിരുന്നു. എന്നാൽ ജിഷ്ണുവിൻ്റെ കാലിന് 5 വിരലുകളും ഉണ്ടായിരുന്നു. ഡേവിഡ് വിളിച്ചത് പ്രകാരം CI അരവിന്ദനെ വിളിച്ച് ജിഷ്ണുവിനെ സ്റ്റേഷനിൽ കൊണ്ടുവരാൻ അയാൾ ആവശ്യപ്പെട്ടു. ഒരു നിസ്സഹായനായ ഒരു പാവത്തിനെ പോലെ ജിഷ്ണു ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി. ഡേവിഡിനൊപ്പം യാത്ര ചെയ്തിരുന്ന മൈക്കിളിനെ നോക്കി,
സന്തോഷത്തോടെ ഡേവിഡ് ചോദിച്ചു, തനിക്കെന്താ ഈ സന്തോഷമില്ലാത്ത? പ്രതിയെ പിടിച്ചില്ലേ? അതല്ല, മറ്റൊരു പ്രശ്നമുണ്ട്. ഇനി എന്ത് പ്രശ്നം? മറ്റേ കത്തിക്കരിഞ്ഞ സ്ത്രീയുടെ കാര്യമല്ലേ? അതും ചിലപ്പോൾ ഇവനറിയാൻ പറ്റും. പിന്നെ ഇനി ആ ഡാനിയൽ ബെഞ്ചമിനും ആ ദുരൂഹത നിറഞ്ഞ വീടും അതൊക്കെ വിട്ടേക്ക്. അതൊക്കെ ഭ്രാന്താണ്. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാണ് അതൊക്കെ? ഡേവിഡ്, ഈ പ്രതിക്ക് ഇടതുകാലിന് 4 വിരലുകളല്ലേ ഉള്ളൂ. ഓ, അതാണോ താൻ ചിന്തിക്കുന്നത്? അത് ഇവൻ്റെ സുഹൃത്തായിരിക്കും. ഇവനൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവനെയും ഞാൻ പൊക്കും, നോക്കിക്കോ. ജിഷ്ണുവിനെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചതിന് ശേഷം മണിക്കൂറുകളോളം ഡേവിഡും സംഘവും മാറി മാറി അയാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഡേവിഡിന്റെ മുഖത്ത് നിരാശയായിരുന്നു. അത് കണ്ട മൈക്കിൾ ഡേവിഡിനോട് ചോദിച്ചു, എന്തായി, അവൻ കുറ്റം സമ്മതിച്ചോ? അവൻ ഒരേ കാര്യങ്ങളാണ് പറയുന്നത്, ഞാൻ കാണിക്കാം. ഡേവിഡ് ഫോണെടുത്ത് വീഡിയോ ഓണാക്കി കാണിച്ചു കൊടുത്തു. അതിൽ മാറി മാറി ചോദിച്ചിട്ടും ജിഷ്ണു കരഞ്ഞു പറഞ്ഞത് ഒരേ കാര്യമായിരുന്നു. സാറേ, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ ഞാനല്ല സാർ അവളെ കൊന്നത്. അവൾ വിളിച്ചിട്ടാണ് ഞാൻ കാണാൻ പോയത്. ഞാൻ അവളെ ഉപേക്ഷിച്ചില്ല സാർ, ഉപേക്ഷിക്കുകയുമില്ല. ആ വീട്ടിൽ നിന്നും ചാടാനുള്ള തീരുമാനത്തിൽ നിൽക്കുമായിരുന്നു ഞാനും അവളും. ഞാൻ പറഞ്ഞത് പ്രകാരമാണ് അവൾ നിലവിളിച്ചതും പിച്ചും പേയും പറഞ്ഞതും. ഒരു ദിവസം എന്തോ കണ്ട് പേടിച്ചത് സത്യമാണ്. പിന്നെ അത് തുടർന്നോളാം ഞാൻ പറഞ്ഞു. എന്തിന്? അവൾക്ക് കുഴപ്പമുണ്ടെന്ന് കരുതി. അവർ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുചെന്നാക്കിയാൽ ഞങ്ങൾക്ക് ഒളിച്ചോടാമായിരുന്നു. അതിനു വേണ്ടിയാണ് സാറേ. എന്നിട്ട് അവൾ നിന്നെ എപ്പോൾ വിളിച്ചു? അന്നവർ ജോൾസിനെ കാണാൻ പോയ ദിവസം എന്നെ വിളിച്ചു. കാണണമെന്നും വരണമെന്നും പറഞ്ഞു. ഞാനവിടെ വന്നത് ബൈക്കിലാണ്, ഒറ്റയ്ക്ക്. ബൈക്ക് കുറച്ച് ദൂരെ നിർത്തി വീടിന്റെ മുന്നിലെത്തി. മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. അകത്ത് കയറിയ ആരെയും കണ്ടില്ല. തിരിച്ചു മുറ്റത്തെ കൂടെ പുറകുവശത്തെത്തിയപ്പോൾ അവിടെ ചായ്പിൽ തീ കണ്ടു. അത് കണ്ടതോടെ ഞാൻ തിരിഞ്ഞോടി. അപ്പോഴാണ് പൊട്ടിയ ജനൽ കമ്പികളിൽ തടഞ്ഞ് ഷർട്ട് കീറിയത്. ഇതാണ് അവന്റെ മൊഴി. അപ്പോൾ അവനെത്തിയ ആ സമയത്താണ് മറ്റേ സ്ത്രീയെ കത്തിച്ചത്. അതിനു മുമ്പ് യഥാർത്ഥ പ്രതി വീണയെ കൊന്ന് ആ അറയ്ക്കുള്ളിൽ ഇട്ടിരുന്നു. മൈക്കിൾ, ഇനി എന്താണൊരു വഴി? ആദ്യം തൂങ്ങി മരിച്ച ബെഞ്ചമിന്റെ മകന്റെ ഭാര്യയായ സ്റ്റെല്ലയിൽ നിന്നും തുടങ്ങാം നമുക്ക്. ആ കല്ലറ പൊളിക്കേണ്ട ഏർപ്പാട് ചെയ്യ് ഡേവിഡ്. 2 ദിവസങ്ങൾക്ക് ശേഷം കല്ലറ പൊളിക്കാനുള്ള എല്ലാ വഴികളും ഡേവിഡ് നോക്കി. പള്ളിക്കാരൻ പെൺകുട്ടിയുടെ വീട്ടുകാരും ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് ഏറെക്കുറെ അവർക്ക് ബോധ്യപ്പെട്ടു. കാര്യത്തിന്റെ ഗൗരവം അവിടുത്തെ അച്ഛനെ ബോധ്യപ്പെടുത്തിയ ശേഷം അച്ഛൻ പറഞ്ഞു, നാട്ടുകാരറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. പിന്നെ കല്ലറ പൊളിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അത് വലിയ സാമൂഹിക പ്രശ്നമാവും. ഇല്ല അച്ചോ, എന്തെങ്കിലും കിട്ടും, ഉറപ്പാണ്. അങ്ങനെ അച്ഛന്റെ സമ്മതപ്രകാരം അടുത്ത ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന്റെ രാത്രി കല്ലറ പൊളിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം പള്ളി പെരുന്നാൾ ദിവസം സ്റ്റെല്ലയുടെ കല്ലറ കിടക്കുന്ന പള്ളിയും അതിന് പരിസരത്തുള്ളവരും പെരുന്നാൾ കൂടാൻ അന്ന് രാത്രി പോകും. കല്ലറ പൊളിക്കാൻ പറ്റിയ സമയം അന്ന് രാത്രിയാണെന്ന് കണ്ടെത്തി. അങ്ങനെ പെരുന്നാളിന്റെ രാത്രി ആരും അറിയാതെ ഡേവിഡും മൈക്കിളും ഡേവിഡിന്റെ കുറച്ച് സുഹൃത്തുക്കളും ഇടുക്കി എസ്റ്റേറ്റിലേക്ക് വീണ്ടും വണ്ടി കയറി. ഡേവിഡ്, നീ എവിടെയാ? നാൻസി, ഞാൻ ഇടുക്കിയിൽ. നീ എപ്പോഴാണ് തിരിച്ച് ഫ്ലാറ്റിലേക്ക്? ഓ, നിനക്ക് ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരും മറ്റുമായിരുന്നു. അമ്മയ്ക്ക് സുഖമല്ലേ? നീ കിടന്നോ? ഞാൻ കിടക്കാൻ പോവാ. അമ്മ സുഖമായിരിക്കുന്നു. പിന്നെ ഈ കേസ് തീർത്തിട്ട് നീ വാ, എന്നെ കൂട്ടിക്കൊണ്ടു പോ. എനിക്ക് മേലെ ഇപ്പോൾ ആ ഫ്ലാറ്റിൽ വന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ. ശരി, നീ വെച്ചോ, ഞങ്ങൾ ചെറിയ പരിപാടിയിലാണ്, വിളിക്കാം. അവർ കല്ലറ പൊളിക്കുന്ന നേരം മൈക്കിളിന്റെ സുഹൃത്തായ ഇടുക്കിയിലെ ഫോറൻസിക് വിദഗ്ധരോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കല്ലറ പൊളിക്കാൻ അവരാരംഭിച്ചു. ആ സമയം മൊബൈലിൽ നോക്കി വാതിൽ അടച്ചതിന് ശേഷം ജനൽ കർട്ടൻ നീക്കി വെച്ച് നാൻസി ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. കല്ലറ ഏകദേശം പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം ഫോറൻസിക് പരിശോധനകൾ അവർ ആരംഭിച്ചു. സമയം അർദ്ധരാത്രിയോടടുത്ത് ഫാനിന്റെ നല്ല ശബ്ദത്തിൽ നാൻസി ഒന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് കാറ്റിൽ കർട്ടനൊന്ന് അനങ്ങിയപ്പോൾ ജനാലയ്ക്ക് പുറത്ത് ആരോ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. അവൾ എഴുന്നേറ്റ് നോക്കി, ആരെയും കണ്ടില്ല. അവൾ വീണ്ടും കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ജനാലയിൽ ആരോ ചെറുതായി തട്ടുന്ന പോലെ അവൾക്ക് തോന്നി. ആ സമയം അവൾ ശരിക്കും എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു നിഴൽ പോലെ എന്തോ പുറത്ത് സൺഷെയ്ഡിൽ കൂടെ നടന്നു നീങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. കുറച്ചു സമയത്തിന് ശേഷം വീടിന്റെ ബാൽക്കണിയുടെ അടുത്തുള്ള ജനാലയിൽ ശക്തിയായി ആരോ അടിക്കുന്നത് അവൾ കേട്ടു. താഴെ കിടക്കുന്ന അമ്മയെ വിളിച്ചാലോ എന്ന് അവൾ കരുതി. എന്നാൽ അവൾ ഫോൺ എടുത്ത് ഡേവിഡിനെ വിളിച്ചു. നെറ്റ്വർക്ക് ഇല്ലാത്തിടത്തായിരുന്നു അയാൾ. അവൾ കണ്ണടച്ച് ബാൽക്കണിയുടെ അടുത്തുള്ള ജനാലയ്ക്ക് അരികിലെത്തി. ശബ്ദമൊന്നുമില്ല. ശരിക്കും തോന്നിയതാവുമോ എന്നൊക്കെ അവൾ ചിന്തിച്ചു. എന്തായാലും തുറന്നു നോക്കിയതിനു ശേഷം ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച് സമാധാനത്തോടെ ഉറങ്ങാമല്ലോ എന്ന് കരുതി അവൾ ജനാല തുറന്നതും ജനാലയ്ക്ക് പുറത്ത് ചിരിച്ചുകൊണ്ട് സ്റ്റെല്ല. നാൻസി, ബെഞ്ചമിന്റെ ശബ്ദം. ഡേവിഡ്, എടോ, ആ കുഴിക്കുള്ളിൽ ഒന്നുമില്ല. സ്റ്റെല്ലയുടെ എന്നല്ല, ഒരാളുടെ ബോഡി കിടന്ന ഒന്നും കിട്ടിയിട്ടില്ല, വെറും മണ്ണ്. ലേഖ, ലേഖ. ഗേറ്റിന്റെ അടുത്ത് നിന്ന് മറ്റൊരു സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ലേഖ രാജീവന്റെ വിളി കേട്ടതും ഓടി വന്നു. എന്താ വിളിച്ചു പോകുന്നത്? ഞാൻ ആരുടെയും കൂടി ഒളിച്ചോടാൻ പോയതൊന്നുമല്ല. നീ ചെന്ന് ചായയിട്, വെറുതെ പരദൂഷണം പറഞ്ഞിരിക്കുന്നു. പരദൂഷണമൊന്നുമല്ല, ഞങ്ങൾ വേറൊരു കാര്യം സംസാരിക്കുമായിരുന്നു. എന്ത് കാര്യം? അതെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചില്ലേ,
പാലക്കാട് നവവധു ആത്മഹത്യ ചെയ്ത കാര്യം അതേ വായിച്ചിരുന്നു. ആ സംഭവം നടന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ദിവ്യയുടെ വീടിന്റെ അടുത്തായിരുന്നു. ഇന്നലെ അവളുടെ അടുത്ത ബന്ധു വീട്ടിൽ വന്നിട്ടുണ്ട്. ആ പുള്ളി മരണവും കേസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അതവൾ എന്നോട് പറയുകയായിരുന്നു. നീ അതും ആലോചിച്ച് നിൽക്കാതെ പോയി ചായയിട്. ഇന്ന് സൺഡേ അല്ലേ, എവിടെയും പോകാനൊന്നുമില്ലല്ലോ, പിന്നെന്താ എത്ര തിരക്ക്? പ്രശാന്തിനെ ഒന്ന് കാണണം, ആ ലോണിന്റെ കാര്യം എന്തായി എന്ന് അന്വേഷിക്കണം. ഞായറാഴ്ച ആയതുകൊണ്ട് അവൻ വീട്ടിൽ കാണും. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് പോണില്ലേ? പിള്ളേര് ഇന്നലെ പറഞ്ഞതാണ്, പോവാതിരുന്നാൽ അറിയാലോ. ഡീ, അത് രാത്രി പോവാം, സെക്കൻഡ് ഷോക്ക് പോവാം ഉറപ്പ്. പോയാ മതിയായിരുന്നു. ഹലോ ഡേവിഡ് സാർ. ഹലോ, ആരാണ്? സാറേ, ഞാൻ വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്നും മണിയാണ്. എന്താ മണി? സാർ, ഒരു അനോണിമസ് കോൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയാണ് വിളിച്ചത്. അവർ പറയുന്നത് വീണ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതിയെ ആ സ്ത്രീക്ക് അറിയാമെന്നാണ്. ഇതുപോലെയുള്ള എത്രയോ കോളുകൾ നമുക്ക് വന്നടോ. എന്നിട്ട് എന്തായി? വെറുതെ ആവും. അതല്ല സാർ, ഇതൊരു സ്ത്രീ ആയതുകൊണ്ട്. എന്നിട്ട് ആ സ്ത്രീ എന്ത് പറഞ്ഞു? സാറിനോട് നേരിട്ട് മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ പേരും നമ്പറും നോട്ട് ചെയ്തില്ലേ? യെസ് സാർ, നമുക്ക് നോക്കാം. അടുത്ത ദിവസം പകൽ നാൻസിയുടെ വീട്ടിലേക്ക് പോയ മൈക്കിളിനോടും ഡേവിഡിനോടും രാത്രി സംഭവിച്ച കാര്യം നാൻസി വിശദമായി അവരോട് പറഞ്ഞു. മുകളിലത്തെ മുറിയിൽ നിന്നും ബാൽക്കണിയിൽ ഇറങ്ങി മൈക്കിൾ അവിടെ ചുറ്റുപാടും പരിശോധിച്ചു. ബെഞ്ചമിനും സ്റ്റെല്ലയും ഇവിടെ വരാനോ? അവർക്ക് നിന്റെ വീടോ അഡ്രസ്സോ ഒന്നും അറിയില്ല. ജീവനോടെയുള്ള ആൾക്ക് അതിന് കഴിയില്ല. മരിച്ച ആത്മാക്കളാണെങ്കിൽ ചിലപ്പോൾ തേടി പിടിച്ചു വരും. ഡേവിഡ് പറഞ്ഞത് കേട്ട് നാൻസി ഒന്നുകൂടെ ഭയന്നു. പക്ഷേ മൈക്കിൾ നാൻസിയെ സമാധാനിപ്പിച്ചു പറഞ്ഞു, ഒന്നും ആലോചിക്കാതെ, ഈ കേസോ കൂട്ടമോ ഒന്നും ചിന്തിക്കാതെ നിന്റെ ജോലിക്കാരും മറ്റും ചിന്തിച്ച് കിടന്നാൽ മതി. ഇതൊക്കെ നിന്റെ ബ്രെയിനിൽ നിന്നും വാഷ് ചെയ്ത് കളഞ്ഞേക്ക്. ഓക്കെ മൈക്കിൾ, താങ്ക് യു. വത്തിക്കാനിൽ നിന്നും ഫാദർ എബ്രഹാം ബെനഡിക്ക് വരുന്നുണ്ട്. അദ്ദേഹം 2 ദിവസം കോട്ടയത്തുണ്ടാവും. ഫാദറിനെ നേരിട്ട് കാണണം. അതുകൊണ്ട് ഇന്ന് ഞാൻ കോട്ടയത്തേക്ക് പോകും. ആ കല്ലറ പൊളിച്ചെടുത്ത് ഒന്നും കിട്ടിയില്ല അല്ലേ? ഇല്ല മൈക്കിൾ, അതൊക്കെ ഒരു ദുരൂഹതയായിട്ട് കിടക്കുന്നു. അന്ന് സ്റ്റെല്ലയുടെ അടക്കത്തിൽ കൂടിയ നാട്ടുകാരെ കുറിച്ചോ അന്നത്തെ പള്ളിയിലെ അച്ഛനെ കുറിച്ചോ ആർക്കും ഒന്നും അറിയില്ല. വല്ലാത്തൊരു മിസ്റ്ററി. ഫാദറിനെ കണ്ടാൽ വല്ല തുമ്പും കിട്ടുമോ? നോക്കാം. രാത്രിയോടെ ഡേവിഡ് അയാളുടെ ഫ്ലാറ്റിലേക്ക് പോയി. ഫ്ലാറ്റിലെത്തി താക്കോലെടുത്ത് ഡോർ തുറന്നപ്പോൾ അകത്തെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. അയാൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിന്റെ ഫയലുകളും ഒന്നും കാണുന്നില്ല. കുറെ പേപ്പറുകൾ നിലത്ത് വീണ് കിടക്കുന്നു. ഡേവിഡ് ഉടൻ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്തു. മൈക്കിൾ കണ്ടില്ലേ കാഴ്ചകൾ? വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു. അപ്പോൾ വീണയുടെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതി നമ്മുടെ നീക്കത്തെ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലേ ഡേവിഡ്? അതെ. എൻ്റെ ഫ്ലാറ്റിൽ കയറി മേഞ്ഞവൻ ആരായാലും 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവനെ ഞാൻ പൊക്കും. മൈക്കിൾ KSRTC ബസ്സിലായിരുന്നു കോട്ടയത്തേക്ക് പോയിരുന്നത്. ഡേവിഡുമായി ഫോണിൽ സംസാരിച്ച് വെച്ചതിന് ശേഷം അയാളുടെ തോളിൽ ആരോ കൈ തട്ടി വിളിച്ചു. മൈക്കിൾ തിരിഞ്ഞു നോക്കി. സുദേവൻ, താനെന്താണ് ഇവിടെ കൊച്ചിയിൽ? ഈ ബസ്സിൽ എങ്ങോട്ടേക്കാണ്? സുദേവൻ ചിരിച്ചുകൊണ്ട് മൈക്കിളിനോട് പറഞ്ഞു, സാർ ഇതിലുണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പത്തനംതിട്ടയ്ക്കാണ് സാറേ, ഒരു കല്യാണമുണ്ട്. അമ്മാവൻ്റെ വീട് പത്തനംതിട്ടയിലാണേ. അത് കൊള്ളാം. താനെങ്ങനെ കൊച്ചിയിലെത്തി? അതൊന്നും പറയണ്ട സാറേ. വൈകുന്നേരത്തോടെ പാലക്കാട് നിന്നും ട്രെയിൻ കയറി എറണാകുളത്തിറങ്ങി ഫുഡെല്ലാം കഴിച്ചു ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ദേ കിടക്കുന്നു KSRTC. പിന്നെ ഒന്നും നോക്കിയില്ല, കയറിയിരുന്നു. നോക്കുമ്പോൾ സാറും ബസ്സിൽ. ശരി. സാർ എങ്ങോട്ടേക്കാണ്? കേസിന്റെ കാര്യവുമായി പോവുകയാണോ? അല്ല, ഞാൻ കോട്ടയത്ത് ഫാദറിനെ കാണാൻ പോവുകയാണ്. ഫാദർ വത്തിക്കാനിൽ നിന്നും ഇന്നലെ എത്തിയതാണ്. ശരി സാറേ. സാറെന്നാൽ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പുറകിൽ എൻ്റെ സീറ്റിലുണ്ടാവും. ശരി സുദേവ, ഇറങ്ങുമ്പോൾ പറയാം. അന്ന് രാത്രി ഭയം കാരണം നാൻസി അമ്മയോടൊപ്പമായിരുന്നു കിടന്നത്. നേരത്തോടെ ഭക്ഷണം കഴിച്ച് നാൻസിയും അമ്മയും കിടന്നു. നല്ല ഉറക്കത്തിലായിരുന്ന സമയത്താണ് നാൻസിയുടെ വീട്ടിലെ ഫോണിൽ ഒരു കോൾ വന്നത്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ നാൻസിയുടെ അമ്മ സമയം നോക്കി. 12:35 ആയിരുന്നു സമയം. ആരാണോ ഈ നേരത്ത് ഫോണിൽ? നാൻസി ഒന്ന് എഴുന്നേറ്റേ, ഫോൺ കുറേ നേരമായി അടിക്കുന്നു. നാൻസി കണ്ണ് തിരുമ്മിക്കൊണ്ട് പിറുപിറുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഫോൺ റിങ് ചെയ്ത് ഇടത്തേക്ക് നടന്ന നാൻസി ഹാളിലെ ലൈറ്റിട്ടപ്പോൾ ഹാളിലെ മൂലയ്ക്ക് ദേഹം മുഴുവനും കറുത്ത ഓയിൽ പോലെ തേച്ച് ചുവന്ന കണ്ണുകളുള്ള കറുത്ത രൂപമുള്ള മനുഷ്യൻ. നാൻസി ആ രൂപത്തെ കണ്ടതും ഉറക്കെ നിലവിളിച്ചു. അയാൾ നാൻസിയുടെ വാ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. നാൻസി അയാളെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. അയാൾ നാൻസിയുടെ മുടിയിൽ പിടിച്ച് വലിച്ചു നിലത്തിട്ടു. അവളുടെ വയറിലും ദേഹത്തും മുഴുവനും ചവിട്ടി. ഇത് കണ്ട് ഓടി വന്ന നാൻസിയുടെ അമ്മയും നിലവിളിച്ചു. അയാൾ നാൻസിയുടെ അമ്മയെയും തള്ളിമാറ്റി. ബഹളം കേട്ട് പരിസരവാസികൾ ഓടിയെത്തുന്നത് കണ്ട ആ മനുഷ്യൻ പുറകുവശത്തെ വാതിൽ തുറന്ന് ഓടിക്കളഞ്ഞു. നാട്ടുകാർ ഓടി വന്ന് വാതിലിൽ തട്ടി വിളിച്ചു. നാൻസിയുടെ അമ്മ വാതിൽ തുറന്നു. അയ്യോ, എന്തു പറ്റി മോളെ? എഴുന്നേൽക്ക്. എന്തു പറ്റി ചേച്ചി? ഫോൺ അടിച്ചിട്ട് അതെടുക്കാൻ മോള് ഹാളിലേക്ക് വന്നതായിരുന്നു. ലൈറ്റിട്ട് നോക്കിയപ്പോൾ ആ മൂലയ്ക്ക് കറുത്ത് തടിച്ച ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാൾ മോളെ ആക്രമിച്ചു. കരഞ്ഞുകൊണ്ട് ആ അമ്മ പറഞ്ഞു, ഡേവിഡ് സാറിനെ വിളിക്കട്ടെ മോളെ? വേണ്ട ചേട്ടാ, രാവിലെ പറയാം. എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആശുപത്രി പോവാം. വേണ്ട ചേട്ടാ, കുഴപ്പമൊന്നുമില്ല. എഴുന്നേൽക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്.
രാധേ, അപ്പു, നിങ്ങൾ രണ്ടാളും ഇന്ന് ഇവിടെ കിടന്നോളൂ കേട്ടോ. അയൽവാസിയായ ചേട്ടൻ അയാളുടെ ഭാര്യയെയും മകനെയും ആ വീട്ടിലാക്കി. കുറച്ചു നേരം എല്ലാവരും വീടിന് ചുറ്റും നിരീക്ഷിച്ചു. ഒന്നും കാണാതെയായപ്പോൾ ഓരോരുത്തരായി മടങ്ങി. നാട്ടുകാരിൽ ചിലർ ആ മനുഷ്യന് വേണ്ടിയുള്ള തിരച്ചിൽ അപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. ഒരുപാട് ദൂരം തപ്പി നടന്നു, പക്ഷെ അയാളുടെ പൊടി പോലും എവിടെയും കണ്ടില്ല. ഒരു അജ്ഞാത മനുഷ്യനെ കഴിഞ്ഞ ദിവസം രാത്രി റോഡിൽ വെച്ച് കണ്ടുവെന്ന് രാത്രി യാത്ര ചെയ്ത ആരൊക്കെയോ പറയുന്നത് കേട്ടിരുന്നു. ഇനി അതാകുമോ? കൂടി നിന്ന് നാട്ടുകാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. നാൻസിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞ് രാവിലെ തന്നെ നാൻസിയെ കാണാൻ പുറപ്പെടാനിറങ്ങിയ ഡേവിഡിന് മലപ്പുറത്തെ ഒരു സ്റ്റേഷനിൽ നിന്നും ഫോൺ കോൾ വന്നു. അവിടുത്തെ SI മഹേഷ് ഡേവിഡിനോട് പറഞ്ഞു, സാറേ, ഇവിടെ വളാഞ്ചേരിക്കടുത്ത് ഒരു വീട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും. രാവിലെ പാല് കൊണ്ടുകൊടുക്കാൻ നിന്ന ഒരു സ്ത്രീയാണ് വീട്ടിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 2 മൃതദേഹങ്ങൾ കണ്ടത്. മലപ്പുറത്ത് നടന്ന കൊലപാതകം പാലക്കാടുള്ള തന്നെ വിളിച്ചു പറയുന്നത് എന്തിനാണെന്ന് ആലോചിച്ച് ഡേവിഡ് അയാളോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ SI പറഞ്ഞു, സാർ, ഇവരുടെ അയൽവാസിയായ ഒരു രാജീവും അയാളുടെ ഭാര്യ ലേഖയും അവരുടെ മൊഴിയിൽ പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട ഭാര്യയായ ദിവ്യ പാലക്കാടാണ് സ്വദേശമെന്നും ഇവരുടെ അടുത്ത ബന്ധു ഇവരെ കാണാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു എന്നാണ്. അയാളും പാലക്കാട് നിന്നും വന്നയാളായിരുന്നു. ഒന്നുകൂടെ വിശദമാക്കിയാൽ, സാർ അന്വേഷിക്കുന്ന നവവധുവിൻ്റെ ആത്മഹത്യ നടന്ന ആ പ്രദേശത്തുള്ളയാൾ അയാൾ അവിടെ നടന്ന ആത്മഹത്യയെക്കുറിച്ചും ദുരൂഹത നിറഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഞായറാഴ്ച ഇവരുമായി പങ്കുവച്ചിരുന്നു എന്നാണ് അയൽവാസിയായ അവർ പറയുന്നത്. ഓക്കെ മഹേഷ്, ഞാൻ മൈക്കിളിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് വളാഞ്ചേരിക്ക് വരാം. കോട്ടയത്ത് നിന്നും ഫാദറിനെ കണ്ട് ഉച്ചയോടെ തിരിച്ചെത്തിയ മൈക്കിളും ഡേവിഡും മലപ്പുറത്തേക്ക് തിരിച്ചു. വൈകുന്നേരത്തോടെ സംഭവ സ്ഥലത്തെത്തിയ മൈക്കിളും ഡേവിഡും കൊലപാതകം നടന്ന വീട് നിരീക്ഷിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഫോറൻസിക് റിപ്പോർട്ടിലും പറയുന്നത് കൊല നടത്താൻ ഉപയോഗിച്ച കത്തി ആ വീട്ടിൽ നിന്നും തന്നെ എടുത്തതായിരുന്നു. കൊലയാളി ആ വീടുമായും വീട്ടുകാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരിക്കണം. കൊല്ലപ്പെട്ട ഭർത്താവ് സുരേഷിന്റെ ശരീരത്തിൽ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. കൂടാതെ നെഞ്ചിലും കഴുത്തിലും വെട്ടിയ മുറിവുകളുണ്ടായിരുന്നു. സുരേഷിന്റെ ബോഡി കിടന്നിരുന്നത് ഹാളിലായിരുന്നു. അവിടെ ടേബിളിൽ 2 ഗ്ലാസും മദ്യക്കുപ്പിയും സോഡയും കണ്ടതായി പറയുന്നു. വീട്ടിലെ ലൈറ്റും ഫാനും ടിവിയും ഓൺ ചെയ്ത് വെച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചെയറിലിരുന്ന രീതിയിലാണ് സുരേഷിന്റെ ബോഡി കണ്ടിരുന്നത്. അയാളുടെ കഴുത്തിൽ വൃത്താകൃതിയിൽ ഒരു ഉരവ് കണ്ടിരുന്നു. തുണി കൊണ്ട് കഴുത്തിൽ ഞെരിച്ചതിന് ശേഷം വെട്ടുകത്തി കൊണ്ട് കഴുത്തിലും നെഞ്ചിലും കൈക്കും വെട്ടി കൊലപ്പെടുത്തിയതാവാമെന്ന് ഫോറൻസിക് വിഭാഗം അഭിപ്രായപ്പെട്ടു. കുട്ടികളില്ലാത്ത ഇവരുടെ മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും കുറച്ചു ദൂരെയായിരുന്നു. സുരേഷിന്റെ ഭാര്യയായ ദിവ്യയുടെ ബോഡി കിടന്നിരുന്നത് ഹാളിൽ തന്നെയായിരുന്നു. എന്നാൽ ദിവ്യയെ കൊലപ്പെടുത്തിയത് കിച്ചണിൽ വെച്ചിട്ടായിരിക്കണം എന്നാണ് ഫോറൻസിക് സർജൻ അഭിപ്രായപ്പെട്ടത്. കാരണം കിച്ചണിൽ നിറയെ രക്തം തളം കെട്ടി നിന്നിരുന്നു. മാത്രവുമല്ല, അവിടെ നിന്നും ബോഡി വലിച്ചഴിച്ച് ഹാളിൽ കൊണ്ടിട്ടതിൻ്റെ പാടുകളും കാണാമായിരുന്നു. കൊല്ലപ്പെട്ട ദിവ്യയുടെ കഴുത്തിലും നെഞ്ചിലും വയറിലും മാരകമായ മുറിവുകളുണ്ടായിരുന്നു. തല ചുവരിനോട് ഇടിച്ചതിൻ്റെ ലക്ഷണവും കാണാമായിരുന്നു. പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ വിവരണത്തിൽ പോലീസ് ഡോഗ് കൊല ചെയ്യപ്പെട്ട വീട്ടിൽ നിന്നും മണം പിടിച്ച് തൊട്ടടുത്തുള്ള മെയിൻ റോഡിനടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെ പോയിരുന്നു എന്നും പറയപ്പെടുന്നു. കൂടാതെ മറ്റൊരു തെളിവ്, പ്രതി തൻ്റെ ചോരക്കര നിറഞ്ഞ ഷർട്ടും മുണ്ടും ബാത്റൂമിൽ അഴിച്ച് അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞതായും പറയപ്പെടുന്നു. മറ്റൊന്ന്, അകത്തെ ബാത്റൂമിലെ ബെഡ്ഷീറ്റ് കീറിയെടുത്തതായും പരിശോധനയിൽ കണ്ടെത്തി. സംഭവസ്ഥലത്തെ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ സുരേഷിൻ്റെയും ദിവ്യയുടെയും അല്ലാത്ത മറ്റൊരു രക്തഗ്രൂപ്പും കണ്ടിരുന്നു. പാതി കത്തിയ വസ്ത്രത്തിൽ നിന്നും ഫോറൻസിക് വിഭാഗം ആ രക്തസാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മിക്കവാറും കൊലപാതകയുടെ വിരലിനേറ്റ മുറിവിൽ നിന്നാവും രക്തം വസ്ത്രങ്ങളിലായതെന്ന് മൈക്കിൾ പറഞ്ഞു. അയാളങ്ങനെ പറയാൻ കാരണം, ഈ കത്തി കൊണ്ടുള്ള കുത്തിക്കൊലപ്പെടുത്തലുകളിൽ മിക്കതിലും സ്വയം മുറിവേൽക്കാൻ സാധ്യത ഏറെയാണ്. കൈകളിൽ രക്തക്കറകളിൽ നിന്നും കത്തി വഴുതുമ്പോൾ അത് പ്രതിയുടെ കൈവിരലുകളിലും തട്ടി മുറിവുകൾ ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ് മൈക്കിൾ അഭിപ്രായപ്പെട്ടു. അങ്ങനെ വിരലുകളിൽ മുറിവേറ്റ പ്രതി അത് കെട്ടാനായിരിക്കും ബെഡ്ഷീറ്റ് കീറിയെടുത്തതെന്നും മൈക്കിൾ അഭിപ്രായപ്പെട്ടു. കൊല നടന്നിരിക്കുന്നത് രാത്രി 11-നും 12-നും ഇടയിലായിരിക്കുമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. എല്ലാം കഴിഞ്ഞ് പ്രതി ആ വീട് വിട്ട് പോയിട്ടുണ്ടാവുക അത് രാവിലെ 4-നും 5-നും ഇടയിലായിരിക്കുമെന്നും പോലീസ് പറയുന്നു. കാരണം ആ പ്രദേശത്ത് ആദ്യ ബസ് ഓടിത്തുടങ്ങിയത് 4:45-നാണെന്നും പോലീസ് അഭിപ്രായപ്പെട്ടു. ഫോറൻസിക് സർജന്റെ അഭിപ്രായപ്രകാരം കൊല്ലപ്പെട്ട സുരേഷും പ്രതിയും ഹാളിലെ ടേബിളിൽ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതി സുരേഷ് ഇരുന്ന ചെയറിന്റെ പുറകുവശത്ത് പോയി ഷാൾ കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയതാവാമെന്ന് പറയുന്നു. നിലത്ത് വീണ സുരേഷിനെ മറികടന്നു പോയ പ്രതി കിച്ചണിൽ വെച്ച് ദിവ്യയുടെ കഴുത്തിൽ പിടിച്ച് തല ചുവരിനോടിടിച്ചു കാണും. ശേഷം അവിടെ ഉണ്ടായിരുന്ന കത്തികൊണ്ട് ദിവ്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതായിരിക്കാം. അതിനുശേഷമാവാം ഹാളിൽ വന്ന് പ്രതി സുരേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. ശേഷം താൻ ഇട്ടിരുന്ന മുണ്ടും ഷർട്ടും അവിടെ അഴിച്ചിട്ട് കത്തിച്ചതിന് ശേഷം സുരേഷിന്റെ പുതിയ ഡ്രസ്സ് എടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ അതിരാവിലെ വീട് പൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിരിക്കാമെന്നും പറയപ്പെടുന്നു. മൈക്കിൾ വീടിന്റെ അകത്ത് കയറി വിശദമായി പരിശോധിച്ചു.
പുറത്തിറങ്ങിയ അയാളും ഡേവിഡും അയൽവാസിയായ രാജീവന്റെയും ലേഖയുടെയും മൊഴിയെടുത്തു. അന്ന് വന്നയാളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇല്ല സാർ. കണ്ടാൽ തിരിച്ചറിയൂലേ ആ മുഖം? തിരിച്ചറിയും സാർ. ഒരു തവണയെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് അയാൾ വീടിന് പുറത്തു വന്നപ്പോൾ സുരേഷ് വിളിച്ച് പരിചയപ്പെടുത്തിയതായിരുന്നു. എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നും വിട്ടുപോവാതെ വിശദമാക്കാമോ? മൈക്കിൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാനിരുന്ന നിമിഷത്തിൽ അടുത്തേക്ക് വന്ന ഡേവിഡ് മൈക്കിളിനോട് തനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറഞ്ഞു. എന്താ ഡേവിഡ്, എന്താണ് കാര്യം? മൈക്കിൾ, ഞായറാഴ്ച പകൽ ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്നും കോൺസ്റ്റബിൾ മണി എന്നെ വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞത് വീണയുടെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതിയെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വിളിച്ചു എന്നായിരുന്നു. എന്നോട് നേരിട്ട് മാത്രമേ പറയൂ എന്നും ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ കുറേ കോൾസ് വന്നതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ മണിയെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ അകത്തെ ബെഡിൽ നിന്നും ഫോൺ റിങ് ചെയ്തു. അതായത് കൊല്ലപ്പെട്ട ദിവ്യയായിരുന്നു സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞവരെ രണ്ടുപേരെയും പ്രതി കൊലപ്പെടുത്തി കളഞ്ഞല്ലോ. അതെ, നല്ലൊരു ചാൻസ് ആയിരുന്നു അയാളെ പിടിക്കാൻ കിട്ടിയത്. അത് നഷ്ടപ്പെടുത്തി. മൈക്കിൾ അയൽവാസികളുടെ മൊഴിയെടുത്തു. ശരി രാജീവ്, അന്ന് രാത്രി കൊലപാതകം നടക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ നിങ്ങൾ ബഹളമോ ഒന്നും കേട്ടില്ലേ? ഇല്ല സാർ, അന്ന് ഞങ്ങൾ രാത്രി സിനിമയ്ക്ക് പോയിരുന്നു. എന്നിട്ട് നിങ്ങൾ എത്ര മണിക്കാണ് തിരിച്ചെത്തിയത്? സാർ, ഞങ്ങൾ 6 മണിയുടെ ഷോക്ക് പോയപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. തുടർന്ന് പുറത്തൊക്കെ കറങ്ങി 9 മണിക്കുള്ള സെക്കൻഡ് ഷോക്കാണ് കയറിയത്. അത് കഴിഞ്ഞപ്പോൾ 12 മണിയായി. തിരിച്ചൊരുപാട് ദൂരം പോവേണ്ടതോർത്തപ്പോൾ ലേഖ പറഞ്ഞു, രാത്രി ഇനി അങ്ങ് പോവണ്ട, എൻ്റെ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു. അവളുടെ വീട് ടൗണിൻ്റെ അടുത്തായിരുന്നു. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് സംഭവം അറിയുന്നത്? രാവിലെ പിള്ളേർക്ക് സ്കൂളുണ്ട്, ചേട്ടനും ജോലിക്ക് പോവേണ്ടത് കൊണ്ട് 7:30 മണിക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. അപ്പോഴാണ് ചേട്ടൻ്റെ ഫോണിൽ സുഹൃത്ത് ആരോ വിളിച്ച് സംഭവം പറയുന്നത്. ശരി. ഇനി ബോഡി ആദ്യം കണ്ട ദൃക്സാക്ഷി, ആ പാല് കൊണ്ടുവന്ന സ്ത്രീ എവിടെ? കൈകൂപ്പിക്കൊണ്ട് ഡേവിഡിൻ്റെ അടുത്ത് വന്ന സ്ത്രീയോട് ഡേവിഡ് കണ്ട കാര്യങ്ങൾ വിശദമാക്കാൻ ആവശ്യപ്പെട്ടു. പാല് കൊടുക്കാൻ വേണ്ടി രാവിലെ 6:30 ഇവിടെ വന്നപ്പോഴാണ് അകത്ത് ലൈറ്റും TV-യും എല്ലാം ഇട്ടേച്ചത് കണ്ടത്. അത്ര രാവിലെ ആരും ഉറക്കം എഴുന്നേൽക്കാറില്ലായിരുന്നു ഈ വീട്ടിൽ. ഞാൻ വന്ന് ബെല്ലടിച്ചാലാണ് ദിവ്യ കൊച്ചു വാതിൽ തുറക്കുക. അന്ന് ഒരുപാട് തവണ ബെല്ലടിച്ചിട്ടും വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. അപ്പോഴാണ് പത്രം ഇടുന്ന രമേശൻ സൈക്കിളിൽ വന്ന് പത്രം ഗേറ്റിലേക്കിട്ട് പോയത്. അവനോട് ഞാൻ പറഞ്ഞു, ആരും വാതിൽ തുറക്കുന്നില്ല, എന്തോ പന്തികേട് പോലെ തോന്നുന്നു. ഒന്നുകൂടി വിളിച്ചു നോക്കാൻ പറഞ്ഞ് അവൻ പോയി. ഞാൻ വീണ്ടും വിളിച്ചു തുറക്കാതായപ്പോൾ ആ വശത്തുള്ള ജനാലിൽ കൂടെ നോക്കിയപ്പോഴാണ് സാറും ദിവ്യക്കൊച്ചും ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടത്. ഞാൻ നിലവിളിച്ചു. അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു. നിങ്ങളെപ്പോഴും ആ സമയത്താണോ പാല് കൊണ്ടുവരുന്നത്? അതെ സാറേ. ആ പത്രക്കാരനോ? അവൻ രാവിലെ 5 മണിക്ക് പത്രം ഇടാനായി തുടങ്ങും. മണി, ആ പത്രക്കാരൻ്റെ മൊഴിയെടുക്കണം ഇപ്പോൾ തന്നെ, സമയം തീരെയില്ല. ശരി സാർ. പത്രക്കാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴേക്കും അയാൾക്കും കൂടുതലായി ഒന്നും പറയാനില്ലായിരുന്നു. എന്നാൽ അവസാനമായി മൈക്കിൾ അയാളോട് മറ്റൊരു കാര്യം ചോദിച്ചു. രമേശിൻ്റെ വീട് എവിടെയാണ്? അടുത്താണ് സാറേ. എത്ര മണിക്കാണ് ദിവസവും പത്രം എടുക്കാനായി വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്? 5 മണിയാവും സാറേ. അന്ന് ഈ വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഈ വീടിനും മെയിൻ റോഡിനും ഇടയിൽ ആരെയെങ്കിലും കണ്ടതായോ അല്ലെങ്കിൽ പരിചിതമല്ലാത്ത എന്തെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? രമേശൻ തല മേലോട്ട് ഉയർത്തി. കുറേ ചിന്തിച്ച ശേഷം ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. രമേശൻ ഒന്നുകൂടെ ഓർത്തു നോക്ക്. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് പത്രം എടുക്കാനായി വീട്ടിൽ നിന്നും സൈക്കിൾ ചവിട്ടി ഇതുവഴി പോയ രമേശൻ മെയിൻ റോഡിലെത്തി അവിടെ നിന്നും കവല വരെ എത്തുന്ന ആ ദിവസം ഓർത്തു നോക്കിയേ. സാറേ ഉണ്ട്. അന്ന് 5:15 കഴിഞ്ഞിരുന്നു. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വളരെ വേഗത്തിൽ സൈക്കിൾ ചവിട്ടിപ്പോയപ്പോൾ ഇവിടെ നിന്നും 2-3 വളവുകൾ കഴിഞ്ഞപ്പോൾ ഒരു പർദ്ദയിട്ട മുഖം മൂടിയ ഒരു സ്ത്രീയും അവളുടെ കൈ പിടിച്ച് പ്രായം ചെന്ന ഒരാളും ഒരധികം പ്രായമില്ലാത്ത മറ്റൊരാളും നടന്നു പോകുന്നത് കണ്ടു സാർ. അവർ കൈ കാണിച്ച് എന്നോട് ചോദിച്ചു, ടൗണിലേക്ക് വല്ല വണ്ടിയും കിട്ടുമോയെന്ന്. ഞാൻ പറഞ്ഞു, അടുത്ത് ഓട്ടോ സ്റ്റാൻഡുണ്ട്, അവിടെ രാവിലെ 2 വണ്ടികൾ കാണുമെന്ന് പറഞ്ഞു. പാവങ്ങളാണ് സാറേ അത്. അതെന്താടോ പാവങ്ങളാണെന്ന് തനിക്ക് തോന്നിയത്? സാറേ, ആ പർദ്ദയിട്ട പെങ്കൊച്ചിൻ്റെ കൂടെയുള്ള 2 ആൾക്കും കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. അവളുടെ കൈ പിടിച്ച് നടക്കുകയായിരുന്നു 2 ആളും. പാവങ്ങളാണെന്ന് കണ്ടാൽ തോന്നും സാറേ. ആ പത്രക്കാരൻ പറഞ്ഞത് കേട്ടതും മൈക്കിളും ഡേവിഡും മുഖത്തോട് മുഖം നോക്കി. സാറേ, മറ്റൊരു തെളിവ് കൂടി കിട്ടിയിട്ടുണ്ട്. ആ കത്തിക്കരിഞ്ഞ ഷർട്ടിൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ അത് സ്റ്റിച്ച് ചെയ്ത കടയുടെ പേരും സ്ഥലവുമുണ്ട്. മൈക്കിളും ഡേവിഡും ആ പേരും സ്ഥലവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് പാലക്കാട് നവവധു വീണ കൊല്ലപ്പെട്ട ആ സ്ഥലത്തെ ഒരു തുന്നൽക്കടയുടെ പേരാണ് ഷർട്ടിന് പിന്നിലെന്ന് വ്യക്തമായതോടെ ആ ഷർട്ടുമെടുത്ത് അവർ പാലക്കാട്ടേക്ക് പുറപ്പെടാനൊരുങ്ങി. സാർ, ഒരാളുടെ പ്രധാന മൊഴിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ ബസ് സ്റ്റോപ്പിനടുത്ത് ചായക്കട നടത്തുന്ന കുമാരേട്ടൻ. പുള്ളി 4 മണി കഴിയുമ്പോൾ കട തുറക്കും. രാവിലെ വണ്ടിക്കാരുടെയും മറ്റും ചായയുടെ തിരക്കും കാണും. അന്ന് തിങ്കളാഴ്ച 4:45 തീരെ പരിചയമില്ലാത്ത ഒരാൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പുള്ളി പറയുന്നുണ്ട്. നല്ല പുതിയ മുണ്ടും ഷർട്ടുമാണ് വേഷമെന്നും അയാൾ പറഞ്ഞു. കയ്യിലൊരു സ്വർണ്ണ നിറത്തിലുള്ള വാച്ചും കഴുത്തിലൊരു സ്വർണത്തിൻ്റെ ചെയിനും കിടന്നിരുന്നുവെന്ന് അയാൾ പറയുന്നു. മുഖം കണ്ടാൽ തിരിച്ചറിയുമെന്നല്ലാതെ മറ്റൊന്നും അയാൾക്ക് പറയാനില്ലായിരുന്നു.
അയാൾ എങ്ങനെയാ പോയെന്ന് ചോദിച്ചു. അതയാൾ കണ്ടില്ലത്രേ. ഒന്നുകിൽ ലോറിയിലോ അല്ലെങ്കിൽ 5 മണിക്കുള്ള ബസ്സിലോ പോയിരിക്കാമെന്നാണ് അയാൾ പറയുന്നത്. സാറേ, മറ്റൊരു ഫോറൻസിക് റിപ്പോർട്ടിലും മെഡിക്കൽ സർജന്റെയും റിപ്പോർട്ടിൽ കൊല നടത്തിയത് ഒരാൾ മാത്രമാണെന്ന് പറയുന്നുണ്ട്. ഈ വീട്ടിലും ഒരാളുടെ സാന്നിധ്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സാറന്മാരാ പത്രക്കാരൻ പറയുന്ന ആ കണ്ണു കാണാത്ത പാവങ്ങളുടെ പുറകെ പോകണ്ടല്ലോ. അതിനു മുമ്പ് ബസ് സ്റ്റോപ്പിൽ നിന്നതല്ലേ യഥാർത്ഥ പ്രതി? മണി, താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിൽ താനും മറ്റുള്ളവരും എല്ലാവരും ഞെട്ടുന്ന പേടിക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. വഴിയെ അറിയുമൊക്കെ. വൈകുന്നേരത്തോടെ പാലക്കാട് എത്തിയ മൈക്കിളും ഡേവിഡും ശ്രീജിത്തിന്റെ സഹായത്തോടെ തുന്നൽക്കട കണ്ടുപിടിച്ചു. ഒരു പ്രായം ചെന്ന ഒരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു കണ്ണട വെച്ച അയാൾ കണ്ണടയൊന്ന് താഴ്ത്തി മൈക്കിളിനെയും ഡേവിഡിനെയും നോക്കി. ചേട്ടൻ നമസ്കാരം. ഈ കാണുന്ന ഷർട്ട് ചേട്ടൻ്റെ കടയിൽ നിന്നും സ്റ്റിച്ച് ചെയ്തതല്ലേ? എവിടെ നോക്കട്ടെ. ആ, ഇത് ഞാൻ ഷർട്ട് തയ്ച്ചാണ്. എന്തേ, ഇതുപോലത്തെ തയ്ക്കണോ? വേണ്ട ചേട്ടാ, ഇത് കൊടുത്തവനെ കാണിച്ചു തന്നാൽ മതി. അതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കളർ ഷർട്ട് സൈസ് ഇതൊക്കെ ബുക്കിൽ നോക്കി പറയാന്ന് വെച്ചാൽ മെനക്കേടാണ് മക്കളെ. ഇപ്പോൾ ഞാൻ ഇത്തിരി തിരക്കിലാണ്, പോയിട്ട് പിന്നെ വാ. അത്ര നേരം സൗമ്യമായി പെരുമാറിയ ഡേവിഡ് പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് ബുക്ക് തപ്പാൻ തുടങ്ങി. കുറച്ചു നേരം തപ്പിയ ശേഷം അയാൾ ആ ഷർട്ടിന്റെ ഉടമയെ കണ്ടുപിടിച്ചു. കിട്ടി. പേര് പവിത്രൻ. കിഴക്കേലെ പവിത്രൻ സാറിനാണ് ആ ഷർട്ട് കൊടുത്തേക്കുന്നത്. ആ പേര് കേട്ട് ഞെട്ടിയ ശ്രീജിത്ത് തയ്യൽക്കാരന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ചേട്ടൻ ഒന്നുകൂടി നോക്കിയേ. അതേന്ന് എനിക്ക് മാറില്ല, ഇത് കിഴക്കേലെ പവിത്രന്റെ തന്നെയാണ്. ആരാണ് പവിത്രൻ? ശ്രീജിത്തിനറിയോ? സാർ, എനിക്കറിയാവുന്ന ആളാണ്. നമ്മുടെ വീടിന്റെ പുറകിൽ കൂടെയുള്ള വഴിയിലെ 5ാമത്തെ വീടാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അയൽക്കാരാണ് സാറേ. പുള്ളി പരോപകാരിയാണ്, മാന്യനാണ്. ഇത് ഇങ്ങേർക്ക് തെറ്റിയതാവും. പുള്ളിക്ക് എന്താണ് ജോലി? പാലക്കാട് ഒരു ജ്വല്ലറി ഉണ്ട് സാർ. സ്വർണ്ണപ്പണിക്കാരനായിരുന്നു ആദ്യം, പിന്നെ പണമൊക്കെ സമ്പാദിച്ചപ്പോൾ ജ്വല്ലറി ഇട്ടു. ശ്രീജിത്ത് വിട്ടോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ചുരുളുകൾ ഇനി ഒന്നൊന്നായി അഴിയുമെന്ന വിശ്വാസത്തിൽ അവർ രണ്ടുപേരും പവിത്രന്റെ വീട് ലക്ഷ്യമാക്കി വണ്ടിയും എടുത്ത് പുറപ്പെട്ടു. പവിത്രന്റെ വീട്ടുമുറ്റത്ത് അവർ എത്തുമ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു. അയാളുടെ 2 പെൺമക്കൾ പുറത്തിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. മൈക്കിളിനെയും ഡേവിഡിനെയും കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ട് പുറത്തു വന്ന പവിത്രന്റെ ഭാര്യയ്ക്ക് അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആ, എന്താ സാറന്മാര് ഈ നേരത്ത്? പവിത്രനെ ഒന്ന് കാണാൻ വന്നതാണ്. പുള്ളി ഇവിടെയുണ്ടോ? ഉണ്ടല്ലോ സാർ. സാറന്മാര് കയറി വാ. കയറാനൊന്നും സമയമില്ല, നീ ചെന്ന് പുള്ളിയെ വിളിച്ചുകൊണ്ട് വാ. എന്താ സാറേ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ കാര്യം അറിഞ്ഞാലേ നീ വിളിക്കുമല്ലേ? ശരി, പറയാം. ഇന്നലെ മലപ്പുറത്ത് 2 കൊലപാതകങ്ങൾ നടന്നു. കൊല്ലപ്പെട്ടത് ഒരു ഭാര്യയും ഭർത്താവും. അവിടെ നിന്നും പോലീസിന് കിട്ടിയത് ഒരേ ഒരു തെളിവ് ഈ ഷർട്ടാണ്. ഈ കളർ ഷർട്ട് പവിത്രന്റെ അല്ലേ? നോക്ക്. അതെ സാർ. പക്ഷേ എന്താണ് പക്ഷേ? നീ വിളിക്കുന്നോ അതോ ഞങ്ങൾ പിടിച്ചു വലിച്ചെടുക്കണോ അവനെ? 2 അല്ല 3 കൊലപാതകങ്ങൾ, ചിലപ്പോൾ 4. ഇതൊക്കെ ചെയ്തത് അവനാണ്. നിങ്ങളുടെ അയൽവാസിയായ വീണയുടെ കൊലപാതകത്തിലും അയാൾക്ക് പങ്കുണ്ട്. അതിന്റെ തെളിവുമുണ്ട്. സാറന്മാരകത്തേക്ക് കയറി വാ, വന്ന് നോക്ക്, എന്നിട്ട് സംസാരിക്കേ. ആ സ്ത്രീ പറഞ്ഞതനുസരിച്ച് അകത്ത് കയറി നോക്കിയ മൈക്കിളും ഡേവിഡും ശരിക്കും ഒന്ന് ഞെട്ടി. ഒരു കട്ടിലിൽ തളർന്നു കിടക്കുന്നു പവിത്രൻ. 2 മാസം മുമ്പ് ജോലി സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ്. അതിനുശേഷം തളർന്ന് കിടപ്പിലാണ്. കാലൊന്നും അനക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. സാറേ, കുറെ ചികിത്സ നടത്തി, ഫലം കണ്ടില്ല. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഡേവിഡിന് നേരെ കുറെ മെഡിക്കൽ രേഖകൾ നൽകി. അതൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം അയാൾ ചോദിച്ചു, അപ്പോൾ ഈ ഷർട്ട്? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രാത്രി ഈ വീടിന്റെ മുറ്റത്തുകൂടെയും മറ്റും ആരൊക്കെയോ ഓടുന്ന പോലെ തോന്നി. പിറ്റേ ദിവസം നോക്കുമ്പോൾ പുറത്തിട്ടിരുന്ന ചേട്ടന്റെ ഷർട്ടും ഒന്നും കാണുന്നില്ല. അങ്ങനെയാണ് ഇത് നഷ്ടമായത്. അവർ രണ്ടുപേരും ഒന്നും പറയാതെ ഇറങ്ങി. പോകുന്ന വേളയിൽ ഡേവിഡ് നാൻസിയെ വിളിച്ചു. നാൻസി, ഇന്ന് വീടിന് മുന്നിൽ പോലീസ് കാവലുണ്ടാവും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഡേവിഡ് ഇന്ന് കൊച്ചിക്കില്ലേ? ഇല്ല, ഇന്ന് പാലക്കാട് തന്നെ ഉണ്ടാവും. ഇത് തീർപ്പാക്കിയിട്ട് ഇനി വിശ്രമമുള്ളൂ. ഫോൺ വെച്ചതിന് ശേഷം ഡേവിഡും മൈക്കിളും സ്റ്റേഷൻ ക്വാർട്ടേഴ്സിലേക്ക് പോയി. നല്ല യാത്രാക്ഷീണം കാരണം ഡേവിഡും മൈക്കിളും നേരത്തെ കിടന്നു. പോലീസുകാർ കാവലുള്ള ധൈര്യത്തിൽ നാൻസിയും അന്ന് സമാധാനത്തോടെ കിടന്നു. സുരേഷിന്റെയും ദിവ്യയുടെയും മരണത്തിൽ വളാഞ്ചേരിയിലെ ആ വീടും പരിസരവും നാട്ടുകാരും രാജീവും ലേഖയും എല്ലാവരും നല്ല വിഷമത്തിലായിരുന്നു. തലേ ദിവസം വരെ കുശലം പറഞ്ഞ 2 പേർ ചോരയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന കാഴ്ച അവരെ 2 പേരെയും നന്നായി വേദനിപ്പിച്ചു. രാജീവ് പതിവിലും അന്ന് രാത്രി നന്നായി മദ്യപിച്ചു. പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത ലേഖ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ലേഖ പോയി കിടന്നു. രാജീവ് ഹാളിലെ സോഫയിൽ മദ്യപിച്ച് അബോധാവസ്ഥയിലായ ഉറക്കത്തിൽ വഴുതി വീണു. ദിവ്യയുടെ തമാശയും കുശലം പറച്ചിലും ഇനി കേൾക്കില്ലല്ലോ എന്നോർത്ത ലേഖയുടെ കണ്ണു നിറഞ്ഞു. അവൾ ബെഡ്റൂമിലെ ജനാലകൾ തുറന്നു. ദിവ്യയുടെ വീട്ടിൽ നല്ല ഇരുട്ട്. എന്നും വെളിച്ചവും ടിവിയുടെ ശബ്ദവും ഉണ്ടായിരുന്ന ആ വീട് ഇന്ന് ഇരുട്ടിൽ മൂടിക്കെട്ടിയിരിക്കുന്നു. അവൾക്ക് ചെറുതായൊരു പേടിയും തോന്നി. കാരണം പറമ്പിലെ ഏതോ മരക്കൊമ്പിൽ നിന്നും കൂമന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അകലെ പട്ടികളുടെ ഓരിയിടലും. ലേഖ ഡോർ പാതിചാരി ഫോണെടുത്ത് വാട്സപ്പ് നോക്കി സുരേഷിന്റെയും ദിവ്യയുടെയും ഫോട്ടോയും ആദരാഞ്ജലികളിട്ട പോസ്റ്റും കണ്ടുകൊണ്ട് ഫോൺ മാറ്റിവെച്ച് ലേഖ കിടന്നു. എന്തോ വല്ലാത്തൊരു കാറ്റുള്ള രാത്രിയായിരുന്നു അത്. ഒരു മുഴക്കം പോലെ കാറ്റ് നന്നായി അടിക്കുന്നുണ്ടായിരുന്നു.
പുറത്തെ ടാർപ്പയുടെ മേൽ എന്തോ ഓല വീണതിൻ്റെ ശബ്ദം കേട്ടാണ് ലേഖ ഉണർന്നത്. അവൾ സമയം നോക്കി. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. 12:45. അവൾ മെല്ലെ എഴുന്നേറ്റ് ലൈറ്റിട്ടു. നാശം, കറണ്ടുമില്ല. അവൾ ടോർച്ചടിച്ച് ഹാളിലെത്തി. രാജീവ് മദ്യത്തിൻ്റെ ലഹരിയിൽ ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. കുട്ടികളുടെ മുറി മെല്ലെ തുറന്ന് ബ്ലാങ്കറ്റ് എടുത്ത് അവരെ പുതപ്പിച്ചു. അവർ ജനാലയുടെ കർട്ടൻ നീക്കിയിട്ടില്ലായിരുന്നു. ലേഖ അത് നീക്കാനായി ജനാലയുടെ അടുത്ത് പോയപ്പോഴാണ് കൊല്ലപ്പെട്ട ദിവ്യയുടെയും സുരേഷിൻ്റെയും വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞു വെളിച്ചം പോലും എന്തോ അവൾ കണ്ടത്. തോന്നിയതാവും, പോലീസ് അടച്ചുപൂട്ടിയ വീട്ടിൽ ആര് വരാൻ, അതും ഇന്നലെ കൊല നടന്ന വീട്ടിൽ. മുടി ഒതുക്കി കെട്ടിയ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് ലേഖ അവളുടെ മുറിയിലേക്ക് നടന്നു. പെട്ടെന്നാണ് അവളുടെ മുന്നിൽ കൂടെ ഹാളിലെ മറ്റൊരു മുറിയിൽ നിന്നും കറുത്തൊരു പൂച്ച കരഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് ഓടിയത്. അവൾ ഒരു നിമിഷം അമ്മയെന്ന് വിളിച്ചുപോയി. അവൾ നേരെ അടുക്കളയിൽ പോയി തട്ടിനടിയിൽ ഒളിച്ച പൂച്ചയെ അടുക്കളവാതിൽ മെല്ലെ തുറന്ന് അവൾ പുറത്തേക്ക് ഓടിച്ചു വിട്ടു. പെട്ടെന്ന് പാതി തുറന്നു വെച്ച അടുക്കളവാതിൽ പടിയിൽ ഒരു കൈ വന്ന് പതിച്ചു. ഒരു നിമിഷം പേടിച്ച് നെഞ്ചു കത്തിയ അവൾ ഒന്നും നോക്കാതെ ആ വാതിലടച്ച് കുറ്റിയിട്ടു. അടുക്കളയിൽ നിന്നും ഹാളിലേക്കുള്ള അവളുടെ നടത്തത്തിന് വേഗത കൂടി. ഹാളിലെത്തിയ അവൾ രാജീവനെ തട്ടി വിളിച്ചു. രാജീവേട്ടാ, ഏട്ടാ, രാജീവേട്ട എഴുന്നേൽക്ക്, എനിക്കെന്തോ പേടിയാവുന്നു, എഴുന്നേൽക്ക് ഏട്ടാ. അയാളുടെ ഒരു ഞെരുക്കം മാത്രമേ ഉള്ളൂ. മൂക്കറ്റം കുടിച്ചിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇവിടെ ഒറ്റയ്ക്ക്, ദൈവമേ, കറണ്ടും വരുന്നില്ലല്ലോ. ഹാളിലും കുട്ടികളുടെ മുറിയിലും ഓരോ മെഴുകുതിരി കത്തിച്ച് വച്ചതിന് ശേഷം ഒരു മെഴുകുതിരി കത്തിച്ച് ലേഖ തൻ്റെ മുറിയിലേക്ക് നടന്നു. മെഴുകുതിരി കത്തിച്ച് വെച്ച് ബ്ലാങ്കറ്റ് എടുത്ത് കാലിൽ മാത്രം പൊതിച്ചിട്ട് അവൾ പ്രാർത്ഥിച്ച് കണ്ണടച്ച് കിടന്നു. ലേഖ കിടന്നപ്പോൾ അവളുടെ ചിന്തകളിൽ വന്നത് അകാല മൃത്യു സംഭവിച്ച ആത്മാക്കൾ 16 ദിവസം വരെ ഗതി കിട്ടാതെ അലയുമെന്നും രാത്രിയുടെ ഏതോ ഇരുണ്ട യാമങ്ങളിലാണ് യക്ഷികളുടെയും മുടിയന്മാരുടെയും ഗന്ധർവന്മാരുടെയും സഞ്ചാരമെന്നും മുത്തശ്ശിയും അമ്മയും പറഞ്ഞ പഴയകാല കഥകളാണ് പിന്നീട് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവൾ നന്നായി പ്രാർത്ഥിച്ചു കിടന്നു. രാത്രി എപ്പോഴും മെഴുകുതിരി അണഞ്ഞത് ഉറക്കത്തിലായി അവൾ അറിഞ്ഞില്ല. എന്നാൽ കാലിൽ നിന്ന് മരക്കെട്ട് വരെ പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് ഇരുട്ടിൽ താഴേക്കാരോ വലിക്കുന്ന പോലെ അവൾക്ക് തോന്നി. സ്വപ്നത്തിലാണെന്ന് കരുതി അവൾ കണ്ണു തുറക്കാതെ കിടന്നു. എന്നാൽ പെട്ടെന്ന് കാലിനേറ്റ തണുപ്പിൽ അവൾ ഞെട്ടി ഉണർന്നു. നല്ല ഇരുട്ട്, മെഴുകുതിരിയും അണഞ്ഞു. അവൾ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചു നോക്കി. ബ്ലാങ്കറ്റ് നിലത്ത് വീണ് കിടക്കുന്നു. ആരോ വലിച്ചതുപോലെ തോന്നിയതല്ല, സത്യമാണെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ലേഖ എഴുന്നേറ്റ് ഫ്ലാഷ് അടിച്ച് ഹാളിലെത്തി നോക്കുമ്പോൾ സോഫയിൽ കിടന്ന രാജീവിനെ കാണുന്നില്ല. ഇതെവിടെ പോയി എന്ന് ചിന്തിച്ചവൾ ഫ്ലാഷ് ചുറ്റുമടിച്ചപ്പോഴാണ് തൊട്ടുപുറകിൽ ആരോ നിൽക്കുന്നത് അവൾ കണ്ടത്. അമ്മേ, എന്താടി? ഓ, നിങ്ങളായിരുന്നോ മനുഷ്യ, പേടിച്ചുപോയി. നിങ്ങൾ എവിടെ പോയതാ? രാജീവ് അപ്പോഴും മദ്യത്തിൻ്റെ ലഹരിയിൽ തന്നെയായിരുന്നു. അയാൾ നാക്ക് കുഴഞ്ഞുകൊണ്ട് മുള്ളാൻ എന്ന് പറഞ്ഞ് സോഫയിൽ മലർന്നു കിടന്നു. ഓ, ബോധത്തിലല്ലായിരുന്നോ? മെഴുകുതിരി ഒന്നുകൂടെ കത്തിച്ച് അവൾ റൂമിലേക്ക് പോയി വാതിലടച്ച് കുറ്റിയിട്ട് കിടന്നു. കൊല ചെയ്യപ്പെട്ട സുരേഷിൻ്റെയും ദിവ്യയുടെയും വീടിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം കത്തി നിൽക്കുന്നു. പുറത്തെ ജനാലയിൽ കൂടെ അത് കത്തി നിൽക്കുന്നതാണ് അവൾ കണ്ടത്. ആ ചെറിയ വെട്ടം മുറിയിൽ കൂടെ നീങ്ങുന്നത് കണ്ട ലേഖയുടെ കാലിൽ നിന്നും ഒരു വിറയൽ അങ്ങോട്ട് തുടങ്ങി. എണീക്കാനും വയ്യ, കിടക്കാനും വയ്യാത്ത അവസ്ഥയിലായി അവൾ. അവൾ തൻ്റെ മുറിയുടെ ജനാല കർട്ടൻ കൊണ്ട് മറച്ച് ബെഡിൽ കണ്ണും ചെവിയും പൊത്തിക്കിടന്നു. തോന്നിയതായിരിക്കണമേ എല്ലാമെന്ന് അവൾ മനസ്സിൽ സ്വയം സമാധാനിച്ചു കിടന്നു. കാരണം ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു കാലത്തും ആ വീട്ടിൽ ഭയമില്ലാതെ താമസിക്കാൻ പറ്റില്ല. അതറിഞ്ഞ് അവൾ ധൈര്യം സംഭരിച്ച് എഴുന്നേറ്റ് ജനാലയുടെ കർട്ടൻ നീക്കി ജനാല തുറന്നു. ഒരു വെളിച്ചമോ ഒന്നുമില്ല. അവളൊന്ന് കൈ നെഞ്ചത്ത് വെച്ച് നെടുവീർപ്പിട്ടു. അപ്പോൾ ഒരു ശക്തമായ കാറ്റടിച്ച് വീർത്തിരുന്ന അവൾക്ക് ഒരാശ്വാസമായി തോന്നിയത്. അവൾ ചെറുതായി കണ്ണടച്ച നിമിഷത്തിൽ ദിവ്യയുടെ വീട്ടുമുറ്റത്ത് നിന്നും ഇരുട്ടിൽ കൂടി ഒരു കറുത്ത നിഴൽ പോലെ എന്തോ ഓടി വന്ന് അവളുടെ ജനാലക്കരികിൽ വന്നു നിന്നു. ജനാലയുടെ കമ്പികളിൽ പിടിച്ചു. കൈ നിറയെ രോമങ്ങളുള്ള ചോരക്കറയുള്ള ഒരു കറുത്ത കൈ. ലേഖയുടെ നിലവിളി കേട്ട് ഉറക്കത്തിലായിരുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ജനാലയുടെ സൈഡിൽ നിന്നും കുറച്ച് പുറകിലോട്ട് അവൾ മാറി നിന്നിട്ടും ഇരുട്ടിൽ ചോരക്കറകളുള്ള ആ കൈകൾ ആ സമയവും ജനാലക്കമ്പികളിൽ പിടിച്ചിരിക്കുകയായിരുന്നു. കൈകളിലെയും കാലുകളിലെയും വിറയൽ കാരണം സകല ശക്തിയും ചോർന്നുപോയ അവസ്ഥയിലായിരുന്നു അവൾ. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് അവൾ തൻ്റെ മുറിയുടെ വാതിലടച്ചു പൂട്ടി. ഹാളിലെത്തി. അവിടെ രാജീവ് നല്ല ഉറക്കം. അവൾ ഓടി കുഞ്ഞുങ്ങളുടെ മുറിയിൽ പോയി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. അവൾ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ബെഡിലിരുന്നു. അപ്പോഴും ജനാലയുടെ വാതിലും അടുക്കളവാതിലും മുൻവശത്തെ വാതിലും ശക്തമായി ആരോ ഇടിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം എല്ലാം നിശബ്ദമായി. അവൾ സമയം നോക്കി. നേരം പുലരാൻ ഇനി അധികം സമയമില്ല. താൻ അനുഭവിച്ച ഈ കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? രാജീവ് ഒന്നും അറിയാതെ കിടക്കുകയാണ്. രാജീവ് പോലും വിശ്വസിക്കില്ല എന്ന മനസ്സിൽ സ്വയം കരുതിയ ലേഖ കുഞ്ഞുങ്ങളെ ബെഡിൽ കിടത്തി ഉറക്കി. ആ രാത്രി ഒട്ടും ഉറങ്ങാതിരുന്ന അവളുടെ കണ്ണും ചെറുതായി അടഞ്ഞു. നല്ല ഉറക്കത്തിൽ വഴുതി വീണ ലേഖ ഒരു വിളി കേട്ടാണ് ഉണർന്നത്. മോളെ, മോളെ, വാതിൽ തുറക്കും മോളെ. മുൻവശത്തെ വാതിലിൻ്റെ അടുത്ത് നിന്നാണ് ശബ്ദം. തീരെ പരിചയമില്ലാത്തൊരു ശബ്ദമായിട്ടാണ് അവൾക്ക് തോന്നിയത്. ലേഖ എഴുന്നേറ്റ് സമയം നോക്കി. 3:30 ഈ നേരത്ത് ഇത് ആരാണെന്ന് ചിന്തിച്ച് അവൾ ഹാളിൽ വന്നു. ആരാണ്?
മോളെ ഞാനാണ്, വാതിൽ തുറക്കും മോളെ. പതിഞ്ഞ സ്വരത്തിലായിരുന്നു സംസാരം. ലേഖ മുൻവശത്തെ ജനാലയുടെ കർട്ടൻ മാറ്റി ജനാലയ്ക്കടുത്ത് വന്ന് ഒന്നുകൂടെ ചോദിച്ചു, ആരാണ്? വാതിൽ തുറക്കും മോളെ. അടുത്തു നിന്ന് കേട്ടപ്പോൾ ഒരു പാവം പ്രായം ചെന്ന ഒരാളുടെ ശബ്ദം പോലെ തോന്നിയ ലേഖ ആരാണെന്നറിയാൻ ജനാല തുറന്നു. ജനാലയുടെ പുറത്ത് അവൾ കണ്ടത് മുഖത്തിന്റെ ഒരു വശത്ത് ആസിഡ് പോലെ എന്തോ പൊള്ളി വികൃതമായ മുഖമുള്ളൊരു മനുഷ്യനെയാണ്. കറുത്തിരണ്ട ഒരു വശം പൊള്ളിയ മനുഷ്യൻ കറുത്തിരണ്ട് ചിരിച്ചത് കണ്ട ലേഖ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി കൊണ്ട് അതിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞ് അകത്തേക്ക് ഓടിപ്പോയി. നേരം പുലർന്നു. ലേഖയുടെ വീട്ടിലെ എല്ലാ ലൈറ്റും കത്തി നിൽക്കുന്നു. കരണ്ട് പുലർച്ചെ എപ്പോൾ വന്നുവെന്നറിയില്ല. ബാത്റൂമിന്റെ വാതിൽ ശക്തമായി ആരോ ഇടിക്കുന്നത് കേട്ട പത്രക്കാരൻ രമേശൻ ലേഖയുടെ വീടിന്റെ മുന്നിൽ സൈക്കിൾ നിർത്തി അകത്തേക്ക് കയറി. ലേഖ ചേച്ചി, രാജീവേട്ട ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ശബ്ദം. ലേഖ തുറക്ക്, വാതിൽ തുറക്ക് ലേഖ. ബാത്റൂമിനകത്ത് നിന്നും രാജീവിന്റെ ശബ്ദം കേട്ട രമേശൻ പുറകുവശത്തു പോയി ബാത്റൂമിന്റെ വാതിൽ തുറന്നു. ആ സാറെന്താ ഇതിലാണോ ഇന്നലെ കിടന്നത്? ആ രമേശ, ഓർമ്മയില്ലടോ, എന്നെ ആരോ ഇതിലിട്ട് പൂട്ടി. പൂട്ടാനോ? ഒരു സ്മെല്ലുണ്ടല്ലോ സാറേ, ഇന്നലെ മൂക്കറ്റം കയറ്റിയെന്ന് തോന്നുന്നല്ലോ. കുറച്ച് ഓവറായി പോയിടോ. എന്നാ സംശയിക്കണ്ട, ചേച്ചി അകത്തിട്ട് പൂട്ടിയതാവും. കുറച്ച് കുടിച്ചാൽ പോരെ സാറേ. അതും പറഞ്ഞ രമേശൻ വീടിന്റെ വെളിയിലിറങ്ങി സൈക്കിൾ എടുത്ത് പോയി. രാജീവ് മുഖം കഴുകി തുടച്ച് അടുക്കളവാതിൽ തുറന്ന് ലേഖയെ വിളിച്ചു അകത്ത് പോയി. അവരുടെ ബെഡ്റൂം തുറന്ന് നോക്കി അതിൻ്റെ ഉള്ളിൽ ആരുമില്ലെന്നറിഞ്ഞ അയാൾ കുട്ടികൾ കിടക്കുന്ന മുറിയിലേക്ക് പോയി വാതിൽ മെല്ലെ തുറന്നു. ലേഖയും മക്കളും നല്ല ഉറക്കം. രാജീവ് അവളെ പുറത്ത് തട്ടി വിളിച്ചപ്പോൾ അമ്മയെന്ന് നിലവിളിച്ചാണ് അവൾ എഴുന്നേറ്റത്. അത് കണ്ടതോടെ രാജീവും പേടിച്ചു. ബെഡിൽ നിന്നും ചാടി എണീറ്റ ലേഖ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ രാജീവിന്റെ മുഖത്തടിച്ചു. എന്നിട്ട് നെഞ്ചിൽ വീണ് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൾ തനിക്കുണ്ടായ അനുഭവങ്ങൾ രാജീവിനോട് പറഞ്ഞപ്പോൾ എല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങാൻ അയാളുടെ മനസ്സനുവദിച്ചില്ല. അയാൾ അവളെ സമാധാനിപ്പിച്ചു. ബോധം പോണവരെ കുടിച്ചു പോയതിന് അവളോട് സോറിയും പറഞ്ഞു. കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി ഡേവിഡ് IG ചന്ദ്രശേഖരനെ കാണുവാൻ വേണ്ടി രാവിലെ തന്നെ പാലക്കാട് നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. മൈക്കിൾ ഇത്തിരി വൈകിയാണെന്ന് എഴുന്നേറ്റത്. അയാൾ പുറത്തോട്ടിറങ്ങി. അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ഒരു ചായ പറഞ്ഞു. ചായക്കടക്കാരൻ ഗോപി അയാളോട് കുശലാന്വേഷണം നടത്തി. സാറ്, കേസ് തീരാൻ ഒരുപാട് ദിവസം എടുക്കുമോ? എത്രയും പെട്ടെന്ന് തീർപ്പാവും. മൈക്കിൾ പത്രമെടുത്ത് മറിച്ചു നോക്കി. ഗോപി ഒരു ചൂട് ചായ അയാളുടെ മുന്നിൽ വെച്ചു കൊടുത്തു. ആ സമയം കടയിലേക്ക് വന്നൊരു പെൺകൊച്ച് ചായക്കടക്കാരനോട് പാലിന് ആവശ്യപ്പെട്ടു. മൈക്കിൾ പത്രമൊന്ന് താഴ്ത്തി നോക്കി. മോള കിഴക്കേയിൽ പവിത്രന്റെ മകളല്ലേ? അതെ സാർ. ഇത്രയും ദൂരം നടന്നാണോ പാല് മേടിക്കാൻ വരണത്? അടുത്തൊന്നും കടയില്ലേ? ഞാൻ ഇളയച്ചൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇളയച്ചൻ്റെ വീട് ഇതിൻ്റെ അടുത്താണ്. ശരി ശരി, മോള് പോയിക്കോളൂ. മൈക്കിൾ വീണ്ടും പത്രമെടുത്ത് വായിക്കാനൊരുങ്ങവേ ചായക്കടക്കാരൻ പറഞ്ഞു, നമ്മുടെ സുദേവൻ ചേട്ടൻ്റെ മോളാണ്. സാറിന് ആ കൊച്ചിനെ അറിയാവോ? ചായക്കടക്കാരൻ അത് പറഞ്ഞത് മൈക്കിൾ പത്രം താഴെ വെച്ച് ഒന്നുകൂടെ അയാളോട് ചോദിച്ചു, ആരുടെ ചേട്ടൻ്റെ മകൾ? നമ്മുടെ സുദേവൻ്റെ. സുദേവൻ ചേട്ടനല്ല, പവിത്രൻ. അപ്പോൾ ഈ പവിത്രനും സുദേവനും മലപ്പുറം വളാഞ്ചേരിയിൽ ബന്ധുവുണ്ടോ? അതറിയില്ല സാർ. പവിത്രൻ എവിടെയും പോവാറില്ല. ബന്ധുക്കളോട് വലിയ അടുപ്പം കാണിക്കാത്ത പ്രകൃതക്കാരനാണ് അയാൾ. സുദേവൻ അങ്ങനെയല്ല, എല്ലാവരോടും വലിയ സ്നേഹമാണ്. നാട്ടുകാരോടായാലും കുടുംബക്കാരോടായാലും നല്ല സ്നേഹമാണ്. ഏത് വീട്ടിലും ഏത് നേരത്തും പോകും, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. നല്ല മനുഷ്യനാണ്. മൈക്കിൾ എഴുന്നേറ്റ് കാശ് കൊടുത്തിട്ട് കടക്കാരനോട് സുദേവന്റെ കടയിലേക്കുള്ള വഴി ചോദിച്ചു. കടക്കാരൻ വഴി പറഞ്ഞു കൊടുത്തു. മൈക്കിൾ സുദേവന്റെ കടയിലേക്ക് നടന്നു. കുറച്ചു ദൂരം മാത്രമേ അയാളുടെ കടയിലേക്ക് ഉള്ളതെങ്കിലും മൈക്കിൾ ഇതുവരെ ആ വഴി പോയിട്ടില്ലായിരുന്നു. വഴിയിൽ കണ്ട ഒരു 2 പേരോട് വഴി ചോദിച്ചിട്ട് അയാൾ സുദേവന്റെ കടയുടെ അടുത്തെത്തി. സുദേവന്റെ കട കണ്ടതും മൈക്കിൾ ശരിക്കും ഒന്ന് ഞെട്ടി. അത്രയും ദിവസം അയാൾ കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിട്ടും അയാളുടെ ജോലി എന്താണെന്ന് ചോദിക്കാൻ മൈക്കിളോ ഡേവിഡോ നിന്നിരുന്നില്ല. സുദേവന് സ്വർണ്ണക്കടയാണെന്നും അയാൾ ഒരു സ്വർണ്ണപ്പണിക്കാരനാണെന്നും അറിഞ്ഞതോടെ മൈക്കിൾ ഫോണെടുത്ത് ഡേവിഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. നവവധു കൊല്ലപ്പെട്ടതും വളാഞ്ചേരി കൊലപാതകത്തിലെയും യഥാർത്ഥ പ്രതിയെക്കുറിച്ചുള്ള അവരുടെ അന്വേഷണവും അവിടെ അവസാനിച്ചു എന്നവർ സമാധാനിച്ചു. ഇനി തെളിവുകൾ പ്രതിക്ക് അനുകൂലമാണോ എന്ന് നോക്കണം. അതുമാത്രമായിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. പാൻ്റാണ് വേഷമെങ്കിൽ ഒരു വെള്ള ഷൂവും, മുണ്ടാണ് വേഷമെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ടൈപ്പിലുള്ള ഒരു സ്ലിപ്പറായിരുന്നു സുദേവൻ എന്നും ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ അയാളുടെ കാൽവിരലുകൾ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ അന്ന് അപ്രതീക്ഷിതമായി കടയിൽ കയറിയ മൈക്കിൾ ചെരുപ്പ് ധരിക്കാത്ത അയാളുടെ കാലുകൾ ശ്രദ്ധിച്ചു. അതിലൊരു കാലിലെ വിരലുകൾ 4 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാറേ, എന്താ ഇത്ര രാവിലെ ഇവിടേക്ക്? ഒന്നുമില്ല സുദേവ, ഞാൻ വെറുതെ നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ സുദേവന്റെ കടയൊക്കെ കാണാമെന്ന് വെച്ചു. നമ്മുടെ കട എന്ത് കടയാണ് സാറേ? ചെറിയൊരു കട, അത്ര തന്നെ. ശരി സുദേവ, ജോലി നടക്കട്ടെ. മൈക്കിൾ ഉടൻ തന്നെ ഡേവിഡിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു നിമിഷം പോലും കളയാൻ നിൽക്കാതെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്ത് ഡേവിഡ് പാലക്കാടേക്ക് തിരിച്ചു. വരുന്ന വഴിയിൽ ഡേവിഡ് വളാഞ്ചേരി SI മഹേഷിനെ വിളിച്ച് സുദേവന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. മഹേഷ്, താങ്കൾ ഈ ഫോട്ടോസെ അയൽവാസികളായ ലേഖയെയും അവരുടെ ഭർത്താവ് രാജീവിനെയും കാണിച്ച് ഐഡന്റിഫൈ ചെയ്യണം. കൂടാതെ മെയിൻ റോഡിലെ ചായക്കടക്കാരനെയും
ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരെയും കാണിക്കണം. ഓക്കെ സാർ, ഞാനിപ്പോൾ തന്നെ ചെയ്യാം. ഉച്ച കഴിഞ്ഞ് പാലക്കാട് എത്തിയ ഡേവിഡ് മൈക്കിളിനെ കണ്ടു. മൈക്കിൾ ഉറപ്പാണോ? അവനാണോ യഥാർത്ഥ പ്രതി? ഡേവിഡ്, താൻ ശ്രദ്ധിച്ചോ? ഈ ശ്രീജിത്തിന്റെ വീടിന്റെ വഴിയിൽ കൂടെയാണ് സുദേവന്റെ വീട്. അന്ന് വീണ കൊല്ലപ്പെട്ട സമയം ഞാൻ തന്നോട് പറഞ്ഞിരുന്നു, ഈ അയൽവാസികൾ ശ്രദ്ധിക്കാത്ത, എന്നാൽ ഈ വീടും പരിസരവും നന്നായി പരിചയമുള്ള ആരെങ്കിലും ആവും ആ കുറ്റകൃത്യം നടത്തിയതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ സുദേവനായിക്കൂടെ? കൂടാതെ ശ്രീജിത്തിന്റെയും വീട്ടുകാരുടെയും മൊഴിയിൽ പറയുന്നത്, അന്ന് ജോൽസിനെ കാണാൻ രാവിലെ അവർ പോയത് പറഞ്ഞിരുന്നത് ചായക്കടക്കാരൻ ഗോപിയോടും പിന്നെ ഒരു 2 നാട്ടുകാരോടും പിന്നെ സുദേവനോടും മാത്രമാണ്. ആരുമില്ല എന്ന് മനസ്സിലാക്കി അയാൾ ശ്രീജിത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. ഈ നടന്ന കുറ്റകൃത്യം മദ്യത്തിന്റെ ലഹരിയിൽ അറിയാതെ ബന്ധുവായ ദിവ്യയോടും സുരേഷിനോടും പറഞ്ഞു കാണും. ദിവ്യ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് അയാൾ കേട്ടിരിക്കാം. അതാവും അവരെ വകവരുത്തിയത്. പക്ഷേ ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ അവിടെ 2 പേരുടെ സാന്നിധ്യമുണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഒന്ന് സുദേവനാണെങ്കിൽ മറ്റേതാര്? ഇനി അത് സുദേവൻ ചെയ്തതാണെങ്കിൽ അതിനുശേഷം അയാൾ എങ്ങോട്ടേക്ക് പോയി? അപ്പോൾ എങ്ങനെയാണ് അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം അവിടെ കൊണ്ടിട്ട് കത്തിച്ചത്? അത് ചെയ്തത് ആരാണ്? ഉത്തരങ്ങളില്ലാത്ത ആ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഡേവിഡ്. പക്ഷേ വളാഞ്ചേരി കൊലപാതകം അത് അയാൾ ചെയ്തതാണെങ്കിൽ ഇതിനൊക്കെയുള്ള ഉത്തരം അന്വേഷിക്കാതെ തന്നെ നമുക്ക് കിട്ടും. പകൽമാന്യനായ അയാളുടെ മുഖം വലിച്ചു കീറണം. താങ്കൾ ഉടൻ തന്നെ സുദേവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക. മലപ്പുറത്ത് നിന്ന് എസ് ഐ മഹേഷിന്റെ കോൾ വരട്ടെ. കുറച്ചു സമയത്തിന് ശേഷം വളാഞ്ചേരി എസ് ഐ മഹേഷ് വിളിച്ചു. സാറേ, അന്ന് വീട്ടിൽ വന്ന ബന്ധു ഇയാൾ തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ തൊട്ടടുത്ത നിമിഷം സുദേവനെ കസ്റ്റഡിയിലെടുക്കാൻ ഡേവിഡും സംഘവും അയാളുടെ കടയിലേക്ക് പോയി. സുദേവനെ കസ്റ്റഡിയിലെടുക്കുവാനായി പോകുന്ന സമയത്ത് ഒരിക്കൽ കൂടി വളാഞ്ചേരി എസ് ഐ മഹേഷ് ഡേവിഡിനെ വിളിച്ചു. സാർ, ഒരു കാര്യമുണ്ട്. പറയൂ മഹേഷ്, എന്താണ്? സാറേ, ആ രാജീവും ലേഖയും പറയുന്നത് കൊല്ലപ്പെട്ട സുരേഷ് ബന്ധുവാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് സുദേവനെ തന്നെയാണെന്നാണ്. എന്നാൽ ആ മെയിൻ റോഡിലെ ചായക്കടക്കാരനും ഓട്ടോ സ്റ്റാൻഡിൽ അന്ന് രാത്രി ഉണ്ടായിരുന്ന ഡ്രൈവർമാരും പറഞ്ഞത് അവർ കണ്ടത് ഇയാളെ അല്ല എന്നാണ്. നമ്മളത് നോക്കണ്ട മഹേഷ്. ഐ വിറ്റ്നസ് നമ്മുടെ പ്രധാന സാക്ഷികൾ അവരാണ് ലേഖയും ഭർത്താവും. മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കണ്ട. അവർ കണ്ടത് മറ്റൊരാളെ ആയിരിക്കാം. അതല്ല സാർ, ഈ ചായക്കടക്കാരനും ഓട്ടോ ഡ്രൈവർമാരും സുദേവനെ നല്ലപോലെ അറിയാം. അവർ പറയുന്നത് അന്ന് സുദേവൻ ഞായറാഴ്ച രാവിലെ ഒരു 11 മണിയോടെ തിരിച്ചു പോയി എന്നാണ്. മാത്രവുമല്ല, ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം സുദേവൻ വന്ന് ചടങ്ങിനൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. മഹേഷിന്റെ കോള് കട്ടായതിനു ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയിലായിരുന്നു ഡേവിഡ്. അയാൾ മൈക്കിളിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തായാലും സുദേവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാം. ആ ഒരു തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. സുദേവനെ കാണുവാൻ വേണ്ടി അവർ 2 പേരും അയാളുടെ കടയിലെത്തി. അത് അടച്ചിരിക്കുകയായിരുന്നു. മൈക്കിൾ അയാളുടെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തൊട്ടടുത്ത കടയിൽ അന്വേഷിച്ചപ്പോൾ എന്തോ ആവശ്യത്തിന് ടൗണിൽ പോയി എന്നാണ് കടക്കാരൻ പറഞ്ഞത്. ടൗണിൽ നിന്നും തിരിച്ചെത്തിയ സുദേവനെ കാത്ത് കടയുടെ അടുത്ത് തന്നെ നിന്നിരുന്ന മൈക്കിളും ഡേവിഡും അയാളോട് വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെട്ടു. സുദേവനെ വണ്ടിയിൽ കയറ്റി അവർ ലാബിൽ പോയതിനു ശേഷം തുടർന്ന് അയാളെ കൂട്ടി സ്റ്റേഷൻ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ വെച്ച് സുദേവനെ വിശദമായി അവർ ചോദ്യം ചെയ്തു. സുദേവ, താങ്കളുടെ ഈ വിരലുകൾക്ക് എന്ത് പറ്റി? ഇതൊരു ആക്സിഡന്റിൽ പറ്റിയതാണ് സാർ. ഈ വീണ കൊല്ലപ്പെട്ട അന്ന് ശ്രീജിത്തും അച്ഛനും അമ്മയും ജോൽസിനെ കാണാൻ പോയതിനു ശേഷം സുദേവൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. ഞാൻ എന്നും പോകുന്ന വീടല്ലേ സാറേ? ഇതാണോ സാറന്മാരെന്നെ ചോദ്യം ചെയ്യാൻ കാരണം? അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി ശ്രീജിത്തിന്റെ കയ്യിലാണ് നൽകിയത്. ഞാൻ വീട്ടിലേക്ക് കഴിക്കാൻ പോകുന്ന നേരത്ത് ശ്രീജിത്തിന്റെ വീട്ടിൽ കയറി അത് കൊടുത്തു. അവൾ എനിക്ക് ചായ ഇട്ട് തന്നു. അത് കുടിച്ച് ഞാനിറങ്ങി. പിന്നെ ഞാൻ ടൗണിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. അപ്പോൾ ഈ വളാഞ്ചേരിയിൽ താങ്കൾ എന്തിനാണ് പോയത്? എപ്പോൾ പോയി? എൻ്റെ ബന്ധു കൂടിയാണ് അവർ. ശനിയാഴ്ച രാത്രി പോയി ഞായറാഴ്ച രാവിലെ ഞാൻ ഇറങ്ങി. അന്ന് വൈകുന്നേരം ട്രെയിൻ കയറി ഞാൻ എറണാകുളത്തെത്തി. പത്തനംതിട്ടയിൽ കല്യാണത്തിന് പോകാൻ വേണ്ടി അന്ന് രാത്രിയല്ലേ മൈക്കിൾ സാറേ നമ്മൾ ബസ്സിൽ കണ്ടുമുട്ടിയത്? കല്യാണം കൂടി തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. ഞാൻ ചടങ്ങിനെത്തിയപ്പോൾ സാറന്മാര് പാലക്കാടേക്ക് തിരിച്ചിരുന്നു. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. സത്യം പറയാലോ സാറേ, ഇപ്പോൾ എനിക്കും സാറന്മാരുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. ഇരുട്ടിൽ തപ്പാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. വളാഞ്ചേരിയിൽ കൊല്ലപ്പെട്ടത് എൻ്റെ ബന്ധു കൂടിയാണ്. ഇതെല്ലാം ചെയ്യുന്നത് ഒരു പ്രതിയാണെങ്കിൽ അടുത്തൊരാൾ കൊല്ലപ്പെടുന്നത് വരെ കാത്തു നിൽക്കുവാണോ സാറന്മാര്? സുദേവനെ സമാധാനിപ്പിച്ച അയാളോട് വണ്ടിയിൽ കയറാൻ അവർ ആവശ്യപ്പെട്ടു. സുദേവൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാനേ അവർക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അവർ സുദേവനെ രാത്രി തന്നെ കടയുടെ അടുത്ത് ഇറക്കി മൈക്കിളും ഡേവിഡും തിരിച്ചുപോയി. സുദേവനെ ഇറക്കി ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയ ഉടൻ ഡേവിഡിന് ലാബിൽ നിന്നും കോള് വന്നു. ദിവ്യയും സുരേഷും കൊല്ലപ്പെട്ട വീട്ടിൽ കണ്ട മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പും സുദേവന്റെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ മാച്ചല്ലായിരുന്നു. സുദേവനെയും സംശയിച്ച് പരാജയപ്പെട്ട ഡേവിഡിന്റെ മുഖത്ത് നിരാശ തളം കെട്ടി നിന്നു. ഫുഡ് കഴിച്ച് കിടക്കാൻ നേരം മൈക്കിളിന് സുദേവന്റെ കോള് വന്നു. സാർ, സുദേവനാണ്. എനിക്കൊരു സംശയമുണ്ട്. എന്താണ് സംശയം സുദേവ? സാറെ, വീണ മരിച്ചത് സൈനയുടെ ഉള്ളിൽ ചെന്നിട്ടാണെന്നാണ് സാറ് നേരത്തെ പറഞ്ഞത്. വീണ കൊല്ലപ്പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്നും. ഹലോ സുദേവ, ഹലോ, കോള് കട്ടായോ? സാറേ, ഞാനിപ്പോൾ വിളിക്കാം. പകുതി പറഞ്ഞെടുത്ത് വെച്ച് സുദേവൻ കോള് കട്ടാക്കി.
മൈക്കിൾ അയാളുടെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. നെറ്റ്വർക്ക് കുറഞ്ഞിടത്തായിരിക്കുമെന്ന് കരുതി മൈക്കിൾ അത് ശ്രദ്ധിക്കാൻ നിന്നില്ല. അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ നാൻസിയുടെ ഫോൺ കോൾ വന്നു. ഹലോ ഡേവിഡ് ആൻഡ് മൈക്കിൾ, ഒരു ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ് ഉണ്ട്. ഇതിലേത് വേണം ആദ്യം? തലവേദന പിടിച്ച ദിവസമായിരുന്നു, അതുകൊണ്ട് ആദ്യം ഗുഡ് ന്യൂസ് പറ. ഞങ്ങളുടെ റിപ്പോർട്ടർമാരുടെ രഹസ്യാന്വേഷണത്തിൽ നിന്നും ഡാനിയൽ ബെഞ്ചമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. അയാളും മകനും ഭാര്യ സ്റ്റെല്ലയും മരിച്ചിട്ടില്ല. ആ രാഷ്ട്രീയ നേതാവും പിന്നെ ചോവനും കൂട്ടരും ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. സ്റ്റെല്ലയെ മരിച്ചെന്ന് കാണിച്ച് സ്വത്ത് തട്ടാനോ വീടും സ്ഥലവും സ്വന്തമാക്കാനോ ആയിരുന്നു അവരുടെ പ്ലാൻ. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. പിന്നെ ഇടുക്കിയിൽ നമ്മൾ താമസിച്ച വീടിൻ്റെ ഹാളിൽ ഒരു രഹസ്യവാതിലും ഗുഹയുമുണ്ട്. അതുവഴി ആ വീടിൻ്റെ കിഴക്ക് വശത്തുള്ള ഔട്ട് ഹൗസിലെത്താം. അന്നയാൾ വാട്സപ്പിൽ ഫോട്ടോ അയച്ച് ഡ്രാമ കളിച്ചത് അങ്ങനെയാണ്. ഈ ഡാനിയൽ ബെഞ്ചമിനെ കുറിച്ചുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുണ്ട്, വഴിയെ തരാം. അയാളും കൂട്ടരും നമ്മൾ കരുതുന്ന പോലെയല്ല. അയാൾ എപ്പോഴും ഒളിവിലാണ്. നിരവധി ക്രിമിനൽ കേസിൽ മുൻപ് ശിക്ഷിക്കപ്പെട്ട ആളാണ് ഈ ബെഞ്ചമിൻ. കൂടാതെ മറ്റുള്ളവരെ ചതിച്ച് അവരുടെ സ്വത്തും സ്ഥലവും കൈക്കലാക്കുക, ഇരുട്ടിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടമായി നിന്ന് ഒറ്റയ്ക്ക് വരുന്ന വാഹനങ്ങളെ ആക്രമിച്ച് പണവും സ്വർണവും കൈക്കലാക്കുക, ലഹരി മാഫിയ സംഘങ്ങളുമായി കൂടിച്ചേർന്ന് ലഹരിക്കടത്ത് തുടങ്ങി ഒരു പ്രമോഷന് വേണ്ട എല്ലാമുണ്ട്. ഇയാളെ തെളിവുകളോടുകൂടി പിടിച്ച പ്രമോഷൻ ഉറപ്പാണ്. ഇനി ബാഡ് ന്യൂസ് പറയട്ടെ? ആ പറ. ഇവിടെ കൊലപാതക പ്രതിയെ കണ്ടെത്താൻ പറ്റുന്നില്ല, അപ്പോഴാണ് കണ്ണുമുട്ടന്റെ കാര്യം. ബാഡ് ന്യൂസ് പറ. നവവധു വീണയുടെ കൊലപാതകവും അജ്ഞാത യുവതിയുടെ കൊലപാതകവും തുടങ്ങി കേസുകൾ CBIക്ക് വിടുന്നുവെന്ന് സർക്കാരിന്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പോലീസ് സേനയിലെ ബുദ്ധിമാനായ അന്വേഷിച്ച കേസിൽ 99% വിജയം കൈവരിച്ച ഡേവിഡ് തോമസിന്റെ സർവീസിൽ ഇതൊരു ബ്ലാക്ക് മാർക്കായിരിക്കും. താങ്ക്സ് ഡി, നീ കിടന്നോളൂ, സന്തോഷമായി. ഡാനിയൽ ബെഞ്ചമിനെ കുറിച്ചുള്ള രഹസ്യാന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഡേവിഡിന് പറഞ്ഞു കൊടുത്ത് നാൻസി കിടക്കാൻ പോയി. അവൾ ഗേറ്റിന് പുറത്തു നോക്കി 2 പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. വാതിലടച്ച അമ്മയുടെ അടുത്ത് കിടന്നപ്പോഴാണ് പോലീസുകാരിൽ ഒരാൾ വാതിൽ തട്ടി വിളിച്ചത്. നാൻസി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. എന്തു പറ്റി? ഡേവിഡ് സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ അടുത്ത് ഉത്സവപ്പറമ്പിൽ അടിപിടി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതെൻ്റെ നമ്പറാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങളെ വിളിച്ചോളൂ. നാൻസി അവരോട് ശരിയെന്ന് പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിൽ ഭയം വീണ്ടും ചെറുതായി തോന്നി തുടങ്ങി. നാൻസി ഡേവിഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. നീ പേടിക്കണ്ട, ഇനി ഒന്നും ഉണ്ടാവില്ല. നീ പോയി കേസുമായി ഞങ്ങളോടൊപ്പം ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ഡേവിഡ് അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് പേടിയായിരുന്നു. അമ്മ, നമുക്ക് രാധ ചേച്ചിയെ കിടക്കാൻ വിളിച്ചാലോ? ആ, മോള് ഫോണിൽ വിളിച്ചു നോക്ക്. നാൻസി ഫോണെടുത്ത് അപ്പുറത്തെ വീട്ടിലെ രാധ ചേച്ചിയെ വിളിച്ചു. ചേച്ചി, നാൻസിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പോയി. ചേച്ചി ഇങ്ങോട്ടേക്ക് വരാമോ? അയ്യോ മോളെ, ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ. വൈകുന്നേരം ഇങ്ങോട്ട് വന്നതാണ്. മോള് പേടിക്കണ്ട. ഇന്ന് അവിടെ അമ്പലത്തിൽ ഉത്സവമല്ലേ. റോഡിൽ കൂടെ രാവിലെ വരെയും ആൾക്കാരും വണ്ടിയും പോവും. പേടിക്കണ്ട. നാൻസി എല്ലാ ലൈറ്റും ഓൺ ചെയ്ത് പ്രാർത്ഥിച്ച് കിടന്നു. അടുത്തത് സെക്കൻഡ് പാർട്ടിലാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് മറക്കാതെ ഇപ്പോൾ തന്നെ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടി കാണാം.